السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. വന്ദരായ പണ്ഡിതന്മാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് വളരെ ആവശ്യമുള്ള സമയത്ത് മൊഹല്ല് സംസ്കരണത്തിന് വേണ്ടി വിവിധ പദ്ധതികളുമായി ഇറങ്ങിത്തിരിച്ച കർണാടകയിലെ സുന്നി സംഘടന നേതൃത്വം, പ്രവർത്തകർ എല്ലാ അർത്ഥത്തിലും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. കാരണം ഈ സമൂഹത്തിൻ്റെ അടിത്തറ രൂപപ്പെടുന്നത് മഹല്ലത്തുകളിൽ നിന്നാണ്. മഹല്ലത്ത് എത്രമേൽ മാതൃകാപരമാകുന്നോ അത്രയ്ക്ക് സമൂഹം നേർവഴിയിലൂടെ നടക്കും. മഹല്ലും അതിന് നേതൃത്വം കൊടുക്കുന്ന നമ്മളാവുന്ന പണ്ഡിതന്മാരും നമ്മുടെ ദൗത്യത്തിൽ നിന്ന് എത്രമാത്രം വിട്ടു നിൽക്കുന്നോ അത്രയ്ക്ക് സമുദായം തലകുത്തിയും നിൽക്കും. ഇതറിയുന്ന ബോധമുള്ള, മനസ്സിലാക്കിയ സംഘടനാ നേതാക്കളും പ്രവർത്തകരുമാണ് എൻ്റെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ ഒരു സംഗമത്തിൻ്റെ കാര്യപ്രസക്തിയെക്കുറിച്ച് തീരെ വിശദീകരിക്കേണ്ടതില്ലെന്ന് എനിക്കറിയാം. നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. പരിശുദ്ധ ഇസ്ലാം ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ വളരുന്ന ആദർശമാണ് മതമാണ്. ഏറ്റവും പുതിയ കണക്കനുസരിച്ച് പോലും തൊട്ടടുത്തുള്ള ആദർശത്തേക്കാൾ 200-ലേറെ ഇരട്ടിയാണ് ഇസ്ലാമിൻ്റെ വളർച്ച. എന്തുകൊണ്ടാണ് നമ്മുടെ മഹല്ലിലൊക്കെ മുസ്ലിം സമൂഹത്തിലെ പ്രത്യേകിച്ച് യുവാക്കളുടെ ഇടയിലേക്ക്, യുവതികളുടെ ഇടയിലേക്ക് മതവിരുദ്ധമായ ആദർശങ്ങൾ വല്ലാതെ കയറി വരുന്നത് എന്നതിൻ്റെ ആഗോളതലത്തിലുള്ള അടിസ്ഥാന കാരണമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇസ്ലാം ഏറ്റവും കൂടുതൽ വളരുമ്പോൾ ഏകദേശം 2030-35 ആവുന്നതോടുകൂടെ ലോകത്തെ ഏറ്റവും വലിയ മതമായി ഇസ്ലാം മാറും. പലയിടങ്ങളിലും മുസ്ലിങ്ങൾക്ക് കൂടുതൽ സ്വാധീനം ഉണ്ടാകും. നമുക്കറിയാമല്ലോ, അമേരിക്കയിലെ ചില മേയർമാരൊക്കെ ഇവിടെ മുസ്ലിങ്ങളായി വരുന്നത്. ലണ്ടനിൽ 10-25 ആളുകളുണ്ട്. സ്പോർട്സ് ടീമുകളിലൊക്കെ മുസ്ലിങ്ങളുടെ പ്രാതിനിധ്യം വളരെ കൂടുതലാണ്. ഇപ്രാവശ്യം ലോകകപ്പ് നേടിയ ഖത്തർ ലോകകപ്പിൽ കിരീടം നേടിയ അർജൻറ്റീനയിൽ ടീമിൽ 3 പേര് മുസ്ലിങ്ങളാണ്. അർജൻറ്റീനയിൽ ഈ അടുത്തായിട്ട് 2000-ഓളം ആളുകളൊക്കെ ഒന്നിച്ച് ഇസ്ലാമിലേക്ക് വന്ന വാർത്തകൾ വന്നു. പള്ളികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇസ്ലാമിന് ആഗോള വ്യാപനത്വം സംഭവിച്ചാൽ ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റലിസ്റ്റുകൾക്ക് അവരുടെ അന്നം മുട്ടുന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ഈ പ്രാദേശികമായി കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ കാണുന്ന മുസ്ലിം സൊസൈറ്റിയിലുള്ള വിവിധങ്ങളായ മതവിരുദ്ധ പ്രവണതകളുടെ അടിസ്ഥാന കാരണം. ഇതൊന്നും തമ്മിലുള്ള ലിങ്ക് പെട്ടെന്ന് ചിലപ്പോൾ നമുക്ക് ബോധ്യപ്പെടില്ല. ഞാൻ പറയാം ചെറിയ രീതിയിൽ. ഈ ക്യാപിറ്റലിസമാണ് ഇപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്നത്. കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞ് ചില സാധനങ്ങൾ അങ്ങിങ്ങുണ്ട്. അവരൊന്നും കമ്മ്യൂണിസ്റ്റുകളെ അല്ല. നമ്മുടെ ഏഷ്യൻ മേഖലയിൽ ചുമന്ന കൊടിയും ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ കട്ട നീലക്കൊടിയൊക്കെ ഉള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പേരിലുണ്ട്. പക്ഷേ സംഭവം ഇപ്പം ഇല്ല ലോകത്ത്. 10-70 കൊല്ലമാകുമ്പോഴേക്ക് കമ്മ്യൂണിസം തകരാനുള്ള കാരണം തന്നെ ഉലമാക്കൾ പഠിച്ചിട്ടുണ്ടാവും. അത് സ്വകാര്യ സ്വത്തിനെ നിയന്ത്രിച്ചു, നിരോധിച്ചു എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരാൾക്ക് സ്വന്തമായിട്ട് സമ്പത്ത് ഉണ്ടാകാൻ പാടില്ല. എല്ലാ സമ്പത്തും സ്റ്റേറ്റിൻ്റെതാണ്. എല്ലാ സമ്പത്തും സ്റ്റേറ്റിൻ്റെതാണെന്ന് വരുമ്പോൾ ആരും കഠിനാധ്വാനികളാവില്ല, മൊത്തം നിഷ്ക്രിയരാവും. ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടാവണമെങ്കിൽ കുറച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, MBBS കഴിഞ്ഞ് എൻട്രൻസ് എഴുതി, പിന്നെ PG കഴിഞ്ഞ്, പിന്നെ എൻട്രൻസ് എഴുതി, സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിഞ്ഞ് കുറേ കടമ്പകൾ കിടക്കണം. അതിൻ്റെ ഇടയിൽ ഈ മനുഷ്യത്വം തന്നെ അവിടെ മരവിച്ചു പോകും. മനുഷ്യരോടുള്ള ബന്ധം വളരെ കുറവായിരിക്കും ഈ ഡോക്ടർമാർക്ക്. അപൂർവം ചില ആളുകൾ മാത്രമേ മനുഷ്യരോട് ബന്ധമുണ്ടാവും. കാരണം എന്താണ്, അവരുടെ പഠന രീതി അങ്ങനെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ആയുർദൈർഘ്യം ഡോക്ടർമാർക്കാണ്. അറിയായിരിക്കും, വൈരുദ്ധ്യം തോന്നും. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ആയുർദൈർഘ്യം, അതായത് പെട്ടെന്ന് മരിക്കുന്ന ടീം ഡോക്ടർമാരാണ്. അവരെല്ലാവരും ചികിത്സിക്കാൻ നിൽക്കുന്ന ടീമാണ്. അതവരുടെ മാനസികമായ പ്രഷറാണ്.
അപ്പോൾ ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്ത് സൂപ്രണ്ടാകുന്ന ആൾക്കും 7ാം ക്ലാസ് തോറ്റ് നീല സാരിയൊക്കെ എടുത്ത് അവിടെ അടിച്ചു വരുന്ന പെണ്ണിനും ജീവിക്കാൻ ആവശ്യമായ അരി വിഭവങ്ങൾ ഗവൺമെൻറ് റേഷനിങ് വഴി കൊടുക്കും. വർഷത്തിൽ 2 പ്രാവശ്യം അവർക്ക് ഡ്രസ്സ് കൊടുക്കും. താമസിക്കാൻ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനം ഉണ്ടാവും, അവിടെ താമസിക്കണം. അതിൽ റിപ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. മഴ പെയ്തിട്ട് ഒരു ഓട് പൊട്ടി ചോരുകയാണെങ്കിൽ അപേക്ഷ കൊടുത്തിട്ട് ഗവൺമെൻറ്റിൻ്റെ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യണം, ആ ഓട് മാറ്റണം. ഗവൺമെൻറ് സംവിധാനങ്ങൾക്ക് അങ്ങനെ തകരാറുണ്ട്. ഇപ്പോൾ KSRTC ഇവിടുത്തെ എങ്ങനെയെന്നറിയില്ല, കേരളത്തിലെ KSRTCയിലൊക്കെ ചെറിയൊരു ഈ കത്തണ ലൈറ്റിൻ്റെ ഒരു കേബിൾ വല്ല വേറിട്ടിട്ട് ആ ലൈറ്റ് കത്തൽ നിന്നാൽ അത്രയും ആളുകളെയും വെച്ച് വണ്ടി സൈഡാക്കും. എന്നിട്ട് ഏതോ കേന്ദ്രത്തിൽ നിന്നൊരു ചങ്ങാതി വരണം, എന്നിട്ട് ഓൻ ഫിറ്റ് ചെയ്യണം. സംഗതി ആ കണ്ടക്ടർക്ക് വെച്ചൊന്നും ഇങ്ങനെ ചെയ്താൽ മതി, പക്ഷെ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ കാര്യമായി പഠിക്കാനും അധ്വാനിക്കാനും ആളില്ലാതെ വരും. അങ്ങനെയാണ് 70 വർഷമായപ്പോഴേക്ക് ഈ കമ്മ്യൂണിസം തകർന്നു പോണത്. ഇന്നുള്ള കമ്മ്യൂണിസ്റ്റുകളൊന്നും ഈ രീതിയിലുള്ളവരല്ല. ലോകത്ത് തന്നെ ഏറ്റവും നല്ല സമ്പന്നന്മാരാവുന്ന 100 പേരെടുത്താൽ ചൈനയിലെയും ഉത്തര കൊറിയയിലെയും കമ്മ്യൂണിസ്റ്റുകളായിരിക്കും അതിൽ കൂടുതൽ ആളുകൾ. എന്നുവെച്ചാൽ ലോകത്ത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഇന്ന് നിലവിലില്ല. അവർ പോലും ക്യാപിറ്റലിസ്റ്റുകളാണ്, മുതലാളിത്തക്കാരാണ്. അപ്പോൾ ലോകത്തെ നിയന്ത്രിക്കുന്ന മുതലാളിത്തത്തിന് ഈ മുസ്ലിം സൊസൈറ്റി വർദ്ധിച്ചാലുള്ള പ്രശ്നം എന്താണ്? അവരുടെ പണം സ്വരൂപിക്കാനുള്ള ഏത് മാർഗത്തിനും അതുവഴി വലിയ കുറവുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ പലിശ വ്യാപാരം അറിയാലോ, മുസ്ലിങ്ങൾക്കത് പറ്റില്ല. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ മുസ്ലിങ്ങളാവുകയും പലിശക്കെതിരെ അവരൊക്കെ നിലകൊള്ളുകയും ചെയ്താൽ ക്യാപിറ്റലിസ്റ്റുകൾ ഉണങ്ങി വരും. പോൺ ബിസിനസ് അതൊരു വലിയ ബിസിനസ്സാണ്. പോൺ ബിസിനസ്സൊക്കെ നമ്മുടെ ബാംഗ്ലൂരിലൊക്കെയുള്ള കുട്ടികൾ ഒരാഴ്ച അടിച്ചു പൊളിക്കാനുള്ള പണം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? സെക്സ് വഴിയാണ്. അതൊക്കെ നോർമലൈസ് ചെയ്തിരിക്കുന്നത്. ഖത്തീബുമാരുടെ സത്വര ശ്രദ്ധ പതിക്കേണ്ട ഒരു ഭാഗമാണ്. നമുക്ക് അങ്ങോട്ട് വരണം ഇൻഷാ അല്ലാഹ്. ആ പോൺ ബിസിനസ് ലോകത്ത് ക്യാപിറ്റലിസത്തിൻ്റെ വലിയൊരു ധനാഗമന മാർഗമാണ്. അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിക്കാം നമുക്ക്. അതൊക്കെ ഇസ്ലാം വിരുദ്ധമാണ്. പെണ്ണുങ്ങളെ മുന്നിൽ വെച്ചുള്ള പരസ്യം ഇസ്ലാമികമായിട്ട് പറ്റില്ല. ഒരു ഹവായി ചെരുപ്പിൻ്റെ പരസ്യത്തിന് പോലും മാറിടം ഉയർന്നു നിൽക്കണ ഒരു പെണ്ണിൻ്റെ അരയുടെ മേൽഭാഗം കൊടുക്കണം എന്ന് വന്നാൽ അതും ഹവായി ചെരുപ്പായിട്ടുള്ള ബന്ധം നമ്മൾ എത്ര ആലോചിച്ചാലും മനസ്സിലാവില്ല. ഈ ഉറിയൊക്കെ ഉണ്ട് അവിടെ ഉപയോഗിക്കേണ്ട പ്രത്യേക സാധനങ്ങൾ, അതിൻ്റെ പരസ്യമാണെങ്കിൽ ഓക്കെ, നമുക്ക് തിരിച്ചറിയാമല്ലോ. എത്ര ആലോചിച്ചാലും ഈ ജാതിയൊക്കെ താങ്ങിയാലും അധികം ലാസ്റ്റ് ചെയ്യണ ഹവായി എന്നൊക്കെ ഉള്ളൊരു ബന്ധമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാഹുമ്മ ഇല്ലാ യുക്കാൽ. പക്ഷെ സംഭവം അതല്ല അവർ ഉദ്ദേശിക്കുന്നത്. ആ ബോർഡിലേക്ക് ഒരു നോട്ടം കിട്ടണം, അതിനിങ്ങനെ വേണം. ഈ സ്വാതന്ത്ര്യത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞിട്ട് പെരുപ്പിച്ച് പെണ്ണുങ്ങളെ ഫുള്ള് ഡ്രസ്സ് അയപ്പിക്കണതൊക്കെ അതിൻ്റെ ഭാഗമല്ലേ. എയർവേസസിൻ്റെ ഒക്കെ പണി എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഭക്ഷണത്തിൻ്റെ സാധനം എന്ത് കൊണ്ടുപോകണം, എല്ലാവർക്കും ഓരോന്ന് കൊടുക്കണം, അത് വാങ്ങി വെക്കണം അല്ലേ. പിന്നെ ഏതോ സമയത്ത് ക്യാപ്റ്റൻ പറഞ്ഞാൽ വാതിൽ ഉറക്കണം, കഴിഞ്ഞ്. പിന്നെ അങ്ങനെ വരുന്നവരോട് നമസ്കാരം എന്ന് പറയണം. അതിന് അത്യാവശ്യം നല്ല ഡ്രസ്സ് ഇട്ടാൽ പണിയൊക്കെ നടക്കൂലേ, പക്ഷെ ഇടാൻ പാടില്ല. എന്താ പ്രശ്നം? ആ കമ്പനിയുടെ മുതലാളി നിർബന്ധം പറയാണ് ഇങ്ങനെ ആവണം നിങ്ങൾ എന്നുള്ളത്. പരിശുദ്ധ ഇസ്ലാമാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഇതിനൊക്കെ നിരോധനം വരും. അങ്ങനെ വരുമ്പോൾ ക്യാപിറ്റലിസ്റ്റുകൾക്ക് അവരുടെ എല്ലാ അർത്ഥത്തിലുള്ള തോൽവി സമ്മതിക്കേണ്ടി വരും. ഇപ്പം തന്നെ നമ്മുടെ രവിചന്ദ്രൻ സി എന്നൊക്കെ പറയുന്ന നാസ്തിക നേതാവ് പോൺ കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ യൂറോപ്യൻസ് ആണെങ്കിലും കൂടുതൽ കാണുന്ന 10 രാജ്യങ്ങളിൽ 6 മുസ്ലിങ്ങളുടെ രാജ്യമെന്നൊക്കെ പറഞ്ഞ് പുള്ളു പറയാറുണ്ട്. ഒരു മൂല്യരായിട്ടുള്ള സംവാദത്തിൽ അയാളത് പറഞ്ഞു, മൂല്യർ അങ്ങനെ കേട്ടു പോവുകയും ചെയ്തു. സത്യത്തിൽ 10ൽ 6 രാഷ്ട്രങ്ങളല്ല, 20ൽ 1 രാഷ്ട്രം മാത്രമേ മുസ്ലിമുള്ളൂ. 19ാമത്തെ മൊറോക്കോ. കണക്കങ്ങനെയാണ്, ശരിയായ കണക്കങ്ങനെയാണ്. 20 രാഷ്ട്രങ്ങളിൽ 19ാമത്തെ 10ൽ ഒരാൾ പോലും ഇല്ല. 10ൽ 1 രാഷ്ട്രം പോലും മുസ്ലിം രാഷ്ട്രമല്ല. ഈ പോൺ കാണുന്നവർ മനസ്സിലാണല്ലേ ഞാൻ പറയണത്? ഈ പോൺ സൈറ്റുകൾ സന്ദർശിക്കുന്ന
ഏറ്റവും കൂടുതൽ ആളുകൾ ആരാന്നുള്ളത് അവരുടെ കണക്കനുസരിച്ച് പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഇറാൻ, ഇറാഖ്, ഇങ്ങനെ 10ൽ 6 പേരും. സത്യത്തിൽ 20ൽ 19ാമത്തെ മൊറോക്കോ മാത്രമേ എന്തുള്ളൂ ഈ സംഭവത്തിൽ ലിസ്റ്റിൽ തന്നെ വരുന്നുള്ളൂ. പക്ഷെ എന്നാലും പറഞ്ഞുകൊണ്ടിരിക്കണം, അത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ബാക്കി. മൊറോക്കോ എന്ന് പറഞ്ഞാൽ സ്പെയിനോട് ചേർന്ന് നിൽക്കുന്ന സാധനം നമുക്കറിയാമല്ലോ. സ്പെയിൻ എന്നൊക്കെ പറഞ്ഞാൽ സ്വതന്ത്ര സെക്സ് ടൂറിസമൊക്കെ അനുവദിക്കുന്ന നാടാണ്. നമ്മളെ ഈ ലോകകപ്പിലൊക്കെ കുറച്ച് ഗോളൊക്കെ അടിച്ച് മൊറോക്കോയിലെ 2-3-4 ഫുട്ബോൾ ടീമിൻ്റെ തന്നെ കളിക്കാരൊക്കെ നാട്ടിലൊക്കെ വലിയ ഹീറോസ് ആയിരുന്നു. നാട്ടിൽ പറഞ്ഞ കേരളത്തിലൊക്കെ എവിടെ എങ്ങനെയെന്ന് എനിക്കറിയില്ല. അഷറഫി എന്നൊക്കെ പറയുന്ന ആളെ സനതല്ല തോന്നുന്നുണ്ട്. ഒരു 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 വേറെ ഉണ്ടല്ലോ, അൽവാരിസൊക്കെ ഉണ്ട്. അത് നോള സിറ്റിയിൽ നിന്ന് ഇറങ്ങിയ ആളൊന്നുമല്ല. അർജൻറ്റീന ടീമിലൊരു അൽവാരിസ് ഉണ്ട്. ഓനെന്തല്ല നോള സിറ്റിത്തെ സക്കാഫി ഒന്നും അല്ല കേട്ടോ. ഏതായാലും ഈ ചങ്ങാതിമാരുടെ ഓളന്മാരെ ഫോട്ടോ വരണം. അപ്പോഴാണ് ഈ മൊറോക്കയും സ്പെയിനും തമ്മിലുള്ള ബന്ധം അറിയുള്ളൂ. ഈ സാധനങ്ങളൊക്കെ തെറിച്ചു പോകാതിരിക്കാൻ വേണ്ടി എന്തോന്നിട്ട് കെട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറമൊന്നും ഉണ്ടാവില്ല. കത്തിമാരോടൊക്കെ പറഞ്ഞിട്ട് ഒരു പിരിവൊക്കെ എടുത്ത് പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് വല്ല തുണി വാങ്ങിക്കൊടുക്കാനൊക്കെ വെള്ളിയാഴ്ച പിരിവെടുത്തേണ്ട വിധം മോശമാണ്. അത്രയ്ക്ക് ഈ യൂറോപ്പിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് മൊറോക്കോ ലിസ്റ്റിൽ വരുന്നത്. അതാണ് ഞാൻ പറയണത്. എന്തായാലും ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാം വളർന്നു വരികയും മുസ്ലിങ്ങളാണ് ലോകത്തിൻ്റെ ഭൂരിപക്ഷം ജനങ്ങളും എന്ന് വരുന്നാൽ അവരുടെ ഈ ജാതി ഒരു പരിപാടി നടക്കില്ല. അതുകൊണ്ട് കാലെ കൂട്ടി ഇസ്ലാമിലേക്ക് ആൾ വരാതിരിക്കാൻ വേണ്ടി അവർ നിശ്ചയിച്ച കുറേ അജണ്ടകളാണിപ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ പോലും നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞ അതാണ്, അതിൻ്റെ ലിങ്ക് കുറച്ച് ആഴത്ത് പോയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന കുറേ NGOകളുണ്ട്. അവർ ധാരാളമായി എയ്ഡ്സ് വിരുദ്ധ ഫണ്ട് എന്നും പറഞ്ഞ് യൂറോപ്പിൽ നിന്ന് ഫണ്ട് വാങ്ങിയിട്ട് പ്രചരിപ്പിക്കുന്നത് ഫുള്ള് ഈ ട്രാൻസ്ജെൻഡറിസത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പരിപാടി. അവിടെ തന്നെ നോക്കുമ്പോൾ ഇസ്ലാം അതിന് വിരുദ്ധമല്ലേ. ഒരാണിന് പെണ്ണാവണം തോന്നിയെന്ന് കരുതിക്കോളൂ. ഞാനിൻ്റെ ബൈസിക്കാരനാണ് കേട്ടോ പറയണത്, നിങ്ങളിൻ്റെ ഒപ്പല്ലേ ഉണ്ടല്ലേ. ഇൻഷാ അല്ലാഹ് ഒരാണിന് പെണ്ണാവാൻ തീരുമാനിച്ചാൽ ചുരുങ്ങിയത് 12 മേജർ സർജറി നടത്തണം. പിന്നെ അവിടെ ആ സാധനങ്ങളൊക്കെ ഭംഗിയിൽ നിർമ്മിക്കാനുള്ള നിരവധിയായ പ്ലാസ്റ്റിക് സർജറി നടക്കണം. സ്വരം മാറാനുള്ള സർജറി പോലും നടത്തണം. പെണ്ണിൻ്റെ കോലം എന്ന് പറഞ്ഞ ശബ്ദമായാലും എന്താ കാര്യം? ഒന്നുമില്ല. ഈ 12 സർജറി കഴിയുമ്പോഴേക്ക് എത്ര വരുമാനം കിട്ടും ആശുപത്രിക്കാർക്ക്? സർജിക്കൽ എക്യുപ്മെൻറ്റ്സ് നിർമ്മിക്കുന്ന കമ്പനിക്ക്, മെഡിസിൻ കമ്പനിക്ക്. എന്തിന്? നിസ്സാരമെന്ന് നമ്മൾ തോന്നുന്ന മെൻസസ് പാഡിൻ്റെ കമ്പനിക്ക്. എല്ലാവരും വലിയ ആൾക്കാരാണല്ലോ, മെൻസസ് പാഡൊക്കെ അതിൻ്റെ യൂസേജൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അതിൻ്റെ കമ്പനി. അതും ഇതും തമ്മിൽ എന്താ ബന്ധം എന്നായിരിക്കും അല്ലേ? അതും ട്രാൻസ്ജെൻഡർ പരിപാടിയും തമ്മിൽ എന്താ ബന്ധം? ഒരു സെലിബ്രിറ്റി ട്രാൻസ്ജെൻഡർ ഉണ്ടായിരുന്നു കേരളത്തിൽ, അനന്യകുമാരി അലക്സ്. ഒരു ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്തു. എന്തായിരുന്നു അവർ ആത്മഹത്യക്ക് കാരണം പറഞ്ഞത്? ഡെയിലി 18 മെൻസസ് പാഡ് മാറ്റേണ്ടി വരുന്നു, അത്രക്ക് ബ്ലീഡിങ്. ഈ മെൻസസ് പാഡിൻ്റെ ശാസ്ത്രീയത അറിഞ്ഞാലാണ് നിങ്ങൾക്കൊരു കൗതുകം തോന്നുള്ളൂ. 8 മണിക്കൂറുള്ള ലീക്കേജ് ക്യാച്ച് ചെയ്യുന്ന സാധനമാണത്. 8 മണിക്കൂർ. അതുകൊണ്ടാണ് അതും വെച്ചിട്ട് മെൻസസിൻ്റെ ഡയസിൽ പെണ്ണുങ്ങൾ ജോലിക്ക് പോണതും സ്കൂളിൽ പോണതൊക്കെ 8 മണിക്കൂർ. പ്രത്യേകിച്ച് അതിൻ്റെ 1, 2, 3 ദിവസങ്ങളിൽ ഓവർഫ്ലോ ആയിരിക്കും. അതും അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള ഈ സാധനം ഡെയിലി 18 എണ്ണം മാറ്റേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നല്ലൊരാണ്, ആരോഗ്യമുള്ളൊരു ക്രിസ്ത്യാനി ചെക്കൻ അനന്യകുമാരി ആവാൻ വേണ്ടി എടുത്ത സർജറികളുടെ ഫലം ആലോചിച്ച് നോക്കും. അതുകൊണ്ട് ആത്മഹത്യ ചെയ്തെന്നാണ്. ഗംഭീരമായ പെയിൻ. 2 കാരണമാണ് അവർ പറഞ്ഞത്. ശക്തമായ വേദന സഹിക്കാൻ വയ്യാഞ്ഞിട്ടും ഡെയിലി 18ഓളം മെൻസസ് പാഡ് മാറ്റേണ്ടി വന്നിട്ടും. അപ്പോൾ മെൻസസ് പാഡ് കമ്പനിക്ക് അത്ര നിങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നവരായിരിക്കുമല്ലോ. ഒരു കെട്ട് വാങ്ങിച്ചു കൊടുത്താൽ ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് അവൾ കഴിഞ്ഞു എന്ന് അറിയുള്ളൂ. ആ ഒരൊറ്റ കെട്ട് 3 മാസം. ചെറിയ കുട്ടികളുണ്ടതിൽ, ചെറിയ കത്തിയന്മാർ. ബ്രെഡ് വാങ്ങാൻ വേണ്ടിയിട്ട് പൈസ എന്നാലൊന്നും മെഡിക്കൽ ഷോപ്പ് പോയിട്ട് നല്ല ബ്രെഡ് ആയിക്കോട്ടെ, മെഡിക്കേറ്റഡ് ആയിക്കോട്ടെ എഴുതി വാങ്ങിക്കൊണ്ടോട്ടെ. ബ്രെഡ് ആവില്ല കേട്ടോ. പൊതി കാണുമ്പോൾ അങ്ങനെ തോന്നും ബ്രെഡാണ്.
അപ്പോൾ ഒരു 3 മാസം 4 മാസമൊക്കെ നിൽക്കും ഒരു കെട്ട് വാങ്ങിച്ചു കൊടുത്താൽ. അതാണ് ഡെയിലി 18 വേണ്ടി വരുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് എത്രയാണ് ലാഭം ആലോചിച്ച് നോക്കൂ. ഇതാണ് ഈ ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ. ഇത് ചുരുക്കി പറഞ്ഞാൽ കേട്ടോ, ആശുപത്രിയിലെ സർജറി റൂം അറേഞ്ച് ചെയ്യുന്നത് പ്രത്യേക കോഴ്സാണ്, അറിയാലോ. അപ്പോൾ അതിൻ്റെ ഒരാളുണ്ട്, അനസ്തേഷ്യക്കാരൻ വേറുണ്ട്, നഴ്സ് അങ്ങനത്തെ ടീം വേറുണ്ട്. ആശുപത്രിയിലെ ഈ എന്താണ് പറയുക, അറ്റകുറ്റപ്പണികൾ നടത്തുന്നവർക്ക് വരെയും ഒരു രോഗിയിൽ നിന്ന് ഇത്ര ശതമാനം പോകുന്നുണ്ട്. ഇതാണ് ക്യാപിറ്റലിസം. അപ്പോൾ ട്രാൻസ്ജെൻഡർ പരിപാടി ഇസ്ലാം പറ്റൂല എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ ലോകത്ത് കൂടുകയും ചെയ്യുമ്പോൾ ആളുകളൊക്കെ ഇതിൽ നിന്ന് മാറി നിന്നാൽ അവരുടെ ഡോളറിൻ്റെ പെട്ടി ഉണങ്ങിപ്പോകും. ഇതാണ് ഓരോ സംഗതിയിലുള്ളത് കേട്ടോ. ഇപ്പോൾ വ്യാപകമായി അവർ നമ്മുടെ നാട്ടിലും കർണാടകയിലും ഒക്കെ ഈ ഹോമോസെക്ഷൽ വിവാഹങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, അല്ലേ? ഹോമോസെക്ഷൽ വിവാഹങ്ങളുടെ പ്രശ്നം എന്താണ്? അതുവഴി നിരവധിയായ ആരോഗ്യ വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ആശുപത്രി ബിസിനസ് നന്നായിട്ട് തഴച്ച് വളരും. ക്യാൻസറൊക്കെ പിടിച്ചാൽ 3 സ്റ്റേജ് 4 സ്റ്റേജൊക്കെ എത്തിയ ഡോക്ടർ ഡേറ്റ് കുറിച്ച് തരും. വല്ലാതെ അപ്പുറമൊന്നും പോകില്ല. അറ്റാക്കൊക്കെ വന്നാലോ എന്തിനാ മരിക്കണമെന്ന് പോലും അറിയാതെ മരിച്ചു പോവാണ്. എയ്ഡ്സ് പിടിച്ചാലോ 10 വർഷം ഇഞ്ചിഞ്ചായി മരിക്കും. അതിൻ്റെ ഇടയിൽ ആൾ മരിക്കൂല. അപ്പോൾ ഈ 10 വർഷം നീണ്ട ചികിത്സ ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഫുഡ്, അയാളുടെ ബ്രെഡ് ആൻഡ് ബട്ടർ. അപ്പോൾ ഹോമോസെക്ഷൽ വിവാഹം വ്യാപകമായി നടന്നാൽ എയ്ഡ്സ് കൂടും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് കൂടി ഇപ്പോൾ 10-12 വർഷത്തിനപ്പുറം ഈ കൊല്ലം ഒരൊറ്റ വർഷം മാത്രം 2000-ത്തിനടുത്ത ആളുകൾക്ക് എയ്ഡ്സ് പിടിച്ച് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അത്രയെങ്കിലും അതിനേക്കാൾ കൂടുതൽ ചിലപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതുണ്ടാവും. ഇനി വല്ല ആവശ്യത്തിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോഴൊക്കെയാണ് അത് പിടിക്കപ്പെടുക. ഗവൺമെൻറ് നന്നായിട്ട് ശ്രദ്ധിച്ച് പ്രചാരണം നടത്തിയിട്ടും എങ്ങനെയാണ് എയ്ഡ്സ് കൂടിയത് എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ, അന്വേഷിക്കാൻ കമ്മീഷനെ വെച്ചിരിക്കുകയാണ് ഗവൺമെൻറ്. നമ്മൾ ലളിതമായി പറയും, ഒരു കമ്മീഷനും വേണ്ട. 2010 മുതലാണ് കേരളത്തിൽ യുക്തിവാദം, നവനാസ്തികത എന്ന രീതിയിൽ തഴച്ചു വളരാൻ തുടങ്ങിയത്. അതിനെ തുടർന്നാണ് ലിബറലിസം വലുതായത്. അതിനെ തുടർന്നാണ് സോനു ദമ്പതന്മാരൊക്കെ ഉണ്ടാകുന്നത്. ദമ്പതികൾ എന്ന് പറയാൻ പറ്റില്ല, ദമ്പതന്മാർ എന്ന് പറയാൻ പറ്റും, എനിക്കറിയില്ല. എന്തായാലും അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അതിനെ തുടർന്നാണ് ആദിലയും നൂറയൊക്കെ വരുന്നത്. ഇവർ കളി കളിച്ച് നടന്നാൽ എയ്ഡ്സ് കൂടിയിരിക്കും. ഞാൻ ലോകാടിസ്ഥാനത്തിലുള്ള കണക്കിലേക്കൊന്നും കിടക്കണില്ലേ, ഒരു സൂചന മാത്രം പറയാം. അമേരിക്കയിലെ എയ്ഡ്സ് രോഗികളിൽ 75% 2% മാത്രമുള്ള ഗേകളിൽ നിന്ന് വരുന്നതാണ്. അമേരിക്കൻ ജനതയിൽ 2% ഗേ. ഗേ എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? ആണും സെക്സ് നടത്തി ദാമ്പത്യം നടത്തി ജീവിക്കണ ഈ സംഘത്തിൻ്റെ പേരാണ് ഗേ. ലെസ്ബിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുസാഖത്ത്, അതായത് പെണ്ണും ഇങ്ങനെ നടക്കുന്നത്. അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ 75% ഗേകളിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഈ ഗേ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത ടീം ആകെ 2% ഉള്ളൂ. അപ്പോൾ അമേരിക്കൻ എയ്ഡ്സ് രോഗികളിൽ 75% അമേരിക്കൻ ജനതയുടെ 2% നിന്ന് വരുന്നു എന്നതിൻ്റെ അർത്ഥം. ഇവർ 10 കൊല്ലം കൊണ്ട് മരിച്ചു തീരും. ഇതുവരെ അതിന് മരുന്നില്ലേ. പ്രത്യേകിച്ച് പാൻഡമിക് രോഗങ്ങൾ, ഈ പകർച്ച രോഗങ്ങൾ മൊത്തം അവരെ ബാധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ദീനീ പ്രവർത്തനങ്ങൾ സജീവാക്കുകയും ജനങ്ങളൊക്കെ അത്യാവശ്യം മുസ്ലിങ്ങളായി ജീവിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരം സംഗതികൾക്ക് ജനങ്ങൾ നശിച്ചിട്ടാണെങ്കിലും വരുമാനം കൂടണമെന്ന ക്യാപിറ്റലിസ്റ്റ് ലക്ഷ്യങ്ങൾക്ക് വലിയ ക്ഷീണം വരും. അതുകൊണ്ടാണ് ഇസ്ലാം സമൺ ടെററിസം എന്നൊരു ക്ലീശ അവർ രൂപീകരിച്ചെടുത്തത്. അതിനുവേണ്ടിയാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടിയത്. ഞങ്ങളൊക്കെ മർക്കസ് പഠിക്കുന്ന അവസാനത്തെ കൊല്ലത്തിലാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടിയത്. സാധാ അവിടെ അമേരിക്ക കുടുങ്ങുകയും ഒരു ഖാദിയാനിസം ക്യാമ്പ് വെച്ചിട്ട് അത് മുടങ്ങുമെന്നുള്ള ആശങ്ക വന്നൊക്കെ ഞാൻ ഓർക്കണം. ആ സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടൽ എന്തിനായിരുന്നു? സത്യത്തിൽ സ്വന്തം പ്രാദേശിക ഭാഷയാകുന്ന പഷ്തു പോലും വായിക്കാൻ അറിയാത്ത അത്താന്ന് പറഞ്ഞ ഒരാളും അയാളുടെ സൗദിക്കാരനായ ഒരു ചങ്ങാതിയും 3 അഫ്ഗാനിസ്ഥാനികളും ചേർന്നാണിത് പൊട്ടിച്ചത് എന്നാണ് അവർ പറഞ്ഞുണ്ടാക്കിയത്. അമേരിക്കയിൽ 5 വിമാനങ്ങൾ ഒരു തട്ടിയെടുത്തു. 5 പേര് ഓരോരുത്തർ ഓരോ വിമാനം തട്ടിയെടുത്തു. അങ്ങനെയാണ് കഥ.
എന്നിട്ട് അവർ സ്പീഡിൽ ഓടിച്ചു പോയി. 500 കിലോമീറ്ററിലേറെ അമേരിക്കൻ്റെ നിയന്ത്രിത വ്യോമപാതയിലൂടെ അവർ സഞ്ചരിച്ചു. അങ്ങനെ അമേരിക്കയുടെ അഭിമാനമായിരുന്ന വേൾഡ് ട്രേഡ് സെൻറ്ററിൽ ഇടിച്ച് കയറ്റി 3 എണ്ണം. പെൻറ്റഗൺ എന്ന് പറയുന്ന അവരുടെ ആയുധപ്പുര ഉണ്ട്, അതിൽ 2 എണ്ണം ഇടിച്ച് കയറ്റി. ഈ കഥ നമ്മളങ്ങനെ വിശ്വസിക്കണം എന്നാണ് അമേരിക്കയും ജൂതന്മാരും പറഞ്ഞത്. ലോകം വിശ്വസിച്ചു. ആ ഒരു പേരും പറഞ്ഞാണ് അഫ്ഗാനിസ്ഥാനെ ആകെ തകർത്തത്. ആ ഒരു പേരും പറഞ്ഞാണ് ഇറാഖിനെ തകർത്തത്. അതായത് ലോകത്തിന് ഭീഷണിയാകുന്ന എന്തോ ഒരു ആയുധം സദ്ദാമിൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് ഇറാഖാവുന്ന വളരെ മുമ്പ് മുതൽ അല്ലേ നാഗരികത രൂപപ്പെട്ട മെസോപ്പൊട്ടേമിയൻ നാഗരികതയാണ് ലോകത്തെ 3ാമത്തെ നാഗരികത. 2ാമത്തെ ആ നാഗരികത രൂപപ്പെട്ട് ഇറാഖിനെ തകർത്ത് തരിപ്പണാക്കി കളഞ്ഞു. അവസാനം ജോർജ് ബുഷ് എന്താ പറഞ്ഞത്? വലിയ ബുഷ്, ആയുധമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ എന്നോട് കർത്താവ് അങ്ങനെ കൽപ്പിച്ചു എന്ന്. ടോണി ബ്ലെയർ, ബ്രിട്ടനിലെ പ്രധാനമന്ത്രി, പിന്നെ പശ്ചാത്താപം നടത്തി. ജോർജ് ബുഷ് പറഞ്ഞനുസരിച്ചാണ് ഞങ്ങളതിന് കൂടിയത് എന്നും പറഞ്ഞിട്ട്. അപ്പം ഇസ്ലാം ടെററിസം എന്ന് ഒരു പൊതു ബോധം സമൂഹത്ത് സൃഷ്ടിച്ചാൽ ആരും മുസ്ലിം ആകാൻ ശ്രമിക്കൂല എന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടിയ ആ ഒരു കൊല്ലം മാത്രം അമേരിക്കയിൽ 25,000-ഓളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. ഇതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അതായത് ആദർശപരമായ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ തോൽപ്പിക്കാൻ ഭൂലോകത്ത് ആർക്കും സാധ്യമല്ല. നമുക്കൊക്കെ ചിലപ്പോൾ ആശങ്ക വരുന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം പഠിച്ചില്ല എന്നതിൻ്റെ അർത്ഥം. അള്ളാഹ് ഉണ്ടോ എന്നുള്ളത്, റസൂലുള്ളാഹി അള്ളാഹുവിൻ്റെ പ്രവാചകനാണോ എന്നുള്ളത്, ഖുർആൻ ദൈവികമാണോ എന്നുള്ളത്, പിന്നെ ഇസ്ലാമിൻ്റെ എന്തെങ്കിലും കർമ്മങ്ങൾ, ഖുർആനിലെ ഏതെങ്കിലും ഒരു വാക്ക് പോട്ടെ, സഹീഹായി റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഏതെങ്കിലും ഒരു ഹദീസിൽ പറയുന്ന കാര്യം, ഇതൊന്നും സമൂഹത്തിന് പറ്റാത്തതാണെന്നോ വേണ്ടാത്തതാണെന്നോ അവർക്ക് ഇത് ആവശ്യമില്ലാത്തതാണെന്നോ ഒന്നും തെളിയിക്കാൻ ഭൂലോകത്തൊരാൾക്കും സാധ്യമല്ല. ഖുർആൻ ദൈവികമല്ല എന്ന് തെളിയിക്കാൻ കഴിയില്ല. ഖുർആനിൽ വൈരുദ്ധ്യമുണ്ട് തെളിയിക്കാൻ വേണ്ടി മാത്രം എത്ര വലിയ യജ്ഞം നടത്തി ഓറിയൻ്റലിസ്റ്റുകൾ. അവർ കൊണ്ടുവന്ന കുറേ സംഗതികൾ ദർസിലെ കുട്ടിക്ക് വരെ സിമ്പിളായിട്ട് മറുപടി പറയാൻ പറ്റുന്നതായിരുന്നല്ലോ. അതിൽ ഖുർആൻ മഅ്സൂം എന്ന് പറയുന്ന തടിച്ച പുസ്തകമുണ്ട്. അത് കേരളത്തിൽ മലയാളത്തിലാക്കിയിട്ട് എത്രയാണ് സൗജന്യ വിതരണം ചെയ്ത്? 405 പേജുണ്ട്. അത് നല്ല മേനിക്കടലാസിൽ ഖുർആൻ പോലത്തെ ചട്ടൊക്കെ വെച്ചാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ കേരളത്തിലൊക്കെ വിതരണം ചെയ്തത്. അതിൽ 10 അധ്യായം ഉണ്ട്. അതിൽപ്പെട്ട ഒരു അധ്യായമാണ് ഖുർആനിൽ ഗ്രാമർ മിസ്റ്റേക്കുകളുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു അധ്യായമാണ് കേരളത്തിൽ ഖുർആനിൽ ശാസ്ത്രീയമായ അബദ്ധങ്ങളുണ്ട്. ഇതൊന്നും ക്ലിക്കാവില്ല. പിന്നെ എങ്ങനെയാണ് ഇസ്ലാമിൽ നിന്ന് സമൂഹത്തെ വേർതിരിക്കുക? അവിടെയാണ് നമ്മുടെ ചർച്ച വരുന്നത്. അവർക്ക് ഈ താന്തോന്നിത്ത ജീവിതം അടിച്ചേൽപ്പിക്കണം എന്നുള്ളതാണ്. അതായത് മതത്തിനോട് താല്പര്യമുള്ളവരെ പോലും അവരുടെ മോഹങ്ങളും മതത്തിൻ്റെ നിയമങ്ങളും എതിരാകുമ്പോൾ മതത്തിൻ്റെ നിയമങ്ങളെ മാറ്റിവെച്ച് അവരുടെ മോഹങ്ങളിലൂടെ കൊണ്ടുപോകാൻ പറ്റും വിധം പാകപ്പെടുത്തണം എന്നുള്ളതാണ്. അതൊരു പരിധി വരെ കേരളത്തിലും നമ്മുടെ കർണാടകയിലൊക്കെ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖത്തീബുമാരിങ്ങനെ സംഗമിക്കേണ്ടി വരുന്നത്. ഇത് വളരെ ഗുരുതരമായൊരു വിഷയമാണ്. കാരണം യുക്തിവാദിയായ ഒരാളും ഒരു ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു ഖുർആൻ ദൈവികമല്ല എന്നത് പിന്നെ ഒരു ഉഷാറിന് പറയണതാ, അള്ളാഹു ഇല്ല എന്നൊക്കെ പിന്നെ ഉഷാറ് പറയണതാ. നേരാവണ്ണം അവരോട് സംസാരിച്ച് നോക്കും, അള്ളാഹ് ഇല്ല എന്നുള്ളതിന് എന്താ തെളിവ് എന്നുള്ളത്. ഒരു ചെറിയ തെളിവ് പോലും അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ കാണണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വട്ടം കറങ്ങുക ചെയ്യുക. പിന്നെ എങ്ങനെയാണ് ഈ എക്സ് മുസ്ലിമിലൊക്കെ ആളുകൾ കുറച്ചാണെങ്കിലും കയറി വരുന്നത്? ഈ തെറിച്ച ജീവിതം നമ്മൾ ആലോചിച്ച് നോക്കുക. ഒരു പെണ്ണിനെ ലൈംഗികമായി ബന്ധപ്പെടാൻ, നല്ല മനോഹരിയായൊരു പെണ്ണിനെ ലൈംഗികമായി ബന്ധപ്പെടാൻ ഒരാൾക്ക് അവസരം കിട്ടുന്നു. ഒരു കുഴപ്പമില്ല, ആരും കാണുന്നില്ല, നല്ല സുതാര്യമായ സ്ഥലം, ഒരിക്കലും CCTV ഒന്നുമില്ല. അയാൾ അതിൽ നിന്നും മാറുന്നുവെങ്കിൽ അയാളെ ദീൻ നിയന്ത്രിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അയാളുടെ മനസ്സിൽ ലാ തഖ്റബു സിന ഓർമ്മ വരുന്നു. സിനൻ്റെ മളറത്തുകളൊക്കെ ദീൻ പറഞ്ഞത് അയാളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നു. അയാൾ അതിൽ നിന്ന് മാറുന്നു എങ്കിൽ, അങ്ങനെ പൂർവികരായ കുറേ ആളുകളുടെ കഥ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ. ബനൂ ഇസ്രായേലിൽപ്പെട്ട 3 ആൾക്കാർ ഗുഹയിൽ കുടുങ്ങിയതും പാറ ഒന്ന് മൂടിയതും
അവർ ചെയ്ത ഓരോ നന്മകൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നതും അങ്ങനെ രണ്ടാൾ ഓരോ നന്മ പറഞ്ഞ് ഇത്തിരി പാറ നീങ്ങിയതും. പിന്നെ മൂന്നാമൻ പറയണ നന്മയുടെ സീരിയസ്നെസ് നമ്മളൊന്ന് മനസ്സിലാക്കണം. സുന്ദരിയായ മാതുലപുത്രി, അമ്മാവൻ്റെ മോൾ, ആദ്യമേ അവളെ പരിഗ്രഹിക്കണം എന്ന് ഇയാൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പല നിലക്ക് ശ്രമിച്ചിട്ടും അയാളൊന്നും തൊടാൻ പറ്റിയില്ല, അത്രക്ക് ഭക്തായിരുന്നു അവൾ. അവസാനം നല്ലൊരു ഗോൾഡൻ ചാൻസ് കിട്ടിയ ആൾക്ക്. ഈ പെണ്ണിന് സാമ്പത്തികമായി വലിയ പ്രശ്നം വന്നു. കടം ചോദിക്കാൻ വേണ്ടി അവൾ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. ബുഖാരി ഷരീഫിലുള്ള ഹദീസാണ്, നമുക്കൊക്കെ അറിയാം. അവസാനം നിവൃത്തികേട് കൊണ്ട് ആ പെണ്ണിന് ഇയാളുടെ ഇംഗിതത്തിന് വഴങ്ങേണ്ടി വന്നു. അങ്ങനെ ഇയാളും പെണ്ണും ഒറ്റക്കായി ഡ്രസ്സൊക്കെ അഴിച്ച്, ആ റസൂൽ പറയണതിൻ്റെ ആ ഒരു ഗൗരവം നമ്മൾ ആലോചിക്കണം. അവളുടെ 2 കാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നു എന്നാണ്. അവളുടെ 2 കാലുകൾക്കിടയിൽ ആരും ഇല്ലാത്തടുത്ത് 2 പേരും നഗ്നരായി അവളുടെ 2 കാലുകൾക്കിടയിൽ ഞാൻ ഇരുന്നു. ആ സമയത്ത് ആ പെണ്ണ് യാ അബ്ദല്ലാഹ് ഇത്തഖില്ല എന്ന് പറഞ്ഞു. അതോടുകൂടെ ഞാൻ എഴുന്നേറ്റു. എനിക്ക് അവളെന്തും ചെയ്യായിരുന്നു ആ സമയത്ത്. ഇതൊരു നന്മയാണെങ്കിൽ പാറ നീങ്ങണം എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് പോരാൻ പറ്റും വിധം പാറയിൽ വിടവ് വന്നത്. ഇത് തഖ്വ നിയന്ത്രിക്കുമ്പോഴേ സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ ഓരോ ചെറുപ്പക്കാരനെയും അല്ലെങ്കിൽ യുവതികളെയും വിവിധ പ്രലോഭനങ്ങൾ കൊണ്ട് ദീന് പാടില്ല എന്ന് പറയുന്ന ഇത്തരം ഒരു സംഗതിക്ക് അവസരം കിട്ടുമ്പോൾ അത് ചെയ്തിരിക്കണം എന്നൊരു മോഹത്തിലേക്ക്, യുക്തിവാദത്തിലേക്ക് ഈ പറയുന്ന എല്ലാവരും ചേർന്ന് മാറ്റി എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. വ്യഭിചാരം മാത്രമല്ല, കള്ളുടി അങ്ങനെ തന്നെ, മയക്കുമരുന്ന് അങ്ങനെ തന്നെ, ഉമ്മനെയും വാപ്പനെയും ബത്സിക്കണത് അതന്നെ, കട്ട് പല ആളുകളെയും വിഷമിപ്പിക്കണത് അങ്ങനെ തന്നെ, വഴക്ക് പറയണതും തെറി പറയണതൊക്കെ അങ്ങനെ തന്നെ. അതായത് മതം നമ്മളോട് പറഞ്ഞ ഏതൊക്കെ ധാർമ്മിക നിയമങ്ങളുണ്ടോ അതിന് വിരുദ്ധമായി ജീവിക്കാൻ ഈ സമൂഹത്തെ പര്യാപ്തരാക്കുക, പാകപ്പെടുത്തുക എന്നതാണ് നവലിബറലിസം നാട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പതിയെ പതിയെ മതത്തോടുള്ള താല്പര്യം മുഴുവനായിട്ടാണ് തീരും. ഇപ്പോൾ ഒരു ഷെയ്ക്കൻ്റെ കൊടുക്കാൻ ഒരു പെണ്ണിന് പറ്റണില്ലെങ്കിൽ മതം എത്രമാത്രം ക്ലിഷ്ടമാണെന്നാണ് പുതിയ കുട്ടി ആലോചിക്കുന്നത്. ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റണില്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ വേണ്ടി പല സംഘടനകളുണ്ട്. SFI അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മതമല്ല, ദൈവമല്ല, അവർക്ക് വേണ്ടത് വോട്ടും ഭരണമാണ്. അതിനാളെ കൂട്ടാൻ എന്തൊക്കെ ചെയ്യും അതൊക്കെ അവർ ചെയ്യും. ഞാൻ അങ്ങനെ ആ സംഘടനയുടെ പേരിനെടുത്ത് പറഞ്ഞത് മറ്റുള്ളവരൊക്കെ നല്ല ശുദ്ധരായിട്ടൊന്നുമല്ല. ഇപ്പോൾ തലശ്ശേരിയിൽ പ്രധാനപ്പെട്ട ഗവൺമെൻറ് കോളേജിൽ ഇവരിറക്കിയ ഒരു സുവനീർ പുസ്തകത്തിൽ നൽകിയ ഒരു പാട്ടുണ്ട്, ഒരു കവിത ഉണ്ട്. എനിക്ക് ഉലമാക്കളുടെ മുമ്പിൽ ഉദ്ധരിക്കാൻ പോലും പറ്റാത്ത വിധം മ്ലേച്ഛാണത്. വല്ലാസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉദ്ധരിച്ചു നിൽക്കുന്ന ലിംഗമുള്ള ഹൂറന്മാരില്ലാത്ത സ്വർഗത്തിന് വേണ്ടി എന്തിനാ സ്ത്രീ നിന്റെ ശരീരത്തെ ഈ കരിമ്പടത്തിൽ മൂടി നടക്കണത്? ഉദ്ധരിച്ചു നിൽക്കുന്ന ആ സംഗതി ഉള്ള ഹൂറന്മാരവിടെ അല്ല, പിന്നെ എന്തിനാ അത് മൂടി വെച്ച് നടക്കണേ? ഞങ്ങളിത് റെഡിയായി ഉദ്ധരിച്ച് നിൽക്കണമെന്നാണ് ഇപ്പം അതിൻ്റെ മനസ്സിൽ. അയക്കൂട് ഉപ്പ എന്നാണ് അതിൻ്റെ മാന. ആ കവിതക്ക് ഫോട്ടോ കൊടുത്താൽ എന്താണെന്നറിയാമോ? പർദ്ദട്ടൊരു പെൺകുട്ടിയെ ചുമരുമ്പോൾ ചാരിയിട്ടൊരു ചെങ്ങായി ഇങ്ങനെ നിർത്തുന്ന ഒരു ഫോട്ടോ. എറണാകുളത്തുള്ളൊരു കോളേജിൽ കഴിഞ്ഞ വർഷം അവർ കോളേജ് തുടങ്ങണ അന്ന് വ്യാപകമായി പതിച്ചൊരു ഫോട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആണും പെണ്ണും സമ്പൂർണ്ണ നഗ്നരായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൻ്റെ ഫോട്ടോ. അതിൻ്റെ ചോട്ടിൽ എഴുതി വെച്ച് തുറച്ചു നോക്കണ്ട, എങ്ങനെ ഉണ്ടായത് എന്ന് ആലോചിച്ചാൽ മതി എന്ന്. ഇതൊക്കെ നോർമൽ വൽക്കരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ആകെ മൊത്തം ടോട്ടൽ. അങ്ങനെ ഉണ്ടായത് എങ്ങനെയെന്നുള്ള ആലോചിക്കുകയാണെങ്കിൽ അതിങ്ങനെ തന്നെ എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ കൊടുക്കാൻ പറ്റും. അങ്ങനെ വിസർജിക്കണതിൻ്റെ ഫോട്ടോ അടിയിൽ നിന്ന് എടുത്ത് കൊടുത്തൂടെ? തുറച്ചു നോക്കണ്ട, രാവിലെ എന്തേ ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ചെയ്യാലോ. വേണമെങ്കിൽ വീഡിയോ ഒക്കെ കൊടുക്കാമല്ലോ, അതൊരു കലാപരിപാടി തന്നെയല്ലേ. അതായത് മതം മുന്നോട്ട് വെക്കുന്ന ധാർമ്മികത ഉണ്ടല്ലോ, അത് മൊത്തം എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റും അങ്ങനെയൊക്കെ തകർക്കുക എന്നുള്ളതാണ് മതവിരുദ്ധരുടെ ലക്ഷ്യം. നമ്മൾ തോറ്റു പോണൊരു മേഖലയും തന്നെയാണ് കേട്ടോ. ദാർശനികമായി നിങ്ങളൊക്കെ ഒന്ന് മെനക്കെടുകയാണെന്നുണ്ടെങ്കിൽ അള്ളാൻ്റെ വജൂദും ഖുറാൻ്റെ ഇജാസും മുത്തറസൂലിൻ്റെ നുബുവത്തൊക്കെ മനോഹരമായി സമർത്ഥിക്കാൻ വലിയ പണിയൊന്നുമില്ല.
നിങ്ങളൊക്കെ ഒന്ന് മെനക്കെട്ടാൽ മാത്രം മതി. നേരെ മറിച്ച് മയക്കുമരുന്ന് എൻജോയ് ചെയ്ത് ശീലിച്ച ഒരു കുഞ്ഞിനെ അതിൽ നിന്ന് മാറ്റി മയക്കുമരുന്നില്ലാത്തൊരു ലോകത്തേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഉംറ് മൊത്തം ലായാക്കിയാലും സാധ്യമാവില്ല. ഈ ഒരു പരിമിതിയിലാണ് നമ്മളുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഭാഗ്യം കൊണ്ട് ദായികളാവുന്നത്. ഭാഗ്യം കൊണ്ട് ഞാൻ ബോധപൂർവം പറഞ്ഞാണ്. ഈ MDMA ഒരു വട്ടം മൂക്കിലൂടെ കയറി കഴിഞ്ഞാൽ അഡിക്റ്റായി എന്നാണ്. കൃത്യം 24-ാമത്തെ മണിക്കൂറിൽ വയലൻ്റ് ആവുക കുട്ടി, സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ. 3 വർഷം കൊണ്ട് ഭ്രാന്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തും. വല്ലാതെ ജീവിക്കുകയാണെങ്കിൽ 4 മുതൽ 6 വരെ വർഷം മാത്രം മരിച്ചു പോകും. ഇതാണ് വസ്തുത എന്ന് ശരിക്കറിയുന്ന ഡോക്ടർമാർ പോലും ഇതിൻ്റെ അഡിക്റ്റുകളാണ്. അതാണ് വൈരുദ്ധ്യം. കേരളത്തിലെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് MDMA ആയിട്ട് ഒരു യുവ ഡോക്ടറെ പിടിച്ചു. അയാൾ പോലീസോട് പറഞ്ഞ് എന്നിൽ നിന്ന് ഇത് വാങ്ങി ഉപയോഗിക്കുന്ന 16 ഡോക്ടർമാർ കൂടെ ഇവിടെ ഉണ്ടെന്നാണ്. ഒരു സോഴ്സിൽ നിന്ന്. വേറെ ഡോക്ടർമാരും മെഡിക്കൽ സ്റ്റാഫും വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങലുണ്ടോയെന്ന് അറിയില്ല. അതിന് വേറെ പൊളിഞ്ഞിട്ട് വേണം. എന്നുവെച്ചാൽ മെഡിക്കൽ കോളേജിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാതെ നല്ല എഫക്റ്റീവാണെന്നാണ് അയാൾ പറഞ്ഞത്. ഇത് വെച്ചിട്ടാണ് സർജറി നടത്തുന്നത്. അങ്ങനെയാണ് കത്തി മറന്നിച്ചു പോരുന്നത്. പലയിടത്തും സമരം ഉണ്ടാകുന്നുണ്ടല്ലോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പ് ഒരു മുസ്ലിം പെണ്ണ് കുറേ മാസങ്ങൾ സമരം ചെയ്തു. അവർ സിസേറിയൻ കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് കത്രിക കിട്ടി. അതായിരുന്നു വിഷയം. മറന്നതാ. അവിടെ കുറേ ഉള്ളതുകൊണ്ട്, അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞാൽ വേറെ കിട്ടണോണ്ട് അത്ര വിഷയമാക്കിയില്ല. അതാണ്. വേറൊരു ഹൈന്ദവ പെണ്ണ് കുറേ കാലം വേദന സഹിച്ച് പെയിൻ കില്ലർ തിന്ന് 9 മാസത്തോളം. ഒരേ ഡോക്ടർക്ക് പോലും ഒന്ന് എക്സ് എടുക്കാൻ പറയാൻ തോന്നിയില്ല. പാവം, അവളുടെ ഗതികേട്. ഒരു ദിവസം രാത്രി നന്നായിട്ട് വേദനിച്ചു കൊടുക്ക്. തീരെ ഉറങ്ങാൻ പറ്റിയില്ല. അങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങോട്ടും തിരിഞ്ഞൊക്കെ കിടന്നു. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പുണ്ട് കത്രികൻ്റെ തുമ്പ് പുറത്തേക്കിട് വന്നിരിക്കണം. മയക്കുമരുന്ന് ആദ്യം ബാധിക്കുക കണ്ണിനാണല്ലോ. ചിലപ്പോൾ നിങ്ങളെ പത്രത്തിലൊക്കെ വരുന്നുണ്ട്, അറിയില്ല. മലയാള പത്രത്തിലൊക്കെ വരാറുണ്ട്. എനിക്ക് ഈ ദിനമണിയൊന്നും അറിയാത്തതുകൊണ്ടൊരു പ്രശ്നമുണ്ട്. ദിനമണി തമിഴ്നാട്ടിലല്ലേ? ഇവിടെ എന്താ ഉദയം? ഞാനൊക്കെ ഉദയവാണി ഞാനൊക്കെ ഉണ്ടായിരുന്നല്ലോ ഫസ്റ്റ് പേജിലൊരു സമയത്ത് നിങ്ങളൊരു പത്രത്തിൽ. എന്താണ് വിധവകൾ വീട്ടിലിരിക്കണമെന്ന് സഖാഫി എന്നുള്ള ഹെഡിങ്. ഞാനൊരു ഫസ്റ്റ് പേജിൽ എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായതല്ലോ. സെറ്റപ്പ് അല്ല അല്ലേ? ഞാൻ മർക്കസിലൊരു ഈ കന്നഡ അറിയണ കുട്ടീനോട് വായിപ്പിച്ച് നോക്കുമ്പോൾ വല്ലാസിൽ എന്താ വെച്ചാൽ വിധവകൾ വീട്ടിലിരിക്കണമെന്ന് സഖാഫി. എനിക്ക് സന്തോഷമായി. കാരണം ഞാനായിട്ട് പറഞ്ഞൊന്നുമല്ലല്ലോ ഇപ്പം. ഏതായാലും ഇവിടൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും കേരളത്തിലൊക്കെ വരാറുണ്ട്. വ്യാജമദ്യ ദുരന്തം 200 പേരുടെ കണ്ണ് നഷ്ടപ്പെട്ടു എന്നൊക്കെ, കാഴ്ച നഷ്ടപ്പെട്ടു. എങ്ങനെ കാഴ്ച നഷ്ടപ്പെടുന്നത്? ആദ്യം ഇത് ബാധിക്കണ അതിനാണ്. ഇവരാടുന്നത് പോലും അതുകൊണ്ടാണെന്നാണ്. നടത്തത്തിൽ ആടുന്നത് ബാലൻസ് തെറ്റിയിട്ട് ആണെങ്കിൽ നടക്കാൻ കഴിയില്ല. അവിടെ വീണിട്ടുണ്ടാവും. നടക്കാൻ കഴിയുന്നുണ്ടാവും. അവന് കാല് കഴിഞ്ഞിട്ടൊന്നുമല്ല. ആടനെ പിന്നെ എന്തിനാ അറിയാം. അങ്ങനെ ഭൂമി അങ്ങോട്ട് വീഴുണ്ടെന്ന് തോന്നണം അവർക്ക്. അപ്പോൾ ഇങ്ങോട്ട് നിൽക്കുക, വീഴാണ്ടിരിക്കാൻ ആരും ചെയ്യും, പാവം. അപ്പോൾ ഇങ്ങോട്ട് വീഴുന്നുണ്ടോ തോന്നും. ദൂരം നിന്ന് പോലീസിന് മനസ്സിലാക്കും ഇത് കുടിച്ച് എങ്ങനെയാണ് വണ്ടി ഓടിക്കണത്. എന്നാൽ വണ്ടി ഇങ്ങനെ വരിക, നേരെ വരില്ല. അലൈൻമെൻറ്റ് എത്തിയ വണ്ടിൻ്റെ വരി ഇങ്ങനെ വരുള്ളൂ. അതൊക്കെ കണ്ണിൻ്റെ തകരാറാണ് ഞാൻ പറയണത്. അപ്പോൾ കണ്ണ് നശിച്ചു, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വരുമ്പോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇത് ഉള്ളിൽ പോവും. എല്ലാ ഡോക്ടർമാരും ഇങ്ങനെയാണെന്നൊന്നുമല്ല ഞാൻ പറയണത്. അപ്പം ഇത് ശീലിച്ചൊരു കുട്ടീനെ എങ്ങനെയെന്ന് മാറ്റുക? ഗൾഫിലൊക്കെ വ്യാപകമാണെന്ന്. അല്ല, ഗൾഫിലെ രാജ്യത്തു നിന്നൊരു വാപ്പ വിളിച്ചു, 2 മക്കൾ ഇവിടെ വന്നിട്ട് MDMA ആളയക്കണം, നിങ്ങളൊരാഴ്ചക്ക് വരുമല്ല, ചിലവ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട്. ഗൾഫ് പോകാനൊരു ആവേശമൊക്കെ ഉണ്ടെങ്കിൽ തിരക്കിടില്ല. കാര്യം ഞാൻ പോയിട്ടൊരു കാര്യമില്ല. ഒരു ക്ലിനിക്കൽ സൈക്കാട്രിസ്റ്റ് പോയിട്ടും ഒരാഴ്ച കൊണ്ടൊന്നും MDMA ആയ കുട്ടീനെ ശരിയാക്കാൻ പറ്റില്ല. അതിൻ്റെ പുറമെ എന്താ അറിയോ, ഞാൻ അതിനാ വന്നതെന്ന് അവരെ അറിയാൻ പാടില്ല. ഞാൻ അങ്ങനെ അവരായിട്ട് ഇങ്ങനെ നടക്കണം. അതുപോലെ ജോലി സമയത്തൊന്നും പറ്റില്ല. എന്നിട്ട് ഇങ്ങനെ എന്ത് ചെയ്യണം? ആ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോപ്പം പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യണം? ഈ സമൂഹത്തിനുള്ള അമിതമായ ആത്മവിശ്വാസം നോക്കണം. ഞാൻ അതൊക്കെ നടക്കുന്നതാണ്. ഈ മാൻഡ്രേക്കിൻ്റെ മാജിക് സ്റ്റിക്കൊക്കെ ഉണ്ടെങ്കിൽ തിരക്കടി ഞങ്ങൾ നാട്ടിയിട്ട് അത് കഥയിലെല്ലാം നടക്കുള്ളൂ. മായാവി ഒരു മന്ത്രം ചൊല്ലി പൂച്ചക്കുഞ്ഞും പുലിയായി, അത് അവിടെ നടക്കുള്ളൂ. ഇവിടെ നടക്കൂല. നടക്കോ? പിന്നെ ആ സാധുവിനെ വിളിച്ചു, നിങ്ങൾ വരായിട്ടല്ലേ വലിയവനെ പോലീസ് ഇടിച്ചുകൊണ്ടു, ഇനിയും പുറത്തിറങ്ങുമെന്ന് അറിയില്ല പറഞ്ഞാൽ. സങ്കടം തോന്നി സത്യത്തിൽ.
ഞാൻ പോയിട്ട് അയാളുടെ ചിലവും കൂടി എന്തിനാണ് നശിപ്പിക്കണത്? ടിക്കറ്റ് എടുക്കണം, വിസ എടുക്കണം, എനിക്ക് ഹോട്ടൽ ബുക്ക് ചെയ്യണം. നിങ്ങൾ വരായിട്ടല്ലേ എന്നാൾ ചോദിച്ചപ്പോൾ ഒരു മനസ്സിന് കുത്തു വന്നു. ഇതൊരനുഭവമൊന്നുമല്ല, കുറേ ഉണ്ട്. റബിലവല് ഗൾഫിലൊരു സ്ഥലത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജോലിയില്ല, പട്ടിണിയാണ്, പാർക്കിലും പള്ളിയിലൊക്കെ മുറ്റത്തൊക്കെ കടന്നുറങ്ങാണ്, ജോലിക്ക് തുരക്കണം എന്നാണ് 2 ചെറുപ്പക്കാരേറ്റ് വന്നു. കണ്ടപ്പോഴേ എനിക്ക് നെഗറ്റീവ് അടിച്ചു. ഏതായാലും ജോലിക്കൊക്കെ തുയർന്നു. നമ്മൾ ചിരിച്ചു കളിച്ച് നടക്കണ അന്ന് അവർക്ക് ജോലി കിട്ടുകയും ചെയ്തു. അന്ന് തന്നെ പിറ്റേന്ന് വേദന കൊണ്ടുവന്ന് നിൽക്കണ്, ജോലി കിട്ടിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനതത്ര കാര്യത്തിലെടുത്തൊന്നുമില്ല കേട്ടോ. അതിൻ്റെ പിറ്റേന്നുണ്ട് വന്നിരിക്കണ്, ജോലി പോയി കേട്ടോ പറഞ്ഞിട്ട്. ജോലി പോകാതിരിക്കാൻ വരക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല ചേട്ടാ, ജോലി കിട്ടാതെ വരക്കാനേ പറഞ്ഞിട്ടുള്ളൂ. വൈരുദ്ധ്യമായി എന്ന് പറയാൻ നിൽക്കണ്ട വെറുതെ. അപ്പൊക്കെ നിങ്ങൾ വൈരുദ്ധ്യം കണ്ടുപിടിക്കണ്ട. 600 റിയാൽ പിരിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കൊടുക്കാൻ വേണ്ടി. ഞാൻ വാശി പിടിച്ചു 100 കൊടുത്താൽ അതിപ്പോൾ, പിന്നെ വേണമെങ്കിൽ പിന്നെ കൊടുക്കാം. അവർക്കൊക്കെ പാവം തോന്നി, സ്താ കൊടുക്കോ സ്താ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എന്തുകൊണ്ട് ജോലി പോയി എന്നുള്ള 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അറിവായി. ഈ ജോലി കൊടുത്ത സാധുവിൻ്റെ മാനേജർക്ക് അന്ന് രാത്രി വരെ MDMA വിൽക്കാൻ ശ്രമിച്ചു. കുറച്ച് മയത്ത് ചെയ്യണ്ടേ 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട്. അന്ന് രാത്രി തന്നെയെന്ന് MDMA വിൽക്കാൻ ശ്രമിച്ചു എന്നാണ്. അവരിടക്കിടക്ക് ഫോൺ വിളിക്കുകയാണല്ലോ പുറത്തിറങ്ങിയിട്ട്, ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട്. അപ്പോൾ ഉടമ പറഞ്ഞ് പാടില്ല, ഇവിടെ ഫ്ലാറ്റാണ്, ഇവിടെ മറ്റേ കുടുംബമൊക്കെ താമസിക്കണേ. പക്ഷെ അവർ പിന്നെയും ഫോൺ വിളിക്കും. എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ കണ്ടപ്പോൾ എനിക്ക് നെഗറ്റീവ് അടിച്ചതുകൊണ്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താണ് ഇത്? വ്യാപകമാണ്. 1 കിലോ MDMA പിടിച്ചു, ഒമാനിൽ നിന്ന് വന്നത്. നമ്മൾ റിപ്പോർട്ട് വായിക്കില്ലേ? അങ്ങനെയാണുള്ളത് സംഭവങ്ങൾ. അപ്പോൾ എവിടെയും ഇത് വ്യാപകമാണ്. ഈ സംഭവത്തിലേക്ക് ഏതെങ്കിലും ഒരു നിമിഷം അകപ്പെട്ട നമ്മുടെ മഹലിലൊരു യുവാവ് ഓനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ നല്ല വല്യമ്മ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാരക്കുന്നുണ്ടെങ്കിലേ സാധാരണഗതിയിൽ നടക്കുള്ളൂ. ഇപ്പം ചികിത്സ കുറേയൊക്കെ ഉണ്ട്, ചിലരൊക്കെ രക്ഷപ്പെടാറുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ നിന്നൊരു ബോധം വേണം. ഇത് ഉപയോഗിച്ചു തുടങ്ങിയവന് ഉള്ളിൽ നിന്ന് ബോധം ഉണ്ടാവില്ല. എങ്ങനെയെങ്കിലും ഇത് അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിക്കണം എന്നുണ്ടാവും. നമ്മൾ വീട്ടിൽ ഹബ്സിടൊക്കെ ചെയ്യും, തലയിടിക്കും ചങ്ങാതിമാർ, ചോര ഒഴിക്കും. എന്നിട്ട് ഈ ഒഴുകണ ചോര ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിൽ കുറച്ച് തരിപ്പുണ്ടാവും. ഇതൊക്കെ റിപ്പോർട്ടുകൾ പറയണതാണ്, അല്ലാതെ ഞാൻ അങ്ങനെ ഊഹിച്ച് പറയണതല്ല. താമരശ്ശേരിയിൽ നമ്മളൊരു സുഹൃത്തല്ല, ഒരു പരിചയക്കാരൻ എന്നെ വിളിച്ചു. ഓൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ MDMA ആളായിക്കാണ്, എന്താ കാട്ടുക, എന്തൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഞാൻ മെഡിക്കൽ സംഗതികളൊക്കെ പറഞ്ഞെടുത്തു, അവിടെ പോയിക്കോ, എല്ലാം നിങ്ങളൊന്ന് വരണം. ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഒരു ആഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇപ്പം നല്ല ഉഷാറായിക്കണം, ഇപ്പം നിങ്ങളൊന്ന് വന്നാൽ മതി. ഞാൻ ചോദിച്ചു എന്ത്? ഞങ്ങളവനെ വീട്ടിലവിടെ പൂട്ടിയിട്ടു, പുറത്തേക്കട് വിടുന്നില്ല. എന്നിട്ട് ചോദിച്ചു ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നിങ്ങളെ മനോഹരമായി പറ്റിച്ചോണ്ടിരിക്കണേ, സ്ഥിരമായിട്ട് ഇപ്പോൾ പഴയതിലേറെ ഇത് യൂസ് ചെയ്യണുണ്ട്. എന്താ സ്ഥലങ്ങൾ അങ്ങനെയെന്നൊക്കെ പറഞ്ഞ അയാൾ കുറേ പയ്യാരം പറഞ്ഞു. ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളൊക്കെ കാണാൻ വരാറുണ്ടോയെന്ന് ചോദിച്ചു. ആ സുഹൃത്തുക്കളൊക്കെ കാണാൻ വരും, ഓലൊക്കെ പാപ്പയാൾ, ആ ലിങ്ക് പിടിച്ചാൽ മതി കേട്ടോ എന്നും പറഞ്ഞു. പിന്നെണ്ടാ ചങ്ങായി ടെൻഷനായി പിടിക്കണ്, ഞങ്ങൾ കുടുങ്ങി എന്നൊക്കെ പറഞ്ഞ. എന്താ അറിയോ, ഈ ചില സുഹൃത്തുക്കൾ വരുമ്പോൾ കൃത്യമായി സാധനം ഒരു കൊടുത്തു കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇത് ശീലിച്ചൊരുത്തന് ഇവരെ അബ്സ് ചെയ്യുമ്പോഴേക്ക് അങ്ങോട്ട് നന്നാവാൻ കഴിയില്ലെന്ന്. കാരണം അത്ര മാരകാണ് ഈ സാധനം. അപ്പം കേരളത്തിലാവട്ടെ നമ്മുടെ നാട്ടിലാവട്ടെ, പ്രത്യേകിച്ച് മുസ്ലിം കുട്ടികളെ ടാർഗറ്റ് ചെയ്ത് മയക്കുമരുന്നുകാരാക്കണം എന്നൊരു സംഘം വിചാരിച്ചാൽ ഹത്തീബാവുന്ന നമ്മുടെ മുമ്പിൽ ഒരു കാര്യമായ റോളുള്ളത് ഈ സംഗതികളെക്കുറിച്ച് സമൂഹത്തെ പഠിപ്പിച്ച് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. സത്യത്തിൽ ഗവൺമെൻറ്റൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും, കേരളത്തിലൊക്കെ ഉണ്ടാകലുണ്ട്. എന്തിനെതിരെ? മയക്കുമരുന്നിനെതിരെ. അവരെ മയക്കുമരുന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ? ഈ MDMA, കഞ്ചാവ്, ബ്രൗൺ ഷുഗർ, ഹഷീഷ്, മരിജുവാന, ഇതൊക്കെ ഞങ്ങളെ നാട്ടിലേക്ക് വരുന്നത് നിങ്ങളെ ബാംഗ്ലൂരിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾക്ക് അതിൽ വലിയൊരു മഹത്വം അവകാശപ്പെടാനുണ്ട്. ഈ സാധനങ്ങളൊക്കെ കാര്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന ബാംഗ്ലൂരിൽ നിന്നാണ്. ബാംഗ്ലൂരിലെ ചെറുപ്പക്കാരൊന്നും ഇങ്ങനല്ലത് ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് മോഡൽ ഉപയോഗം സിനിമ പെണ്ണുങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നതൊക്കെ ബാംഗ്ലൂരിനെ മാതൃകയാക്കിയിട്ടാണ്. ഈ കിത്താൻ കഴിക്കാത്ത സാധനത്തിൻ്റെ തൊലി പൊളിച്ച് അതിൻ്റെ ഉള്ളിലിടലാണ് അത്ര നന്നായിട്ട് എഫക്റ്റ് ചെയ്യാൻ കാരണം. അത് പെണ്ണുങ്ങളത്ര പറഞ്ഞു കൊടുക്കണം. ബാംഗ്ലൂരിലൊക്കെ ഇപ്പം അങ്ങനെയാണ്. നിങ്ങൾ ഈ പഴയ മോഡലിൽ ഏതെങ്കിലും ചൂടാണ് പ്രതലത്തിലിട്ട് അടിയിൽ തീക്കാച്ചിക്കും എന്നൊക്കെ പറയണത് ഇതൊക്കെ ഏത് കാലത്ത് എടുത്തു പോയതാന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് നിങ്ങളെ ബാംഗ്ലൂരിൽ നിന്നാണ്. അൽഹംദുലില്ലാ, തർക്കടില്ല, ഞങ്ങൾക്ക് അതിൻ്റെതായ ഒരു പങ്കുണ്ട്. അപ്പോൾ ഈ സാധനങ്ങൾക്കെതിരെയാണ് ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്.
പലപ്പോഴും എനിക്കൊക്കെ തോന്നും, അങ്ങനെ പറയാൻ പറ്റുമെന്ന് അറിയില്ല, ഇവർക്ക് ഇതുകൊണ്ട് ലാഭമില്ലല്ലോ, ഒക്കെ കരിഞ്ചന്തയാണല്ലോ, അതുകൊണ്ടാവുന്നു. കാരണം എന്താ അറിയോ, ഇപ്പം നിലവിൽ കേരളത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലേറുമ്പോൾ 28 ബാറാണ് കേരളത്തിലുള്ളത്. ഇപ്പം 979 ഇപ്പോൾ. ഈ കള്ളു കുടിച്ചാലും ഭൂഷവും, കള്ളു കുടിച്ചാലും വട്ടം കറങ്ങും, കള്ളു കുടിച്ചാലും ഭാര്യനെ മക്കളെ ഉപദ്രവിക്കും, കള്ളു കുടിച്ചാലും സാമൂഹിക ബന്ധം നശിക്കും, കള്ളു കുടിച്ചാലും ആരോഗ്യം നശിക്കും, കള്ളു കുടിച്ചാലും ഈ ആത്മഹത്യാ ടെൻഡൻസി വരും. മലയാളികൾ ഇങ്ങനെ മരിക്കണമെന്ന് പറഞ്ഞ് കേരളത്തിൽ ആത്മഹത്യയെ പറ്റിയൊരു മനോഹരമായ പുസ്തകമുണ്ട്. സിബി മാത്യു എന്ന് പറയുന്ന പഴയ പോലീസുകാരൻ എഴുതിയത്. അപ്പോൾ മഹല് നമ്മളൊരു നല്ല രീതിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മഹലിലെ ഓരോരുത്തരെയും ഖത്തീബുമായി ബന്ധമുള്ള, മഹല്ല് കമ്മിറ്റിയുമായിട്ട് ബന്ധമുള്ള, വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ ഖത്തീബിന് ബന്ധമുള്ളവരായിരിക്കണം നമ്മുടെ മഹല്ലിൽ ഓരോരുത്തരും. അതെങ്ങനെ സാധിക്കാന്ന് വെച്ചാൽ നമ്മുടെ മിടുക്ക്, അതൊരു ഫോർമാറ്റ് പറയാൻ പറ്റൂല. അതിന് മഹല്ലിലെ കുട്ടികൾക്ക്, ചെറുപ്പക്കാർക്ക്, വലിയവർക്ക് ഒക്കെ ഖത്തീബ് ഉസ്താദിനെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട് തോന്നണം. ആ ദ്വാക്ക് നേതൃത്വം നടത്തുന്നല്ല, ആ ഗുണവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല. അവരുടെ കേസുകളിൽ ഖത്തീബ് ഉസ്താദ് ഇടപെടുന്നുണ്ട്. അവരുടെ കുട്ടികളെ കെട്ടിക്കാൻ കാശില്ലേ, ഖത്തീബ് ഉസ്താദ് കുറേ കയ്യിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വിധവകൾക്ക് കല്യാണം ഉണ്ടാക്കാൻ ഖത്തീബ് ഉസ്താദ് നേതൃത്വം കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ വിവിധങ്ങളായ സഹായങ്ങളുണ്ട്. അതിൻ്റെ പ്രത്യേകം പുസ്തകങ്ങളൊക്കെ ഉണ്ട്, നമ്മുടെ ഓഫീസിലൊക്കെ ഉണ്ട്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പാവപ്പെട്ടവന് ജീവിക്കാൻ മാത്രമൊക്കെ കേരളത്തിലൊക്കെ ഗവൺമെൻറ് പല ജാതി സംഗതി കൊടുക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതലായിരിക്കും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ആ പുസ്തകമോ അല്ലെങ്കിൽ അത് സംബന്ധമായ രേഖകളോ പരിശോധിച്ച് അതിനർഹരായ നമ്മുടെ നാട്ടിലെ ഖത്തീബുമാർ, നാട്ടിലെ നമ്മുടെ മഹല്ലിലെ മെമ്പർമാർ അതിലേക്ക് നടത്തുകയാണെങ്കിൽ, അതിൻ്റെ അപേക്ഷ പൂരിപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ ഖത്തീബിനെ കൊണ്ട് നാടിന് ഉപകാരം ഉണ്ടെന്നുള്ളൊരു തോന്നലിലേക്ക് എത്തും. ഈ ക്രിസ്ത്യാനി ഖത്തീബുമാരുണ്ടല്ലോ, പള്ളിയിലച്ചന്മാർ, ഓല് സമരങ്ങളിലുണ്ടാവും, ജനകീയമായ ഏത് മുന്നേറ്റം ഉണ്ടോ അതിലൊക്കെ അവരുണ്ടാവും. അങ്ങനെ വരുമ്പോൾ വെറും ഒരു ജുമാക്ക് നേതൃത്വം കൊടുക്കുന്ന കുർബാന നടത്തുന്ന ആൾ എന്നതിനപ്പുറം അവർക്കൊരാവശ്യ ഘടകമാണെന്ന് അവരുടെ ഇടവകയിലെ ഓരോ ഷൊമ്മാശനും തോന്നും. നമ്മൾ പലപ്പോഴും അത് വിജയിപ്പിച്ചെടുത്ത നല്ല ഖത്തീബുമാരുണ്ട്. പക്ഷെ പലരും നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ജോലി സാധ്യതയായിട്ട് മാത്രമാണ്. ഞാനത് ആക്ഷേപിക്കാൻ പറയുന്നത് കരുതരുത്. നമ്മുടെ നാട്ടിലെ സമ്പൂർണ്ണമായ ഫയൽ തയ്യാറാക്കണം, റിപ്പോർട്ട്. അതിന് കുറേ ചെറുപ്പക്കാരൊക്കെ നേതൃത്വത്തിൽ ഏൽപ്പിക്കണം. അങ്ങനെ വരുമ്പോഴുള്ളൊരു സംഭവം നമ്മൾ വല്ലാതെ ഇടപെടുക എന്നുള്ളതാണ്. അത് 100% കൺട്രോൾ ചെയ്യും വേണം. ഒരു മഹല്ലിലുണ്ടായിരുന്നു ഇങ്ങനെ രാജകീയ ഭരണം നടത്തിയ നല്ലൊരു ഖത്തീബ്. ആളവസാനം ഈ വീട് കുടിയിൽ എന്താ പറയുക, കുടിയിരിക്കല, വീട് ഉദ്ഘാടനത്തിന് അടുക്കളയിൽ പോകലും തീ കിടക്കലും ഒക്കെ ആകെ വ്യാപകമായി. അതിനെ തുടർന്ന് കുറച്ച് പ്രശ്നങ്ങൾ പിന്നെ ഉണ്ടായി. അത് വരാൻ പാടില്ല. നമ്മുടെ ലിമിറ്റ് കീപ്പ് ചെയ്യണം. വല്ലാസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അതിനൊരു ഫോർമാറ്റ് പറയാൻ പറ്റൂല. ഒരു നാട്ടിൽ ജനകീയ സമരം നടത്തുന്നുണ്ട്, അവിടെ ഖത്തീബ് ചിലപ്പോൾ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും അയാൾ അതിനാളെ സജ്ജരാക്കണം. ഖാദി മുഹമ്മദൊക്കെ എഴുതിയ പ്രധാനപ്പെട്ട ഒരു കിതാബ് എന്താണ്, സാമൂതിരിക്ക് വേണ്ടിയുള്ള സമരാഹ്വാനാണ്. ഖാദി മുഹമ്മദ് അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. 500 കിതാബ് ഉണ്ടാക്കി ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായ അദ്ദേഹം ജനങ്ങളെ സമരത്തിന് ഉത്സുകരാക്കാൻ വേണ്ടി ഖുത്ബ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമുക്ക് അതിനെ നാനാവശവും പഠിച്ചിട്ട് അതിൽ ഇടപെടാൻ പറ്റുമെങ്കിൽ ഇടപെടണം. പിന്നെ ഒരു പാവപ്പെട്ട കുടുംബമുണ്ട്, എല്ലാവരും അവഗണിക്കണം. തങ്ങന്മാരൊക്കെ ഉണ്ടാവും, ആരും സക്കാത്തും കൊടുക്കൂല, സതക്കയും കൊടുക്കൂല, അങ്ങനെ ഇടങ്ങാറായി നിൽക്കുന്നുണ്ടാവും. എന്നാലും ഹുംസൊന്നും ഇപ്പല്ലേനും. ആ ടീമിനെ നമ്മൾ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ സ്ഥിരമായിട്ട് വേണമെങ്കിൽ ഒരു ബാങ്ക് തുടങ്ങാൻ വരെ ഖത്തീബിന് പറ്റും. നമ്മുടെ കാരന്തൂർ മഹല്ലിലൊക്കെ ഉസ്മാൻ മുസ്ലിയാരുടെയൊക്കെ നേതൃത്വത്തിൽ എത്ര കൊല്ലമായി വളരെ സക്സസ് ആയിട്ടാണ് നടന്നു വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഈ ധന സ്ഥാപനങ്ങൾ, പലിശ സ്ഥാപനങ്ങൾ, അതിൽ ബന്ധപ്പെടുക എന്നുള്ളത് ഏത് മുഅ്മിനെ സംബന്ധിച്ചും ആത്മീയത നശിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമുക്കറിയാലോ, ഈ ടീമിനോട് ബന്ധപ്പെടാതെ ഒരാളുടെയും വീട് നിർമ്മാണം നടക്കണില്ല, മോളെ കല്യാണം ഒന്നും നടക്കണില്ല.
കേരളത്തിലെ അവസ്ഥ എനിക്ക് പ്രത്യേകിച്ച് അറിയാം. ഇവിടെയൊക്കെ ഏകദേശം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം നടന്നു വരുമ്പോൾ മുത്തൂറ്റ് മിനി, ഞാൻ ഇപ്പോൾ പോന്നപ്പോൾ കരുതിയിട്ടുണ്ടായി ഇവിടെ ഒരു ആശുപത്രി ഉണ്ട്, ഒരു ചെസ്റ്റിൻ്റെ ആശുപത്രി. അതിൽ ആദ്യം തന്നെ കാണുന്നത് ഞങ്ങളെ കേരളത്തിൽ ആസ്ഥാനമായിട്ടുള്ള ഫെഡറൽ ബാങ്കിൻ്റെ വലിയൊരു കൗണ്ടറാണ്. ഉണ്ടാവും, ഞാനത് കണ്ടിട്ടുണ്ട്. അവരുടെ നീല ബോർഡ് കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചവരാണ്. ഞാൻ പറയണതൊന്നുമല്ല, അതൊക്കെ ഔദ്യോഗിക ബാങ്കുകൾ. അതല്ലാത്ത ഈ ധനകാര്യ സ്ഥാപനങ്ങൾ കുറേ ഉണ്ട്. ഈ ആഭരണം കൊണ്ടൊക്കെ പൈസ വാങ്ങുക എന്നുള്ളത്, അത് ഈ സമൂഹത്തിലുണ്ടാക്കുന്ന അനർത്ഥങ്ങൾ ചെറുതൊന്നുമല്ല. ഫ്ലാറ്റ് ലോണാണ്. എത്ര കാലം നമ്മൾ അടക്കണ്, നമ്മുടെ മൂലധനം എത്ര തീർന്നാലും അവസാന അടവ് വരെയും ആദ്യം കണക്കാക്കിയ പലിശ കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ ഹൗസിംഗ് ലോണിൻ്റെ ഒക്കെ പ്രത്യേകത. അതായത് ഇപ്പോൾ പലിശ, ഇപ്പോൾ നമ്മൾ 15 ലക്ഷം അവിടുന്ന് കടമെടുക്കുന്നു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട്, ആധാരം പണയം വെച്ചിട്ട്. അതിന് പലിശയായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് 8%, 9% എങ്കിൽ ആ 9% ആദ്യം തന്നെ നിർണ്ണയിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു 15,000 രൂപ ഉണ്ട് സങ്കല്പിക്കുക. നമ്മളെ 15 ലക്ഷത്തിൽ അടവ് തീർന്ന് അവസാനം 50,000 ആയാലും മാസാമാസം പലിശ കൊടുക്കേണ്ടത് എത്ര തന്നെയാണ്? 15,000 തന്നെയാണ്. 3 അടവ് തെറ്റുമ്പോൾ അതിൻ്റെ ഇരട്ടി പലിശയാവും, പിഴപ്പലിശയാവും. പിന്നെ ഈ ധനകാര്യ സ്ഥാപനങ്ങൾ അതിലേറെ മോശമാണ്. ഈ ഹൗസിംഗ് ലോണൊക്കെ കിട്ടുന്നത് സാധാരണ ബാങ്കിൽ നിന്നാണ്. അതല്ലാത്ത ഈ ചെറു ഓരോ ഷട്ടറിലുണ്ടാകുന്ന കുറേ സ്ഥാപനങ്ങളില്ലേ, ഈ സ്വർണം വാങ്ങി വെക്കുന്നത്, അവർ 5 സ്ഥലത്ത് ഒപ്പിടിപ്പിക്കേണ്ട ആദ്യം തന്നെ. പെണ്ണിനപ്പോൾ വേണ്ടത് ഈ ആഭരണം കൊടുത്തിട്ട് പൈസ മാത്രമാണ്. അവൾ 5 അല്ല 50 ഒപ്പിടും വേണമെങ്കിൽ. ഇംഗ്ലീഷിലാണ് എഴുതിയിട്ടുണ്ടാകുക, വായിച്ചാൽ മനസ്സിലാവില്ല. മനസ്സിലായാൽ തന്നെ വായിക്കാൻ സമയം ഉണ്ടാവില്ല. അവൾക്ക് വേഗം പൈസ ഇട്ടുണ്ടായിരുന്നു. അതിലൊന്നാമത്തെ കാര്യം, രണ്ടാമത്തെ കാര്യമൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ ഇങ്ങനെ നിഗൂഢമായ സംഗതികൾ വരും. മാനേജ്മെൻറ്റിന് അവരുടെ നിയമം മാറ്റാനുള്ള അവകാശം ഉണ്ടെന്നായിരിക്കും. അപ്പോൾ കൊടുക്കുമ്പോൾ 7% പലിശ, കുറച്ചട് കഴിഞ്ഞാൽ 24% പലിശ ആവും. ഇത് സംബന്ധമായ കോടതി വ്യവഹാരങ്ങളൊക്കെ ഫരീദാബാദ് കോടതിയിലായിരിക്കും എന്നാണ് മറ്റൊരു സംഗതി. ആയിരിക്കും ഫരീദാബാദിക്ക് 2 കൂട്ടിയിട്ട് കേസിന് ഇടക്കിടക്ക് പോകാൻ പറ്റുക? അപ്പോൾ മഹല്ലിൽ നമുക്ക് ഇതിനൊരു ബദൽ സംവിധാനം ഏർപ്പെടുത്തിയാൽ ഖത്തീബ് ഏറ്റവും ആവശ്യമുള്ള ആളാണ് നാട്ടുകാർക്ക് തോന്നും. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഈ കുറിക്കല്യാണെന്ന് ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്ന ഈ വടകര ഭാഗത്തൊക്കെ പയറ്റി അറിയുന്ന സാധനങ്ങളെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കണം. അത് കാസർഗോഡ് ഭാഗത്ത് കുറച്ചുണ്ട് തോന്നുന്നുണ്ട്, ഇങ്ങോട്ട് എത്തിക്കണമെന്നറിയില്ല. അപ്പോൾ ഒരാൾക്കൊരു കല്യാണം വേണം, മോളുടെ കല്യാണം നടത്തണം, അതിന് അയാൾ എല്ലാവർക്കും കത്ത് കൊടുത്തിട്ട് പയറ്റ് നടത്തുന്നു. എന്ത് പേരിട്ടാലും കൊള്ളാം. കഴിയുന്ന ആളുകളൊക്കെ പോയിട്ട് 1000, 2000 വെക്കുന്നു. അയാൾക്ക് 5 ലക്ഷം വേണ്ടത്, പരിപാടി കഴിഞ്ഞപ്പോൾ 7 ലക്ഷം 8 ലക്ഷം കിട്ടുന്നു. ഇയാളുടെ മോളുടെ കല്യാണം നല്ല മനോഹരമായിട്ട് നടക്കുന്നു, ബാക്കി കുറച്ച് കാശുണ്ട്, പണ്ടുണ്ടായ കടക്ക വീട്ടുന്നു. ഇയാളുടെ ഒരു ആശ്വാസം എന്താ അറിയോ? എല്ലാ മാസവും ഇത്ര അടച്ചിരിക്കണം എന്ന് നിയമമല്ലല്ലോ. ഇനി മറ്റേ ആൾ പയറ്റി നടത്തുമ്പോഴാണ് ഇയാൾ കൊടുക്കേണ്ടത്. അത് ചിലപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ ഒരു പലിശ പോലും ഇയാൾ അടക്കേണ്ടതില്ല. എപ്പോഴും ആശങ്കയല്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം, ഒരു 5-6 മക്കളുള്ളൊരു സാധാരണ ഉസ്താദിൻ്റെ ഒരു സ്കൂൾ തുറക്കുന്ന ടൈം, അയാൾക്ക് അന്ന് വേറൊന്നിനും പൈസ ഉണ്ടാവില്ല. കാരണം കുട്ടികളെ പുസ്തകം, യൂണിഫോം, ബാഗ്. ഇങ്ങനെ വരുമ്പോൾ മഹല്ലിലെ ഖത്തീബ് ഏറ്റവും ആവശ്യക്കാരനാണെന്നുള്ള ബോധത്തിലേക്ക് നമ്മുടെ ഉമ്മത്തിങ്ങളെ വളർത്താൻ പറ്റിയാൽ മൂപ്പരുടെ വാക്കിന് നല്ല വില ഉണ്ടാവും. അവിടെ ഒന്നും നമ്മൾ ചൂഷണ മനസ്ഥിതി ഉണ്ടാവരുത്. നമ്മളെങ്ങനെ ഇഖ്ലാസിലൂടെ മുന്നോട്ട് വന്നോ അതനുസരിച്ച് പടച്ച റബ്ബ് നമ്മുടെ ദുനിയാവും ആഖിറൊക്കെ രക്ഷപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇതുവരെ തോറ്റൊരു ചരിത്രമില്ല, വിജയിച്ചവർ മാത്രമേ ഉള്ളൂ. ഈ ഇഖ്ലാസോടുകൂടെ മഹല്ലിലും മദ്രസിലൊക്കെ ദീനീ പ്രവർത്തനം നടത്തിയ ആളുകൾ അവരുടെ ഏത് ആവശ്യത്തിനും തോൽക്കുന്ന ഒരു പരിപാടിയില്ല. ചിലപ്പോൾ ചില പരീക്ഷണങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ റബ്ബ് എങ്ങനെയെങ്കിലുമൊക്കെ കണ്ട് ശരിയാക്കി തരും. ഈ നിലക്ക് നമ്മൾ മാറിക്കഴിഞ്ഞാൽ കല്യാണ അനാചാരം അടക്കം ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഏത് പ്രശ്നങ്ങൾക്കും ഖത്തീബ് പറഞ്ഞാൽ ഒരു മൂല്യം അല്ലെങ്കിൽ ഒരു സ്വീകാര്യത കിട്ടും. നമ്മളിപ്പോൾ ചീത്ത പറയാൻ വേണ്ടി മാത്രം ഒരു ഖത്തീബായി കഴിഞ്ഞാലേ മൂപ്പര് സ്ഥിരം പരിപാടി തന്നെ അല്ലേ എന്നാണ് ആളുകൾ മനസ്സിലാക്കും. ഖത്തീബിൻ്റെ വീട്ടിൽ കുറേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഖത്തീബിൻ്റെ ജീവിതം അങ്ങനെയൊന്നും അല്ല. മൂപ്പര് വേറൊരു മോഡലാണ്. കേരളത്തിലൊക്കെ അയലോക്കത്തുനിന്ന് കള്ളും കുപ്പി ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്ന് കൂട്ടുകാരോടൊപ്പം പള്ളിയിലെ റൂമിൽ നിന്ന് കള്ളുടിച്ച ഖത്തീബിനെ പിടിച്ചിട്ടുണ്ട്. അറിയാലോ? ഞങ്ങളുടെ നാട്ടിലല്ല,
അതായത് ഇതൊരു ജോലി മാത്രമായിട്ട് എടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമൊന്നും മാറിയിട്ടില്ലെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള യുക്തിവാദത്തിലേക്ക് മുമ്പെത്തിയിരിക്കണം. അത് കൂട്ടുകാരൊക്കെ വന്നപ്പോൾ അവിടെ ഉള്ള കുപ്പി പോരാതെ വന്നു, ഗ്ലാസ്. അപ്പോൾ അയലോക്കത്തുനിന്ന് ഗ്ലാസ് വാങ്ങിക്കൊണ്ടുവന്നു. അത് ജനങ്ങൾ അറിഞ്ഞ് കുഴപ്പമായി, അടിയൊക്കെ ആയി, ഭയങ്കര പ്രശ്നമായി. നമ്മളാലോചിച്ച് നോക്കുക, ഇങ്ങനത്തെ ഒരു ഖത്തീബ് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? ഖത്തീബ് എല്ലാ മോഡൽ വണ്ടി ഇറങ്ങുമ്പോഴും അടവിനെടുക്കുന്നുണ്ട്. പിന്നെ ഖത്തീബ് പലിശ വാങ്ങരുത് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും കിട്ടില്ല. പിന്നെ നമ്മുടെ സംസാരിക്കേണ്ട രീതി, പള്ളിയിൽ നേരത്തെ വന്ന സാധുക്കളങ്ങോട്ട് ചീത്ത പറഞ്ഞ് കള്ളുടിക്കണീന് മൂല്യർ പറയുമ്പോഴേക്കാണ് 3X എന്നൊക്കെയുള്ള കള്ളിൻ്റെ പേരലൈറ്റുകൾ കേൾക്കുന്നത്. ഞാൻ നമ്മുടെ വിവാഹത്തിൻ്റെ സുഹൃത്തിനെ പറ്റി തന്നെ പറയാൻ ശ്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതൊന്നും സ്വീകരിക്കാത്ത രീതിയിലാവുന്നതെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. രണ്ടാമത് പറയണത്, നമ്മളിനി വിവാഹ ദൂർത്താവട്ടെ ഏത് കാര്യമാവട്ടെ, ഖത്തീബ് പറയുന്നൊരു കാര്യം ജനങ്ങളിൽ സ്വാധീനിക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ അത്രക്ക് വലിയ ആത്മീയ രീതിയിലേക്ക് മുന്നേറണം. അതിന് ഞാൻ ക്ലാസ് എടുത്താൽ പറ്റൂല, സുലൈമാൻ സ്ഥാനം മറ്റേ കൊണ്ട് നമുക്ക് അറിയണല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ചെയ്യണതേ പറയാവൂ എന്നുള്ളത് ഖത്തീബാവട്ടെ ഏത് താഴെയാവട്ടെ അവൻ്റെ ജീവിതത്തിൽ വരണം. ജീവിതം ഒന്ന് തഹജ്ജുദ് വഴന്നറിയും, മൂപ്പരെല്ലാം കടന്നുറങ്ങും, പിന്നെ അതിന് മയണില്ല. ആളുകൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു നമ്മുടെ വാക്കിന് പിന്നെ ഒരു സ്വാധീനം ഉണ്ടാവില്ല. മൂലയർക്ക് ആയത് പെണ്ണിനോട് വർത്താനം പറയാം, പിന്നെ ചെറുപ്പക്കാരെ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഓൻ്റെ ക്ലാസ് മേറ്റിനോട് സംസാരിക്കണതിനെതിരെ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവില്ല. മൂലയർക്ക് ആരോടും പറയാം. പണ്ടൊരു കത്തി പറഞ്ഞാൽ അത് ശേവത്തിൻ്റെ നോട്ടല്ല, ഇത് ഇബറത്തിൻ്റെ നോട്ടാന്ന് പറഞ്ഞില്ലേ. പണ്ടത്തെ ആളുകളൊക്കെ അത് മനസ്സിലാക്കുമായിരുന്നു കേട്ടോ, പാവം. ഇപ്പോഴത്തെ ആൾക്കാരെ നിങ്ങളെ ഇബറത്ത് നമുക്ക് അറിയാമെന്നാണ് മനസ്സിലാക്കുക. അപ്പം നമ്മുടെ വാക്കും പ്രവൃത്തി ഒരേ മോഡലാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ആത്മീയമായിട്ട് അത്യാവശ്യം നല്ല ഉഷാറാവണമെന്നാണ്. പിന്നെ ജനങ്ങളെ ഉപദ്രവിക്കാതിരിക്കണം എന്നാണ്. ഈ ഉപദേശങ്ങളിലൊക്കെ തെർഹീബും വേണം അല്ലേ? വേണ്ടേ? തെർഹീബും വേണ്ടേ? പക്ഷെ തെർഹീബ് തീരെ ഇല്ലാതെ വെറും തെർഹീബാക്കിയാലോ? പല ചങ്ങന്മാരും വായട് തുറന്നാൽ വഴുതൽ അതാ കേൾക്കുള്ളൂ. നരകത്ത് വീഴാതെ അവിടുന്ന് ഒരു സെക്രട്ടറിയും പ്രസിഡൻറ്റും അടക്കം അങ്ങോരും കഴിച്ചില്ല. കാര്യത്തിൽ തൊട്ടീനൊക്കെ നിരങ്ങും തന്നെ, അതിൽ കുറഞ്ഞൊരു പരിപാടിയില്ല. പിന്നെ ഇയാളെ വയല് കേൾക്കാൻ ഒരുങ്ങൂലെന്ന് എന്നോടൊരു ചെറുപ്പക്കാരൻ, തീരെ എൻ്റെ ക്ലാസ്സിലകത്ത് ചെറുപ്പക്കാരൻ വരൽ തുടങ്ങി. എന്താടാ വെച്ചപ്പോൾ വേറൊരു ബാക്കുവിൻ്റെ വയല് പറഞ്ഞിട്ടേ അടുത്ത ഞങ്ങൾ നരകത്ത് പോകുന്ന പേടി അന്ന് ഓടിയായിരുന്നു. പറഞ്ഞ് ഓരോരുത്തരും നരകത്തിലിട്ടിട്ടേ അടുത്ത നമ്മളാവുന്നുള്ളൊരു ധാരയിലേക്ക് എത്തിയപ്പോൾ ഉപ്പര് പോകുന്നതെന്ന് പറഞ്ഞു. ഇനിയാണ് പോണ പരിപാടിയില്ല. അല്ല, അങ്ങനെ തന്നെയാണ് ഖത്തീബ് എന്നുണ്ടെങ്കിൽ ആരാ വയലേക്കാ ഇരിക്കാന്ന് എന്ന് കരുതിയിട്ട് തെർഹീബ് വേണം. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തൊക്കെ 2 മണിക്കൂറിലൊരു മാറ്ററാണ്. ഞാൻ ഉസ്താദന്മാരുള്ളിടത്തൊക്കെ പറയാറുണ്ട്, ഇനി അത് അടിക്കരുത്. അപ്പോൾ നമ്മൾ അന്ന് പഠിച്ചതോന്ന് വേറൊന്ന് പഠിച്ചാൽ മതി പകരം. അല്ല, അതല്ലേ മുത്തുറസൂല് മരിച്ചപ്പടങ്ങാറായി വെള്ളത്തിട്ട് പാർന്ന് യാ ഫാത്തിമ ഇന്നലിൽ മൗത്തില സക്കറാ എന്നൊക്കെ പറഞ്ഞ് കരയും, പിരിവും കിട്ടും. പക്ഷെ എന്താ അറിയോ, നമ്മൾ ഇസ്ലാമിൽ മുത്തുറസൂലിൻ്റെ അത്ര ഏതെങ്കിലും രീതിയിൽ മെച്ചമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? ഓറ മരണം തന്നെ എങ്ങനെയാണെങ്കിൽ ഇസ്ലാമായിട്ട് എന്താ കാര്യം എന്നാണ് അപ്പുറത്ത് വരുന്ന വിശദീകരണം. അതാണ് പ്രശ്നം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയത്ത് ഇതിൻ്റെ തീവ്രത സമൂഹത്തിന് നേരിട്ട് ബോധ്യപ്പെടാൻ വേണ്ടി കുറേ സംഗതികൾ പറഞ്ഞിട്ടുണ്ട്. ശരി തന്നെ, നമ്മളെ ഖുത്തുബയിൽ വരെ ഉണ്ട്. നിങ്ങൾക്ക് ചോദ്യത്തിന് സമയം തന്നാൽ അത് നബാത്തി ഖുത്തുബയിൽ ഇന്നതിലുണ്ടല്ലോ നിങ്ങൾ പറയും. അതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് ഞാൻ. അത് ആ ഒരു സമയത്തെക്കുറിച്ച് പ്രത്യേകം ഗൗനിക്കാൻ. ഖുർആനിൽ അവസാനം ഇറങ്ങിയ ആയത്ത് പോലും അതല്ലേ, 281 അൽ-ബഖറ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ആ ഒരു രംഗത്തിൻ്റെ സീരിയസ്നെസ് സമൂഹം ഉൾക്കൊള്ളാൻ വേണ്ടി മുത്ത് റസൂൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിലേറെ മനോഹരമായി ചിരിച്ചു മരിച്ച എത്ര ഉമ്മത്തിങ്ങളുടെ മുത്ത് റസൂലിന്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? ഗസാലി ഇമാം മരിച്ചപ്പോൾ ഒന്ന് വിളിച്ച ചിരിച്ചു, കഫൻ തുണിയൊക്കെ മുത്തി ഇഷ്ടം പോലെ നിസ്കരിച്ചു, ഭാര്യനെ വിളിച്ച ഇടപാടുകളൊക്കെ തീർത്തു. എന്നിട്ട് ഇനി അകത്തേക്ക് പോയിക്കോളൂ, നിങ്ങളെ കാണാൻ പറ്റാത്ത ചില ആളുകൾ വരുന്നുണ്ടെന്നും പറഞ്ഞിട്ട് മനോഹരമായി മരിച്ചു. റസൂൽ മരിക്കണത് 2.5 മണിക്കൂർ മൂലൊരു അടിച്ച് ഇക്കോലത്തിലാക്കുക. പിൽക്കാലത്തുണ്ടായ മുത്ത് റസൂലിൻ്റെ ഒരു പണ്ഡിതൻ, ഉമ്മത്തിലൊരു പണ്ഡിതൻ,
അതുകൊണ്ട് തന്നെ കോടമ്പ ഉസ്താദിൻ്റെ വഫയാത്തുൽ അബ്റാർ എന്ന് പറഞ്ഞ കിതാബിൽ ഗസാലി ഇമാമിൻ്റെ റൂഹ് വന്നപ്പോൾ മുത്തുറസൂൽ മൂസാ നബിനെ ഈസാ നബിനെയൊക്കെ വിളിച്ചിട്ട് ഇതുപോലത്തെ ഒരു പണ്ഡിതൻ നിങ്ങളുടെ ഉമ്മത്തിങ്ങളിലുണ്ടോ എന്ന് ചോദിക്കണ രംഗം പറയുന്നുണ്ട്. എന്തൊരു അഭിമാനമാണ്. മറ്റേ നബിമാരെ വിളിച്ച് റസൂലുള്ളാഹി ചോദിക്കുക, നിങ്ങളുടെ ഉമ്മത്തിൽ ഇങ്ങനത്തെ ഒരാളുണ്ടായിട്ടുണ്ടോ എന്ന്. ഓലൊക്കെ പറയില്ല. എന്നിട്ട് എല്ലാവരും കൂടി ചേർന്നിട്ട് ഗസാലി ഇമാമിനെ സ്വീകരിക്കുക. പിൽക്കാലത്ത് സ്വപ്നം കാണാൻ റസൂലുള്ളാഹി ഗസാലി ഇമാം മരിച്ചതിന് ശേഷം. എന്തേ മുഹമ്മദ് ഗസാലി തങ്ങൾക്ക് നിങ്ങൾ ഒരുക്കി വെച്ചു എന്ന് ചോദിക്കുകയാണ്. സ്വപ്നം കണ്ട ഇമാം ഷിബിലിയാന്ന് തോന്നണം. ബാസ്താൻ്റെ കിതാബിലുണ്ട്, വഫയാത്തുൽ അബ്റാറിലുണ്ട്. അങ്ങനെ സുജൂദ് കടന്ന് മരിച്ച എത്ര ആൾക്കാരുണ്ട്. വളരെ സന്തോഷത്തിൽ എല്ലാം തീർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മരിച്ച എത്ര ആളുകളുണ്ട്. മുആദ് ബിൻ ജബൽ തങ്ങൾ മരണത്തെ സ്വാഗതം ചെയ്തിട്ട് മനോഹരമായി കടന്നു മരിക്കല്ലേ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണത്തെ അതങ്ങനെ തന്നെ ഹഖീഖത്ത് നൽകി നമ്മൾ അവതരിപ്പിക്കാൻ ശ്രമിച്ചാൽ, ഞാൻ പറയണതിൻ്റെ നല്ല ഉദ്ദേശം മനസ്സിലാണില്ലേ. അപ്പം തെർഗീബ് ആണ് പ്രാധാന്യം പുതിയ കാലത്ത്. തെർഗീബ് വേണം അതിൻ്റെതായ രീതിയിൽ. കിതാബിൻ്റെ പേര് തന്നെ ഹദീസ് സമാഹാരം അത്തർഗീബ് ഉണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാൻ അതെന്തിനാ പറയണത്, ഖത്തീബും ദൂർത്തും തന്നെയാണ് എൻ്റെ വിഷയം. ഖത്തീബിൻ്റെ വഅള് കേൾക്കാൻ സമൂഹം ഇരിക്കണമെങ്കിൽ ആ ഉമ്മത്തിങ്ങൾക്കൊരു പ്രതീക്ഷ വേണം. അത് നല്ല അടിപൊളി തട്ടുപൊളി പ്രഭാഷണമാവണമെന്നൊന്നുമില്ല എന്ന്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ EMS നമ്പൂതിരിപ്പാട്. ആൾക്ക് വലിയ വിക്കായിരുന്നു. പക്ഷെ അയാളുടെ പ്രസംഗം കേൾക്കാൻ 10,000 തടിച്ചു. ഈ വിക്കാവുന്ന ശാരീരിക ദൗർബല്യത്തെ അദ്ദേഹം വിജ്ഞാനം കൊണ്ടും മറ്റും ഓവർകം ചെയ്തു എന്നുള്ളതാണ്. അപ്പം ഞാനൊന്നും ഇനിയിപ്പോൾ അങ്ങനത്തെ ഖത്തീബൊന്നും ആവില്ല എന്ന് പറയരുത്. ഓരോ ദിവസം അവസരം ഉണ്ടാക്കണം. സുബൈൻ്റെ ശേഷം പോയിട്ട് വെറുതെ ഇരിക്കണതിന് പകരം ഒരു കാരണവരെ കൂട്ടിയാണ്ട് തജ്വീദ് ക്ലാസ് തുടങ്ങിയാൽ എന്താ? പിന്നെ 2 കാരണവരാവും, പിന്നെ 3 കാരണവരാവും. ഓദിപ്പിച്ച് നിങ്ങൾ പണ്ട് മർക്കസിൽ നിന്ന് പഠിച്ച എല്ലാ ഇൽമും കൂടി ഇറക്കിയിട്ട് ഇതൊരിക്കലും സാധ്യമല്ല കേട്ടോ എന്ന് തീരുമാനിച്ച ഒറ്റങ്ങൾ അങ്ങനെ ഒഴിവാക്കി വിടരുത്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, ഈ സ്വാദൊക്കെ നിങ്ങൾ ഇതിൻ്റെ തൊസ്ഫീറൊക്കെ വരാത്തതുകൊണ്ട് നിങ്ങളൊക്കെ എന്തിനാ ഇതിനെ സുറാത്ത പറയണം. അത്യാവശ്യം മഹ്റജിൻ്റെ അടുത്ത് കൂടിയൊക്കെ പോന്നാൽ മതി. സാധാരണക്കാർ കഴിച്ചിലാവും, ബേജാറാക്കണ്ടങ്ങൾ. അല്ലാതെ അന്ന് ഒരു ക്ലാസ് കഴിഞ്ഞോടുകൂടെ മൂപ്പര് നിസ്കരിക്കാൻ വരാതായി. കാരണം എന്താ വെച്ചാൽ ഓരോ എന്ന് പറയുമ്പോൾ ചെറി കൂടിപ്പോവാണ്, അല്ലെങ്കിൽ ഖത്തീബ് ചീത്ത പറയും. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടൊരു ടീമിന് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ഇൽമിൽ അഭിവൃദ്ധി ഉണ്ടാവും. നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലും നല്ല ഭാഷയിലാവണം. ഈ വൾഗർ വേർഡ്സ് ഒന്നും തീരെ ഉപയോഗിക്കരുത്. വലിയ വേദനയൊക്കെ ആകുമ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഉള്ള വൾഗർ വേർഡ്സിൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പഠിക്കേണ്ടി വരും. സുള്ളിയ ഭാഗത്ത് ഗവൺമെൻറ് മറ്റേ കേരളത്തിലെ മദ്രസയിലെ വലിയ വലിയ ഉസ്താദുമാരൊക്കെ പാടെ വന്ന് മദ്രസയിലെ മുഅല്ലിമീങ്ങളുടെ ഒരു സമ്മേളനത്തിൽ കർണാടകയിലും കേരളത്തിലും ദീന് നിലനിൽക്കാൻ മദ്രസയിലെ ഉസ്താദുമാരുടെ പങ്ക് വളരെ വലുതാണ് പറഞ്ഞൊരു കേസുണ്ട്. പരിപാടി കൊളാവും. ഞാൻ അതല്ല ഇപ്പോൾ ഉദ്ദേശിച്ചത്. അതിങ്ങനെ നിങ്ങൾ മഹലിൽ നിന്ന് മാറിയിട്ട് കുറേ സ്ഥലത്ത് വഴല് പറയണ ഒരു അവസ്ഥ വരുമ്പോഴാണ് അത്രയൊക്കെ ശ്രദ്ധിക്കേണ്ടത്. നിലവിലെന്താവണം, നമ്മുടെ സാധാരണ സംസാരം പോലും ഈ കളകള മാറ്റിയിട്ട് ഒരു പ്രഭാഷണത്തിൻ്റെ ശൈലിയിലേക്ക് മാറ്റുക. ഓരോ ഖത്തീബും നല്ല വഴലനാകും. ഒരു 2 മാസം കഴിയുമ്പോഴേക്ക് നമ്മൾ പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞ് വായിക്കുക. ഇനി മുതൽ മൗന വായനയിൽ നിന്ന് മാറ്റിയിട്ട് പേപ്പർ വായിക്കണതൊക്കെ ഇങ്ങനെ വായിക്കുക. ദിനേശ് ബീഡി കമ്പനിയാന്ന് തോന്നുന്നു ചിലവർക്കൊക്കെ. അവിടെ രാവിലെ ഒരാൾ മൈക്കിൽ പേപ്പർ വായിക്കുന്നു, എന്നാൽ എല്ലാവരും വായിക്കണ്ടല്ലോ, അങ്ങനെ കേട്ടിരുന്നാൽ മതിയല്ലോ. അങ്ങനെ തോന്നും, പക്ഷേ കുഴപ്പമാക്കണ്ട. പിന്നെ ചില അക്ഷരങ്ങൾ പറയാൻ കിട്ടൂല. യുക്തിവാദം തന്നെ പ്രയാസമാണ് പഠിക്കാൻ. അയാളെ പേരും അങ്ങനെ തന്നെ അറിഞ്ഞു. അത്ര എന്നെ പറ്റിയ ഒരാൾ പുഴക്കാട്ടിൽ ഇത് പറയാൻ പറ്റായിട്ട്. നിങ്ങളെ നാട്ടുകാരെ ഞാൻ ഇന്നലെ വന്നപ്പോൾ എൻ്റെ സുഹൃത്തിനോട് സ്നേഹപൂർവ്വം പറഞ്ഞതാണ്. അപ്പോൾ ഏതക്ഷരമാണ് കിട്ടാത്തത് പ്രത്യേകം ലിസ്റ്റ് ചെയ്യാന്ന്. എന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് അത് പറഞ്ഞ് ശരിയാക്കുക. പുഴ അതല്ല, അവിടെ ഞാൻ പായക്കാട്ടി എന്ന് പറയാൻ നിൽക്കണ്ട. അപ്പോൾ ഭാഷ നന്നാവും, ശൈലി നന്നാവും, നമ്മുടെ ഇൽമു കൂടും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഉപകാരമുള്ളതാവണം, നീട്ടി ഉറപ്പിക്കരുത്. ഇങ്ങനെയൊക്കെ ആയി നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കും. ഇനി നമുക്ക് ദൂരത്തേക്ക് ഇറങ്ങേണ്ടത് കേട്ടോ. മറ്റേ പ്രഭാഷണം കേൾക്കാൻ എന്നും ഉസ്താദിനിലേറെ തെക്കുള്ള 4 കാരണവന്മാരുണ്ട്. അവരോട് എന്ത് ദൂർത്ത് പറയാനാണ്. കേരളം പൊതുവേ, നമ്മുടെ കർണാടകയും തമിഴ്നാട് ഏത് മേഖലയിലൊക്കെ ഒന്നും എനിക്കറിയില്ല, ഗംഭീരമായ അനാചാരങ്ങൾ കുത്തിവാഴയാണ് ഇപ്പോൾ. അതിൽ മത നിഷേധം വരുന്ന കുറേ അനാചാരങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ മറ്റു മതക്കാരുടെ ആഘോഷ പരിപാടികളിൽ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരു ട്രെൻഡുണ്ട്.
ഇപ്പോൾ കേരളത്തിലൊക്കെ ഓണക്കാലത്ത് അവർക്കാണെങ്കിൽ ശാഖാ കമ്മിറ്റി ഇല്ല, സർക്കിൾ കമ്മിറ്റി ഇല്ല, സോൺ കമ്മിറ്റി ഇല്ല, ഡിസ്ട്രിക്ട് കമ്മിറ്റി ഒന്നുമില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം ആ സീസണിൽ പച്ച ബ്ലൗസും കസവ് സാരിയാണ് എടുക്കേണ്ടത്. കേരളത്തിൽ ഉടനീളം സഞ്ചരിക്കുന്ന ഒരാളാട്ടോ ഞാൻ. തിരുവനന്തപുരം പോകുമ്പോൾ അവിടുത്തെ ഓണക്കളിയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളൊക്കെ ഇതേ ഡ്രസ്സായിരിക്കും, കാസർഗോഡ് വരുമ്പോൾ ഇതേ ഡ്രസ്സായിരിക്കും. ഗൾഫിലൊക്കെ ഒരു അവസ്ഥ എന്താണെന്ന് അറിയുങ്ങൾ, ക്രിസ്തുമസ് വരുവോളം ഓണാഘോഷങ്ങളാണ്. ഖത്തറിലും UAE-യിലും ഒക്കെ ഒറ്റ ഹോളം ബുക്ക് ചെയ്യാതെ പോലും നമുക്ക് കിട്ടില്ല. ഞാൻ ഈ റബീഉൽ അവ്വലിൽ നേരത്തെ നമ്മൾ ഉസ്താദ് പറഞ്ഞ പോലെ 4 പ്രാവശ്യം UAE പോയി. ഒരു പ്രാവശ്യം ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ കഷ്ടപ്പെട്ട സ്ഥലം തികയാതെ കസാരൊക്കെ കൊടുന്ന് നിർത്തി അവസാനം ഷീറ്റൊക്കെ ഇട്ട ആളുകൾ ഇരുത്തി. ഞാൻ ചോദിച്ചു, നിങ്ങളെല്ലാവരും കൂടി ഒരു ഓഡിറ്റോറിയം കിട്ടൂലേ? എന്നോട് പറയാം, ഇവിടെയുള്ള എല്ലാ ഓഡിറ്റോറിയത്തിലൊന്നും ഓണക്കളിയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോഴോ? ഈ ലാസ്റ്റാട്ടോ റബീഉൽ ഒക്കെ ലാസ്റ്റ് ഇപ്പോഴോ? അപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞെന്നാണ്, ഇവിടെ ക്രിസ്തുമസ് വരെയാണ് ഓണാഘോഷം. ക്രിസ്തുമസ് എന്നാൽ പിന്നെ കുറേ മാസങ്ങൾ ക്രിസ്തുമസ് ആഘോഷമാണ്. ഇതിലെന്തൊക്കെ ഉള്ളതെന്ന് ചോദിച്ചപ്പോൾ ഈ പൂക്കളടൽ മുതൽ പിടിച്ച് ഹൈന്ദവരുടെ എല്ലാ ആഘോഷ പരിപാടികളും. ഈ പൂക്കൾ അത്ര നിർദോഷമൊന്നുമല്ല. ഈ വാമനൻ എന്ന് പറയുന്ന ചങ്ങാതിനെ വരവേൽക്കാൻ വേണ്ടി ഇടുന്ന സാധനമാണ്. വാമനൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ 5ാമത്തെ അവതാരമാണ്. എന്ന് വെച്ചാൽ വിഷ്ണു ആവുന്ന ദൈവമാണ് ഈ സാധനം. വരുമ്പോൾ സന്തോഷം ഉണ്ടാവണം, എല്ലായിടത്തും നല്ല ഹാപ്പിയാണെന്ന് അറിയണം. അതിനുവേണ്ടി പൂക്കളം വെക്കണത്. അതിൻ്റെ സെൻറ്ററിൽ നിലവിളക്ക് വെച്ചോണമല്ലോ. ഈ ദോഹയിലൊക്കെ കുറേ, നമ്മുടെ ഖത്തറിലൊക്കെ ഞാൻ അവിടെയും പോയിരുന്നു. അവിടുത്തെ ആളുകൾ പറയാം നിലവിളക്കൊക്കെ ഉണ്ട്. ഈ നിലവിളക്കിൽ ഓരോ ലെയറും ഓരോ ദേവിമാരാണ്. അതതിൻ്റെ രസം. നിലവിളക്കിൻ്റെ കോലുമുള്ള ഓരോ റൗണ്ടും ഓരോ ദേവിയാണ്. അവരെ പൂജിച്ച് മന്ത്രങ്ങളൊക്കെ ചെയ്താണ് ഇത് തയ്യാറാക്കേണ്ടത്. ഈ സാധനമല്ലേ എണ്ണ വയ്ക്കണത്, അത് പാർവതി യോനിയാണ്. അതിന് പൊന്തിക്കണ സാധനമില്ലേ മറ്റേതുമാണ് ശിവലിംഗവും. വെറുതെ അറിയണമെന്നില്ല. ഞാൻ ഹിന്ദുക്കളെ പുസ്തകമാണെങ്കിൽ വായിച്ചു തരാം, എൻ്റെ ഫോണിലുണ്ടാവും അതൊക്കെ. അതിമയാണ് നമ്മൾ തിരികൊളുത്തി എന്ത് ചെയ്യേണ്ടത്, ആദരിക്കേണ്ടത്. അപ്പോൾ മഹല്ലുകളിൽ മൊത്തം ബാധിച്ച ഒരു ട്രെൻഡാണിത്. നമ്മുടെ ചെറുപ്പക്കാരൻ്റെ ഒരു പൂജാ പരിപാടി ഉണ്ടാവുകയാണെങ്കിൽ അവിടെ പോകാതിരിക്കുക എന്നുള്ളത് അപൂർവത്തിൽ അപൂർവമായിരിക്കും. അല്ല, SSF-ലൊക്കെ വളർന്ന നല്ല ആത്മീയവാദിയാവുന്ന കുട്ടിയുണ്ടെങ്കിൽ മാത്രം. നമുക്കിവിടെ ഒരു വലിയ പരിമിതി ഉണ്ട്. നമ്മൾ പള്ളിയിൽ വെച്ചിട്ട് പൂജക്ക് പോകരുത് പറഞ്ഞ വർഗീയവാദിയായി മാറും, മതസൗഹാർദ്ദത്തിന് വിരുദ്ധനായി മാറും. താത്വികമായ വിഷയം പറഞ്ഞു കൊടുക്കുകയും വേണം. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും എല്ലാവരും കൂടുക എന്നുള്ളതല്ല എന്ന് പഠിപ്പിക്കാൻ നമുക്ക് കഴിയണം. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? അതായത് പൂജയിലേക്ക് പോകാൻ പറ്റുമോ? ഓണാഘോഷത്തിൽ പങ്കെടുക്കും. ഇതാ ക്രിസ്തുമസ് ഡിസംബർ വരാൻ പോവാണ്. ഈ കേരളത്തിൽ തൃശ്ശൂരൊക്കെ കഴിഞ്ഞാൽ എല്ലാ മുസ്ലിം വീട്ടിൽ പോലും ഈ സ്റ്റാർ തൂക്കും. ഈ സ്റ്റാർ എന്താ? ദൈവം ഉണ്ണിയേശുവായി ജനിക്കുന്ന ആ ബത്ലഹേമിലെ ഡിസംബർ 25 അന്ന് ആട്ടിടയന്മാർക്ക് കുട്ടിനെ കാണാൻ വേണ്ടി വഴി തെറ്റിയപ്പോൾ അവർക്ക് വഴി കാണിക്കാൻ വേണ്ടി ഇറങ്ങി വന്ന നക്ഷത്രമാണിത്. നക്ഷത്രം നമ്മൾ വീട്ടിൽ തൂക്കണുണ്ടോ? ഉണ്ണിയേശു ജനിച്ചു എന്നുള്ളതിൻ്റെ പ്രതീകമാണത്. ഉണ്ണിയേശു ആരാന്നറിയാവോ? ദൈവത്തിൻ്റെ പുത്രൻ. പിന്നെ എന്തിനാന്ന് പരിശുദ്ധ ഖുർആൻ? പിന്നെ എന്തിനാ മുത്തറസൂൽ ബദറും ഉഹുദും ഉമർ ഫാറൂഖ് താങ്കളുടെ നേതൃത്വത്തിൽ റോമക്കാർക്കെതിരെയുള്ള ഗംഭീര സംഘടനയൊക്കെ നടന്നത്? അപ്പം സ്റ്റാർ തൂക്കാൻ പാടില്ലോ എന്ന് നമ്മൾ ഒറ്റയടിക്ക് കത്തി പ്രസംഗിച്ചാലോ അത് വ്യാഖ്യാനിക്കപ്പെടും, ദുർവ്യാഖ്യാനിക്കപ്പെടും. ക്രിസ്തുമസ് സ്റ്റാർ തൂക്കരുത് എന്നൊരു സക്കാഫി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങളെ പത്രത്തിലൊക്കെ വരും. അപ്പം നമ്മുടേതായ ഒരു ടീമിനെ നമുക്ക് രൂപീകരിച്ചെടുക്കാൻ കഴിയണം. സംഘടനയുടെ ബേസിലാണെങ്കിലും തിരക്കടില്ല. സംഘടനയ്ക്ക് സപ്പോർട്ട് ചെയ്യും വിധം നമ്മുടെ മഹല്ലിലൊരു പ്രത്യേക ഗ്രൂപ്പിന് നമുക്ക് രൂപീകരിക്കാൻ പറ്റുകയാണെങ്കിൽ അവൻ തിരക്കടില്ല. അവരുസ്താദിൻ്റെ ആളുകളാവണം. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എല്ലാവരും ചെയ്യാന്നുള്ളതല്ല മതസൗഹാർദ്ദം എന്നാണ്. ഈ പോയിൻ്റ് എല്ലാവരും നന്നായിട്ട് ഉൾക്കൊള്ളണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളെ കുർബാനി പങ്കെടുക്കുക ക്രിസ്ത്യാനികളുടെ മതസൗഹാർദ്ദ പങ്കെടുന്നാമ ഉണ്ടാവും. ഞങ്ങളുടെ നാട്ടിലൊക്കെ വ്യാപകമായിട്ട്. അവിടെയാണല്ലോ ശബരിമല ഉള്ളത്. ഈ അഖണ്ഡനാമം എന്ന് പറഞ്ഞാൽ 6 മണി മുതൽ പിറ്റേ ദിവസം അതേ സമയം വരെയുള്ള നാമം അഖണ്ഡം എന്ന് പറഞ്ഞാൽ മുറിയാത്തതെന്നല്ലേ, നാമം പറച്ചിലാണ്. അപ്പോൾ നമ്മളൊക്കെ പാടെ ചൊല്ലുക, ആജിമാരൊക്കെ പാടെ ചൊല്ലുക, മദ്രസ വിട്ടിട്ട് ദർസിലെ മൂല്യരും കുട്ടികളൊക്കെ പാടാണ്ട് ചൊല്ലുക. എന്നിട്ട് നമ്മളതാണ് പാടാമെന്ന വലുത് കുളവില്ലേ? അതാ മതസൗഹാർദ്ദം. നമ്മൾ ജുമ എടുത്താൻ വേണ്ടി ഒന്ന് നോക്കുമ്പോണ്ട് ഇവരൊക്കെ പാടെ പള്ളിയിൽ വെച്ച് അഖണ്ഡനാമം നടത്തുന്നത് മതസൗഹാർദ്ദം.
എല്ലാവരും അവരുടെ ആദർശം വിശ്വസിക്കുകയും അത് ശരിയാണെന്ന് ഉറപ്പിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക. ആ സമയത്ത് മറ്റൊരു ടീമിന് നമ്മളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാവരുത്. ഇതാ മതസൗഹാർദ്ദം. ഗാന്ധിജി നമ്മുടെയൊക്കെ രാഷ്ട്രപിതാവാണ്. ആളെൻ്റെ ഓരോ തുള്ളി ചോരയും ഐന്ദവം എന്ന് പറഞ്ഞ ആളാണ്. മഹാഭാരതം ഗ്രന്ഥത്തിലെല്ലാം ഉണ്ട് എന്നും മഹാഭാരതത്തിൽ ഇല്ലാത്തത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്രസക്താണെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. പക്ഷെ നമ്മളൊക്കെ ആദരിക്കുന്നു. എന്തുകൊണ്ട്? ഈ വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ടാണ് അയാൾ ഓഗസ്റ്റ് 14 രാത്രി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വലിയ സ്വാതന്ത്ര്യ ആഘോഷം നടക്കുമ്പോൾ ബംഗാളിലെ മുസ്ലിങ്ങൾക്ക് വേണ്ടി നിരാഹാരം നടന്നത്. അതുകൊണ്ട് അയാളെ നമ്മൾ മാനിക്കുന്നുണ്ട്. ഇതാണ് മതസൗഹാർദ്ദം. അല്ലാതെ എല്ലാവരും ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഹിന്ദുക്കളുടെ ക്ഷേത്രത്തിലേക്ക് നമ്മൾ കയറാൻ പറ്റുമല്ലോ, അതോടുകൂടെ അത് അയിത്താവില്ലേ, പിന്നെ പുണ്യാഹം ചെയ്യണ്ടേ? അപ്പം അത് ബുദ്ധിമുട്ടല്ലേ? കേരളത്തിലുണ്ട് കൃഷ്ണൻ്റെ ഫോട്ടോ വിറ്റ് സംഖ്യാളെ പൊട്ടന്മാരെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു പമ്പറന്നോള്, മുസ്ലിം പെണ്ണ്. ഓള് ഏകദേശം അവള് മുസ്ലിമാണ്. പക്ഷെ ഓളിപ്പടുത്ത് ഗുരുവായൂരിൽ എവിടെയൊന്ന് കയറിയതിൻ്റെ ശാഖ കുഴപ്പമായി, അവിടെ പുണ്യാഹവും മറ്റും. വയലാർ രവി പറഞ്ഞ കോൺഗ്രസിൻ്റെ നേതാവ് ഉണ്ടായിരുന്നു. അയാൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറിയിട്ട് പുണ്യാഹം ചെയ്തു. എന്താ അറിയോ? അയാളുടെ ഭാര്യ മേഴ്സി രവി ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് അപ്പം നമ്മുടെ പരിപാടിയൊക്കെ ഓലും ചെയ്യുക, ഓലതൊക്കെ നമ്മളും ചെയ്യുക, അങ്ങനെ മിങ്കിൾ ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ല മനസ്സൗഹാർദ്ദം. നമ്മളെ കൊണ്ടോ ഓരെ കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവമില്ലാതെ എല്ലാവരും അവരവരുടെ കാര്യമായിട്ട് മുന്നോട്ട് പോകലാണ് മതസൗഹാർദ്ദം. ഈ നിലക്ക് പഠിപ്പിച്ചിട്ട് എന്താണ് ഈ അമ്പലത്തിൽ നടക്കുന്ന ആഘോഷങ്ങളുടെ ആ അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ അവർക്കത് പറഞ്ഞു കൊടുക്കണം. ധാർമ്മികമായി വളരെ മോശം പരിപാടികളായിരിക്കും ഇത്തരം ദിവസങ്ങളിലൊക്കെ. നേരം വെളുക്കുമ്പോൾ ആണും പെണ്ണും കൂത്താടായിരിക്കും. ഞാൻ പറയണത് വെറും വിവാഹത്തിലെ ഒരു പ്രശ്നം മാത്രമല്ല ഖത്തീബ് അഭിമുഖീകരിക്കുന്നത്. നമ്മുടെ ക്യാമ്പയിൻ അതാണ്. അത് നമുക്ക് പ്രാധാന്യത്തോടുകൂടെ പറയണം. ഇതെന്ന് വെച്ചാൽ ഓരോ മുഅ്മിനും വിശ്വാസം ഹനിക്കും വിധത്തിലുള്ള എല്ലാ പരിപാടികളിലും നാട്ടിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ചോറിച്ച് പോരലല്ല ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ഫത്വൽ കുബ്രയിലൊക്കെ നിങ്ങൾ ഓതിയിട്ടുണ്ടാവും. അതിൻ്റെ ഒരു 3 ടൈപ്പ്. ഒന്നും വിചാരിക്കാതെ, അവരോട് സാദൃശ്യാലൊന്നും ഉദ്ദേശിക്കാതെ ചോറിച്ച് പിരിഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ ഓണത്തിൻ്റെ അന്ന് അവിടെയൊക്കെ കോടി എടുത്തു. എന്നാൽ നമ്മളവിടെ പുതിയ കസവ് കൊണ്ട് എടുക്കണം എന്നുള്ള ട്രെൻഡ് പോലും കേരളത്തിലൊക്കെ മുസ്ലിം വീടുകളിലേക്ക് വരുന്നുണ്ട്. അതവരോട് സാദൃശ്യമാണെന്നുള്ള എനിക്ക് കടുത്താറാമാവും. അല്ല, ഈ ഓണത്തപ്പൻ എന്ന് പറയുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ വാമനനെ സ്വീകരിക്കാനാണെന്നൊക്കെ കരുതിയാലോ കാഫറാവും ചെയ്യും. അതിൽ തർക്കമൊന്നുമില്ല. ഈ ഒരു ധാർമ്മികമായ കുറവാണ് വിവാഹത്തിലും മറ്റ് ആഘോഷങ്ങളിലൊക്കെ പ്രതിഫലിക്കുന്നത്. എന്താ ഇപ്പോൾ വിവാഹങ്ങളിൽ നടക്കണ മൊത്തം സംഗതി? വളരെ ലളിതമായൊരു കർമ്മമാണ് വിവാഹം, അല്ലേ? ഇസ്ലാമിലെ വിവാഹം എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഒരു സാബിവര്യനാവുന്ന യുവാവിനെ കാണാനില്ല. 4-5 ദിവസം കഴിഞ്ഞപ്പോൾ റസൂല് മൂപ്പരെ കണ്ടപ്പോൾ എന്തായിരുന്നു എവിടെയെന്ന് ചോദിച്ചു. ആ മൂപ്പരാൾ പറഞ്ഞു, ഞാൻ എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതായിരുന്നു. അപ്പോൾ റസൂൽ വെച്ച്, നീ സയ്യിബിനെയാണ് കിട്ടിയത്, ബിക്കറിനായിരുന്നു. മൂപ്പര് എൻ്റെ സയ്യിബാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇയാളുടെ ചെറുപ്പമൊക്കെ മാനിച്ച്, അല്ലാ ബിക്കറം ഫത്തുലാഇബുഹ, ഒരു ബിക്കറിനെ കെട്ടിക്കൂടായിരുന്നു, ഒന്നുകൂടെ ഉഷാറാവുമായിരുന്നല്ലോ എന്ന് റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? റസൂലിൻ്റെ സാഹസിൽ എന്നും പങ്കെടുക്കുന്ന ഒരു ശിഷ്യൻ്റെ കല്യാണം ഗുരുവാകുന്ന ഉസ്താദ് അറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത് ഗൾഫിൽ നിന്ന് വന്ന് 1 മാസം നടന്ന് പെണ്ണിനെ നിശ്ചയിച്ച് കല്യാണം ഉറപ്പിച്ചു, അല്ലേ? 1 മാസം പോയിട്ടോ, ഇനി 1 മാസമുള്ളത്. ഉസ്താൻ്റെ അടുത്ത് നിന്ന് മർക്കസിൽ ഉസ്താന് ഇനി ഒഴിവ് 27-ാം തീയതി 1-ാം തീയതി പോളത്. അന്ന് നിക്കാഹ് കഴിച്ച് പിന്നെ 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഗൾഫിൽ പോയി. അതൊരു വല്ലാത്ത പോക്കാണ്. വിശന്ന് ഉറങ്ങിയ ആളെ വിളിച്ചോണത്തിയാണ്ട് ചൊറൊന്നുമില്ല കേട്ടോ, ഉറങ്ങിക്കോന്ന് പറഞ്ഞ മാതിരിയുള്ള പരിപാടിയാണ്. ഓൻ ആ ഉറക്കം അങ്ങനെ പോവാണെങ്കിൽ തിരക്കടില്ലായിരുന്നു. വല്ലതും കിട്ടിയ തന്നെ അറിയിക്കാന്ന് പറഞ്ഞിട്ട് മറ്റോ നിൽക്കുക. വിശന്ന് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയതാ സാധു. ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഓനെ വിളിച്ചിട്ട്, എടാ പിന്നെ എണീക്കാൻ എന്ത്, ചോറൊന്നും കിട്ടിയില്ലടാ. ഓൻ അങ്ങനെ എന്നോട് പോവാണെങ്കിൽ തിരക്കടില്ല. ഞാൻ ഇതൊരു 3 ദിവസം ഓളപ്പം കൂടിയിട്ടേ പിന്നെ ഒരു പോക്കാണ്. ഞാൻ എപ്പിസാനെ കൊണ്ട് എനിക്ക് അയപ്പിക്കണ്ടെന്നല്ല കേട്ടോ പറഞ്ഞേ. റസൂലുള്ളാഹി തങ്ങൾ കല്യാണം റസൂലിൻ്റെ സഹസിലുള്ള പ്രധാനപ്പെട്ട ഒരു ശിഷ്യൻ്റെ കല്യാണം ഹബീബായ നബി തങ്ങൾ അറിഞ്ഞില്ല. അത്ര സിമ്പിളാണ് ഈ സംഭവം. 1, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിനെ കണ്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞത് ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നീയും റസൂലും നല്ല മട്ടത്തിൽ സന്തോഷത്തിലിരിക്കുന്ന ഒരു സമയത്തെ ആ ഫാത്തിമൂൻ്റെ കാര്യം എനിക്ക് വേണ്ടി ഒന്ന് അന്വേഷിക്കണം കേട്ടോ എന്ന്. ആ ഒരു ബന്ധത്തിൽ കൂടിയൊക്കെ ഒന്ന് സഞ്ചരിക്കണേ.
സിദ്ദീഖ് തങ്ങളുടെ മോള് ആര്? അഷാബി റളിയല്ലാഹു അൻഹ. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ. ഫാത്തിമ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖദീജ ബീവിയിലുള്ള കുട്ടി. ഫാത്തിമ ബീവിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വന്തം മകളാവുന്ന ആയിഷ ബീവിനോട് റസൂലിനോടൊപ്പം നല്ല മട്ടത്തിലിരിക്കുന്ന സമയത്ത് ആ ചർച്ചൊന്നിടണം കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് വാപ്പ ഒരിക്കലും വിവാഹത്തേക്ക് ഇറങ്ങണില്ലെങ്കിൽ കൂട്ടുകാരനെ വിളിച്ച് വാപ്പാൻ്റെ നമ്പറൊക്കെ കൊടുത്ത് വിളിച്ച് കയറ്റി ഒപ്പിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ സമൂഹം വന്ന്. ഇത്ര സിമ്പിളാണിത്. മോളോട് പറയണേ, നിങ്ങളെ ഭർത്താവിൻ്റെ മറ്റേ വീട്ടിലുള്ള മോളെ എനിക്ക് വേണ്ടിയിട്ട് ഒന്ന് അന്വേഷിക്കണം കേട്ടോ. സുബൈസ്കാരം കഴിഞ്ഞ് ദിക്റ കഴിഞ്ഞ് ഉമർ റളിയല്ലാഹു അൻഹു മോനെ വിളിച്ചു. അല്ലക്ക് സൗജത്തൻ തഖ്ഷല്ലാത്താല, അള്ളാനെ ഭയപ്പെടുന്ന പെണ്ണിനെ എനിക്ക് വേണോ, ഞാൻ കെട്ടിച്ചേരാന്ന്. ആ പാൽക്കാരിൻ്റെ മോള് വെള്ളം ചേർക്കാനപ്പോൾ ചേർക്കൂല. ഉമറൊക്കെ ഉറങ്ങായിരിക്കും, പട്ടാളൊക്കെ ഉറങ്ങായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഉമർ ഉറങ്ങായിരിക്കും. അല്ലാത്ത സെനത്തും വലാനവും ഉമർ റളിയല്ലാഹു അൻഹു വീട് കണ്ടുവച്ച്. മദീനയിലെ രാജാവിൻ്റെ മോന് പാൽക്കാരിയുടെ മോള് വധുവായിട്ട് വരികയാണ്. ഇത്ര സിമ്പിളായിരുന്ന ഈ സംഗതി പതിയെ 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 ഇന്ന് കാണുന്ന രീതിയിലേക്ക് എത്തി. ഗൾഫ് പണമാണ് കേരളത്തിലും കർണാടകയിലൊക്കെ ഏറ്റവും വലിയ നവോത്ഥാനം നടത്തിയത്. ഷിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് അയാളുടെ 2 പുസ്തകത്തിൽ അത് എഴുതുന്നുണ്ട്. ഈ ഗൾഫ് പണം വന്നപ്പോൾ നമുക്ക് അഭിവൃദ്ധികൾ കൂടി, സന്തോഷങ്ങൾ കൂടി. കേരളക്കാർ പൊതുവേ എല്ലായിടത്തും സഞ്ചരിക്കണവരാണ്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പലയിടത്തുള്ള വിവാഹത്തിൻ്റെ എല്ലാ ആചാരങ്ങളും ഒന്നിച്ച് കേരളത്തിൽ വന്നു. അപ്പോൾ മഞ്ഞക്കല്യാണം, പച്ചക്കല്യാണം ഇതൊക്കെ വന്നു, ഓരോ രാത്രികൾ. ഇതിൻ്റെ കീഴിലുള്ള ഒന്നാമത്തെ പ്രശ്നം, പെണ്ണുങ്ങളടക്കം കുറേ ആളുകൾ ഈ സീസണിലൊന്നും നിസ്കരിക്കൂല. രണ്ടാമത്തെ വിഷയം, ആണും പെണ്ണും തമ്മിലുള്ള മിംഗ്ലിങ്ങിന് ഒരു കണക്കും ഉണ്ടാവില്ല. കല്യാണം ഒരു പെണ്ണിൻ്റെതാണെങ്കിലും കുറേ പെണ്ണുങ്ങളുടെ വക്കാറത്തന്ന് നീങ്ങും, പിറ്റേന്നും തലേന്നൊളൊക്കെ ആയിട്ട് നീങ്ങും. അവസാനം ഉണ്ടെങ്കിലട്ടാ പൊതുവേ കണ്ടു കിട്ടാൻ പണിയാണ്. ഞങ്ങളെ ബാംഗ്ലൂരിൽ വന്നിട്ട് ഫിറ്റ് ചെയ്തിരുന്നു ഞങ്ങളെ നാട്ടിലൊരു കന്യകസ്ത്രീ പാവം. ഒരു പ്രസിദ്ധമായ, വളരെ കുപ്രസിദ്ധമായൊരു വധമുണ്ടായിരുന്നു ഒരു പെണ്ണിനെ. അപ്പോൾ അച്ഛനും കന്യാസ്ത്രീ കൂടി ഡിങ്കോൾഫി കാട്ടുന്നത് ഈ പെണ്ണ് വെള്ളം കുടിക്കാൻ വന്നപ്പോൾ കണ്ടതായിരുന്നു പ്രശ്നം. അപ്പോൾ ഡിങ്കോൾഫി കാട്ടിയിട്ടില്ല തെളിയിക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ വന്നിട്ട് കന്യാചർമ്മം വെച്ച് പിടിപ്പിച്ചു. CBI പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് മനസ്സിലായി, തുല്യതൊക്കെ കണ്ടിരിക്കുമല്ലോ, അപ്പോൾ എന്തായാലും സംഭവിച്ചിട്ടുള്ളത് അവർക്ക് മനസ്സിലായി. അപ്പോൾ അവസാനം കിട്ടിയെങ്കിൽ. പിന്നുള്ളൊരു പ്രശ്നം സാമ്പത്തികമായ അതിധൂർത്ത്. മൂന്നാമത്തെ ഒരു പ്രശ്നം, ഈ ചെറുപ്പക്കാരുടെ ഇടയിലുള്ള മയക്കുമരുന്നിൻ്റെ വ്യാപനം. അത് ചെറിയ ചെറിയ സാഹചര്യങ്ങളിൽ പോലും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളത്തിലൊക്കെ ടെർഫ് ധാരാളമുണ്ട്. ഈ ടെർഫിൽ കളിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇരുന്നിട്ടൊരു വിലയിരുത്തലുണ്ട്, അതിൻ്റെ ഇടയിൽ പൊതിയയ്ക്കും ഏതെങ്കിലും ഒരുത്തൻ. അത്ര സിമ്പിൾ. ടൂറ് പോകൽ, മൈസൂരിലേക്കും ഊട്ടിക്കും ഒക്കെ പോകുന്ന ചെറുപ്പക്കാർ മിക്ക പേരും പോണത് മയക്കുമരുന്ന് ഉപയോഗിക്കാനാണ്. അപ്പോൾ കല്യാണമാവുന്ന വിശുദ്ധമായ ഒരു ആചാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കർമ്മത്തിൻ്റെ മറവിൽ ഇസ്ലാം ശക്തമായി വിരോധിച്ച കുറേ ഹറാമുകൾ രൂപപ്പെടുന്നു. അത് സ്ഥായീഭാവമുള്ള കുറേ ഹറാമുകൾ ഉണ്ടാകുന്നു. മീൻസ് 2 പേര് പരിചയപ്പെടുന്നു, അവർ തമ്മിൽ ലൈംഗിക ബന്ധമോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത പരിപാടികളൊക്കെ നടക്കുന്നു. പിന്നെ അവർ ആ ബന്ധം തുടരുന്നു, കല്യാണത്തിൽ നിന്നാണ് ഇത് കിട്ടണത്. മയക്കുമരുന്ന് ഉപയോഗം തുടങ്ങുന്നു. അത് പിന്നെ എന്നും വേണ്ടി വരുന്നു. ഇങ്ങനെ സ്ഥിരമായി മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്ന കുറേ അനാചാരങ്ങൾ ഈ കല്യാണം വഴി രൂപപ്പെടുന്നു. പിന്നെ ചില വ്യക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പെൺകുട്ടികൾ ഇപ്പോൾ പഴയമാതിരി ഒരുങ്ങിയാലൊന്നും പോരാ. കേരളത്തിലൊക്കെ ഒരുക്കാൻ വേണ്ടി ഈ സിനിമാ രംഗത്തൊക്കെ ഒരുക്കുന്ന ടീമിനെയാണ് ഇപ്പം കൊണ്ടുവരുന്നത്. മനസ്സിലാവുന്നില്ലേ? സിനിമാ രംഗത്ത് ഇപ്പോൾ 25 വയസ്സുള്ള പെണ്ണിനെ 75 വയസ്സുള്ള പെണ്ണാക്കുന്ന ടീമുണ്ട്. 73 വയസ്സ് ശരിക്കുമായിട്ടുള്ള മമ്മൂട്ടിനെ 20 വയസ്സുള്ള ചെറുക്കനാക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇതിന് വേണ്ടിയുള്ള പ്രത്യേകം ടീമുകളുണ്ട്. ഈ ടീമിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് വലിയ പൈസ കൊടുത്തിട്ടാണ് എന്ത് ചെയ്യണത്, പെൺകുട്ടിനെ ഒരുക്കണത്. അപ്പോൾ ഏത് പെൺകുട്ടിയെയും അവർ വിചാരിച്ച രീതിയിലേക്ക് മാറ്റാൻ കഴിയും. നല്ല പൈസ കൊടുക്കണമെന്ന്. രണ്ടാമത്തെ വിഷയം,
ഈ പെൺകുട്ടിക്ക് ഏറ്റവും ചുരുങ്ങിയത് അന്ന് 5 വക്ത് നിസ്കാരവും നിസ്കരിക്കാൻ പാടില്ല. കാരണം ഒന്നെടുത്താൽ അവൾ പഴയ രൂപം വരും. ഒന്നെടുത്ത ഒളുവിൻ്റെ ഭാഗത്തൊക്കെ ഏകദേശം പഴയ രൂപം വരും. അത് വരാൻ പാടില്ല. ഇത് പൊട്ടിയിട്ട് പെയിൻ്റ് അടിച്ചതാണ്. പിന്നെ ചില മാമൂലുകളുമായിട്ട് ബന്ധപ്പെട്ടത്, അത് നമ്മൾ എത്ര അങ്ങോട്ട് വല്ലാതെ ആക്ഷേപിക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ കുറേ സ്ത്രീധനം കൊടുക്കണ്, നിർബന്ധമായ തലത്തിലേക്ക് എത്തുമ്പോഴാണ് അതൊരു പ്രശ്നമായിട്ട് വരിക. ഇപ്പോൾ ഒരാൾ ഇഷ്ടംപോലെ സ്ത്രീധനം കൊടുക്കുന്നു. ഇപ്പോൾ കേരളത്തിലൊക്കെ തെക്ക് ഭാഗത്ത് കല്യാണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ചുരുങ്ങിയത് ഒരു 40-50 ലക്ഷം വേണ്ടി വരും. അതായത് വസ്തു വേണം. വസ്തു പറഞ്ഞാൽ അറിയാമോ? പറമ്പ്, ഒരു 50 സെൻറ്റ്, നല്ല കാറ് വേണം. ഇതിനൊക്കെ ലോൺ എടുക്കും. എന്നിട്ട് ഈ കാറിങ്ങനെ കല്യാണപ്പേരെ നിർത്തിയിട്ട് ഈ പെണ്ണിൻ്റെ വാപ്പ പാവം, നമ്മളെ കുട്ടികളല്ലേ, ഒന്നും നോക്കിയില്ല എന്നൊക്കെയാണ് പറയും. വലിയ തള്ളു, ഉള്ളിലിങ്ങനെ അങ്ങനെ പടക്കായിരിക്കും. കാരണം ഫുള്ള് ലോണാണ്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറിന് സർവീസ് വന്നാൽ പോലും ഭാര്യ വീട്ടിൽ കൊണ്ടാക്കുന്നതാണ്. അവിടെ അതൊരു മോശമല്ല. കാരണം എന്താ, എല്ലാവരും അങ്ങനെയാണ്. എല്ലാവരും അങ്ങനെയാണ്. ഈ സ്ത്രീധനം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു ചില കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നു എങ്കിൽ, അവരുടെ ഭാവിയിലേക്ക് ഒരു ഇൻവെസ്റ്റ് എന്നുള്ള നിലക്ക് സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ആക്ഷേപിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഇങ്ങനെ ആയാലേ കല്യാണം നടക്കുള്ളൂ എന്നുള്ള രീതിയിൽ ക്രൂരമായ പിടിച്ചുപറി നടത്തുകയാണെങ്കിൽ അതിനെ കൂടെ നമ്മൾ ആക്ഷേപിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോന്ന് തുടങ്ങണം. അത് കഴിഞ്ഞിട്ടാണ് പടക്കം പൊട്ടിക്കലും പുതിയാപ്പിള വരുമ്പോഴുള്ള തോന്നിയാസവും. ഇവിടെ ഉണ്ടോയെന്നറിയില്ല, കള്ളൻ സാപ്പിലേക്ക് സ്വാഗതം എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടാണ് കേരളത്തിൽ ചിലപ്പോൾ പുതിയാപ്പിള വരൽ. പുതിയെണ്ണും പുതിയാപ്പിള ഇരിക്കൽ JCBൻ്റെ കൊട്ടയിലാണ്. JCBൻ്റെ കൊട്ടയിൽ പാവപ്പെട്ട പെണ്ണിനെ കൊണ്ട് എന്താ ഇതിന് പറയാം, ഈ മണ്ണുന്തി കൊണ്ടുപോണ ചെറിയ വണ്ടിക്ക് എന്താ പറയാം? JCB അല്ല, ചെറിയ കൈ കൊണ്ട് ഉന്തണേ, ഉന്തുവണ്ടി. അതിൽ ഭർത്താവിനെ നിർത്തിയിട്ട് പെണ്ണിനെ കൊണ്ട് ഉന്തി കൊണ്ടുപോവാ. കല്യാണത്തിൻ്റെ അന്ന് രാത്രി എയർഹോളിലൂടെ ശക്തമായി വെള്ളം ചീറ്റുക. കള്ള് ചെറുപ്പക്കാരൻ കുടിക്കണില്ലെങ്കിൽ തലയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ കലാപരിപാടികളൊക്കെയാണ് കേരളത്തിലൊരു അത്യാവശ്യം നല്ല കല്യാണത്തിനൊക്കെ ഉള്ളത്. പടക്കം പൊട്ടിക്കലൊന്നും കണക്കില്ല കേട്ടോ. പിന്നെ ബിരിയാണി കഴിച്ചിട്ട് അതിനെ കുറ്റം പറഞ്ഞ് തല്ലുണ്ടാക്കുക, അത് മിക്കപ്പോഴുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് മുണങ്ങിൻ്റെ ശേഷം തല്ലുണ്ടാക്കുക, ബാക്കിയുള്ള ചെമ്പിലേക്ക് മണ്ണ് വാരിയിടുക. ഇതൊക്കെ ഒരു വിനോദമായിട്ട് ആസ്വദിക്കുന്ന തലത്തിലേക്ക് തലമുറ മൊത്തം മാറുക. പള്ളിയിൽ സജീവമായിട്ടുള്ള ആചാര മോളായിരിക്കും. ഇതൊക്കെ നടക്കുമ്പോൾ മൂപ്പരാൾ കുറച്ചാണ് മാറി നിൽക്കും. ഇപ്പോൾ കുട്ടികൾ അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന് പറയും. ഇവിടെ തിരുത്താൻ സംഘടിതമായി, അതായത് ഈ മഹല്ല് സംവിധാനങ്ങളും സംഘടനാ സംവിധാനങ്ങളും ആലിമീങ്ങളും എല്ലാവരും ചേർന്ന് ഈ തിരുത്തിനൊരു ക്യാമ്പയിൻ നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കാൻ പറ്റുന്ന ഒരു നല്ല പരിപാടിയാണത്, പറയാതെ വയ്യ. പക്ഷെ എങ്ങനെ നമ്മളിതിൽ ഇടപെടുക? പതിയെ മഹല്ലിനൊരു ആത്മീയ നാടായിട്ട് മാറ്റാൻ നമുക്ക് പറ്റണം. എന്നിട്ട് കല്യാണം കഴിക്കുന്ന രക്ഷിതാവിനെയും ഭർത്താവിനെയൊക്കെ വിളിച്ചിട്ട് കല്യാണത്തിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കാൻ പറ്റണം. കല്യാണം എന്താവണം എന്ന് പറയണം. അത് 4 ദിവസത്തെ ബന്ധമല്ലെന്നും ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്നതാണെന്നും അള്ളാഹുവിൻ്റെ നല്ല അനുഗ്രഹവും ബറക്കത്തും ഇല്ലെങ്കിൽ അത് സാധ്യമാവില്ല എന്നും മഹല്ലയുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പൊതുപ്രഭാഷണങ്ങളിൽ വരണം. കമ്മിറ്റിയുടെ പിന്തുണയോടുകൂടെ നമുക്ക് ഈ ദൂർത്തിനെതിരെ എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയണം. അപ്പോൾ നമ്മൾ കമ്മിറ്റിയോട് കൂടെ ആലോചിക്കുക. ഈ സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ജാഹിലിങ്ങളായിരിക്കും. പക്ഷെ ജാഹിലെന്ന് വിളിക്കാൻ ആർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ആർക്കും ഇഷ്ടം ഉണ്ടാവുക? നിങ്ങളെ മുത്ത് നോക്കിയിട്ട് ഞാൻ ജാഹിലിങ്ങളെ എന്ന് വിളിച്ചാൽ ഉണ്ടാവും. എൻ്റെ വയതിൽ ഇങ്ങനെ ജാഹിലിങ്ങളെ എന്നൊക്കെ പറഞ്ഞു ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ സഹോദരന്മാരെ ജാഹിലിങ്ങളെ എന്ന് പറഞ്ഞിട്ടിലേക്ക് എന്തായാലും അത് ഇഷ്ടമായിട്ടല്ല പേച്ചിരിക്കണേ. ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല സത്യം പറഞ്ഞാൽ. അപ്പം അവരെ പ്രസാദിപ്പിച്ച് നിർത്തുക എന്നുള്ളത് മഹല്ലിൻ്റെ മുന്നേറ്റത്തിന് ആവശ്യമാണ്. ഒരു സെക്രട്ടറി ഒക്കെ വരുന്ന സമയത്ത് അയാൾ ഈ സമ്പത്ത് മോഹിച്ച് നമുക്ക് എന്തെങ്കിലും കിട്ടട്ടെ എണീക്കണീനൊക്കെ ഒരു ചെറിയ പ്രയാസമുണ്ട്. പക്ഷെ അയാളൊരു ദീനി സേവകനാണെന്നുള്ള ആദരവ് വെച്ച് കയറിയാ ചേരാന്നൊക്കെ ഒന്ന് പറഞ്ഞ് റൂമിൽ ഇരുത്തണീനൊന്നും ഒരു മോശമൊന്നുമില്ല. ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയല്ല വേണ്ടത്. നമ്മൾ ജീവനക്കാരാണ്, ദീനി ജീവനക്കാർ. മഹല്ല് കമ്മിറ്റിക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കേണ്ടവർ നമ്മളാണ്. അപ്പോൾ ഓരോട് പറയട്ടെ,
ഞാനെന്താ അവിടെ ജുമ നടത്തണില്ലേ, ഞാനെന്താ അവിടെ ജമായത്ത് നടത്തണില്ലേ എന്ന രീതിയിലേക്ക് പരിമിതപ്പെടരുത്. ജുമയും ജമായത്തൊക്കെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതല്ലേ. നമ്മളെന്തായാലും നിസ്കരിക്കൂലേ, അത് മുന്നിൽ നിന്നു. അതല്ല ഇപ്പം ഈ ജമായത്ത് എന്ന് പറഞ്ഞാൽ എന്തായാലും ജുമയ്ക്ക് പങ്കെടുക്കണം, നമ്മൾ കുത്തുബിയോതി അത്രയല്ലേ ഉള്ളൂ. ഇതല്ല മഹല്ലിലെ ഒരു ദീനി ജീവനക്കാരെന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ഈ മഹല്ലിനെ നമ്മളൊന്ന് സംസ്കരിക്കുക എന്നുള്ളതിനെ പറ്റി എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഈ സെക്രട്ടറിയുടെയും പ്രസിഡന്റിൻ്റെയും കമ്മിറ്റി മെമ്പർമാരുടെയൊക്കെ വിശ്വാസ്യത നേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഈ AP ഖത്തീബുമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. APക്കാരാകുന്ന മഹല്ല് കമ്മിറ്റി മെമ്പർമാർ, പ്രസിഡന്റ്, സെക്രട്ടറി ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് കുറച്ചുകൂടെ പള്ളിയായിട്ട് ബന്ധം കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഒന്ന്, ഉസ്താദ്മാരെ വാല കേട്ട് ആത്മീയത ഉണ്ടാവും. രണ്ടാമത്തേത് ഉസ്താദുമാരായിരിക്കും കുറേ എണ്ണം. ഇത് കള്ളിൻ്റെ കാര്യം പറഞ്ഞതോടെ ദോഷമുണ്ട് ഗുണമുണ്ട്. പക്ഷേ കള്ളിൻ്റെ കാര്യം പറഞ്ഞാൽ ദോഷമാണ് കൂടുതലെന്ന് വന്നാൽ വലിയ ബുദ്ധിമുട്ടാവും. മൂന്നാമത്തെ ഒരു സംഗതി, ഈ കേരളത്തിലൊക്കെ ഈ നമ്മുടെ ഈ സഹോദര സമസ്തക്കാരുടെ മഹല്ലുകൾ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കിട്ടിയ ഒരാൾ പ്രസിഡൻ്റായി വരുന്നതാണ്. നമ്മളത് അങ്ങനെയല്ല. സ്ഥലം വാങ്ങാൻ മുതൽ തല്ലൂടിയതാണ്, കേസ് കൂടിയതാണ്, ജയിലിൽ പോയതാണ്. പിന്നെ അവിടെ പള്ളി നിർമ്മിക്കുന്ന ഓരോ ഘട്ടത്തിലും പിരിവിന് പോയത് ഇടങ്ങാറായത് ഇവർക്ക് നല്ല അറിയാം. അങ്ങനത്തെ ആചാര്യ പള്ളി കയറി വരുമ്പോൾ ഹവലങ്കാരി തന്നെ കാലിൽ ഇങ്ങനെ നിറച്ച് മണ്ണിങ്ങനെ ചവിട്ടിയാൽ എവിടെ മുക്രിയും ചോദിക്കും, അയാൾ എന്താ എനിക്ക് ഇവിടെ പണിയും ചോദിക്കും. മറ്റുള്ളവർക്ക് മണ്ണ് കൊട്ടിയാൽ എന്താ, കാരണം ഒരു പ്രസിഡൻ്റായി അബദ്ധത്തിൽ, അതല്ലാതെ അവർക്ക് ഇതിൽ യാതൊരു ബന്ധമില്ല. ഇത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റുള്ളൂ. കേരളത്തിലൊക്കെ ഉസ്താമാരുടെ ഇടയിൽ ചൊല്ലുണ്ട്, എപ്പിക്കാരന്മാരിൽ പിടിച്ചിക്കാൻ പ്രയാസമാണ്. അതിൻ്റെ വസ്തുത കൂടി മനസ്സിലാക്കണം. അതുകൊണ്ടാണത്. അങ്ങനെ വരുമ്പോൾ എന്താണ്, ഈ മഹല്ല് കമ്മിറ്റിയുടെ ആളുകളായി മാറുക എന്നുള്ളതാണ് ഒന്നാമത് വേണ്ടത്. ചില കത്തിമാരൊക്കെ വരുന്നൊരു അബദ്ധം എന്താണെന്നറിയാം, ഒരു കുറച്ച് ചെറുപ്പക്കാരാളായിട്ട് മാറും, പിന്നെ ഓലും ചെറുപ്പക്കാരും കമ്മിറ്റി വേറെ ആയിട്ട് മാറും. പണ്ടൊക്കെ ഉണ്ടായില്ല, മുദരിസും മുത്തല്ലിങ്ങളും ഒരു സംഘവും, കമ്മിറ്റി മുക്രി ഒരു ഭാഗവും. എന്നിട്ട് മുത്താലിമ എവിടെ എന്താ കാട്ടി നോക്കി, എവിടെ പ്രശ്നം മറന്നു വെച്ചു, എവിടെ ജമാഅത്തിൽ ഉറങ്ങി, ഇത് നോക്കാനായിട്ട് മുക്രി, ചീത്തറയാനായിട്ട് കമ്മിറ്റി, അതിനെ പ്രതിരോധിക്കാനായിട്ട് ഉസ്താദും കുട്ടികളുമാരും. ഇപ്പോൾ ഒക്കെ മാറി, കാരണം സനതുള്ള ആളുകളായി ഈ മുഅദ്ദിനുമാരൊക്കെ. അപ്പോൾ അവർക്കറിയ കാര്യങ്ങളൊക്കെ എന്താ. അപ്പം നമ്മളും കുറച്ച് മൂല്യന്മാരൊരു സംഘമായി നിന്ന് കമ്മിറ്റിനെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ആ മഹല്ലിലൊന്നും നടക്കൂല. ഈ ചെറുപ്പക്കാരായിട്ട് ഒപ്പം നിന്ന് ഈ പുളിമ കയറ്റുന്ന ആൾക്കാരില്ലേ, ഹുസൈൻ റളിയല്ലാഹുവിന് കർബലയിൽ പോയാൽ മതിയായിരിക്കും, അവസരം എത്തുമ്പോൾ ആരും ഉണ്ടാവില്ല. ഉണ്ടാവണതിൽ മഹല്ല് കമ്മിറ്റിക്കാരും ഈ വയസ്സായ ആൾക്കാരും തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യം അവരെ കയ്യിലെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. പിന്നെ നമ്മുടെ നാട്ടിലെ അനാചാരങ്ങളും ഈ കല്യാണത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതെന്ന് നിരന്തരം സെക്രട്ടറിനോട് പറയണം, പ്രസിഡന്റിനോട് പറയണം. അല്ല മൂലേർ കയറി വെള്ളിയാഴ്ച 5 മുതൽ ഉമർ ഫാറൂഖ് തങ്ങളുടെ പറഞ്ഞാൽ ഞാൻ അവിടെ നടത്തും പറഞ്ഞിട്ട് അടിച്ചു നിരത്തി അന്നൊന്ന് കാണണമല്ലോ സെക്രട്ടറി വിചാരിക്കും. എന്നാ ഒന്ന് കാണണമല്ലോ. അന്നെന്താ മൂപ്പരോട് പറഞ്ഞിട്ട് ഞങ്ങൾ പറയണ്ടല്ലേ, മൂപ്പരെല്ലാം ശമ്പളം തരുന്നത് പറയണ്ടേ. അപ്പം അവരെ കയ്യിലെടുത്ത് ഈ ഫിർഔൻ വരെ മനസ്സിലാക്കിയ ഒരു തത്വമാണിത്. അതുകൊണ്ടല്ല മൂസാ നബി അള്ളാഹിനെ പരിചയപ്പെടുത്താൻ പോയപ്പോൾ റബ്ബുനല്ലദീ അഅതാ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ തോറ്റു. അപ്പോൾ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാക്കാൻ മൂപ്പര് അടുത്ത ചോദിച്ചാൽ എന്താ, ഫമാ ബാലിൽ ഖുറൂനിലൂല, എന്നാൽ മുമ്പ് മരിച്ചുപോയ ആൾക്കാരുടെ വാപ്പമാരൊക്കെ ഉണ്ടല്ലോ കുറേ, അവരുടെ അവസ്ഥ എന്തായിരിക്കും. മൂസാ നബി എങ്ങാനും ഓലക്ക നിരക്ക് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കൈജീതു താവത്ത്. കാരണം ആ ജനങ്ങൾ മൊത്തം എതിരാവും, ഗ്രൗണ്ട് സപ്പോർട്ട് മൊത്തം ഫിറോനാവും. അതുകൊണ്ടാണ് ബുദ്ധിപൂർവ്വം മൂപ്പര് പറഞ്ഞത് ഓലെ പറ്റിയൊക്കെയുള്ള ഇൽമിൻ്റെ റബ്ബിൻ്റെ അടുത്ത റബ്ബിന് പഴക്കൂല മറക്കൂല. പോലെ മനസ്സിലാക്കി അവളെ ആളുകളൊക്കെ ഉഷാറായിക്കാരോ റബ്ബിൻ്റെ ലിസ്റ്റിലൊക്കെ നല്ല ആൾക്ക് ഉണ്ടാവുന്നതാണ്. സത്യം പറയാതിരുന്നെങ്കിൽ ഓലൊക്കെ നരകത്ത് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ പ്രശ്നമാവും. അപ്പം മഹല്ല് കമ്മിറ്റിനെ പിടിച്ച് ഗ്രൗണ്ട് സപ്പോർട്ടോടുകൂടെ അല്ലാതെ ഒരു ഖത്തീബിന് ഒരു വിപ്ലവം ഉണ്ടാക്കാൻ കഴിയില്ല. ആ മഹല്ല് കമ്മിറ്റിനോട് ചർച്ച ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെയാണ് ഈ വിവാഹ കാര്യങ്ങളിൽ ഇടപെടാൻ പറ്റും. ഈ പ്രായോഗികമായത് മാത്രം സംസാരിക്കും വേണം കേട്ടോ. ഒരു ചെറുപ്പക്കാരൻ ഫോട്ടോ എടുക്കുമ്പോഴേക്ക് ഈമാൻ തെറിച്ചിട്ട് അങ്ങോട്ട് എണീറ്റ് എനിക്ക് കുത്തുബക്കാവൂല എന്നൊക്കെ പറഞ്ഞ് ചൂടാണ് ചില ഖത്തീബന്മാരൊക്കെ ഉണ്ട്. പ്രായോഗികമാവില്ല പലപ്പോഴും. അപ്പോൾ പള്ളിയിൽ നിന്ന് ഫോട്ടോ എടുക്കണോ, ഞാനതിനെ സപ്പോർട്ട് ചെയ്തോ? ഇല്ല, ഞാനതിനെ സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത്തിരി മയത്തിലൊക്കെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുറച്ചൊക്കെ നടക്കും. ഒരിക്കൽ നിക്കായിൻ്റെ ഫോട്ടോ കിട്ടേണ്ടത് ആ പള്ളിയിൽ നിന്ന് പുറത്ത് വിട്ട് വിളി പറഞ്ഞാൽ പറ്റുമോ? നിങ്ങൾ ഫോട്ടോക്ക് പോസ് ചെയ്യാൻ നിങ്ങളെ കൈ പിടിച്ചുകൊണ്ട് പള്ളീൻ്റെ പുറത്ത് ഗ്രൗണ്ടിൽ ഓർക്ക് കിട്ടേണ്ടപ്പോൾ നിക്കായിൻ്റെ ഫോട്ടോ ആണ്. അതിനിപ്പോൾ എന്താ ചെയ്യുക, പള്ളീൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കല്ലാതെ.
ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്തെന്ന് പറയരുത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തെർഹീബ് വളരെ പ്രധാനമാണ്. തെർഹീബ് വേണം. മൂലയർ പറയണതൊക്കെ ശരിയല്ല എന്ന് തീരുമാനിക്കണേക്കാൾ നല്ലത് അത് ശരി തന്നെ ഏട്ടാ എന്ന് തീരുമാനിക്കണമല്ലേ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിനെന്ത് ചെയ്യണം? ഈ ലളിതമായ സംഗതികളിലൊക്കെ പതിയെ പതിയെ ഒരു വിപ്ലവം നടത്തുക എന്നല്ലാതെ ഒറ്റയടിക്ക് വെട്ടിമുറിക്കാൻ നിൽക്കരുത്. കാര്യമായി ചെയ്യേണ്ടത് കല്യാണം ഒരു ദിവസത്തിലാക്കി ചുരുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നോക്കണം. ഈ രാത്രി കല്യാണങ്ങളൊക്കെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. നമ്മൾ മാതൃക കാണിച്ചു കൊടുക്കണം. അങ്ങനെ രാത്രി കല്യാണങ്ങളിലാണ് കുഴപ്പങ്ങൾ മൊത്തം ഉണ്ടാണ്. ഇപ്പം കേരളത്തിലൊക്കെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമാണ് കല്യാണം. വൈകുന്നേരം കല്യാണം വെച്ചോടത്ത് ഒരിടത്തും വരുന്ന ആളുകൾക്ക് ഫുഡ് തികയാറില്ല. പകുതി ആകുമ്പോൾ അവസാനിക്കുന്നത്. അതിൻ്റെതായ ചില കാരണങ്ങളുണ്ട്. കാരണം വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞ് വരും. ഉച്ചക്കാണെങ്കിൽ കുറേ എണ്ണം ജോലിക്ക് പോകും. ഒരു വീട്ടിൽ നിന്ന് ഒരാളെ വരുള്ളൂ. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ ഒരു ദിവസം ഫുഡ് ഉണ്ടാക്കാതിരിക്കാൻ പെണ്ണുങ്ങളെ സംബന്ധിച്ച് വലിയ റാഹത്താണ്. ഇന്ന് കല്യാണം പറഞ്ഞിട്ടല്ല, നമുക്ക് എല്ലാവർക്കും കൂടെ കല്യാണത്തിന് പറയാം. അപ്പോൾ കുട്ടികളും മക്കളും കാസലൈറ്റും സിഗരറ്റും ഒക്കെ പാടെ പിടിച്ചിട്ടാണ് കല്യാണത്തിന് വരിക. ആദ്യം വന്ന പകുതി ആളതൊക്കെ കഴിയുമ്പോഴേക്ക് എത്ര വമ്പം കല്യാണമാണെങ്കിലും പിള്ളേരുടെ ഒരു പെരയൽ. ഇപ്പോഴത്തെ ഞങ്ങളുടെ നാട്ടിലൊരു വമ്പുറ്റ കല്യാണം നടന്നു. എൻ്റെ ജ്യേഷ്ഠൻ മരുവിസ്കാരം കഴിഞ്ഞ് പള്ളിയിലാണ് പോയത് കേട്ടോ. ഉപ്പരിൻ്റെ അടുത്ത് വന്നിട്ട് പറയാം, കുറച്ച് കരിഞ്ഞ കപ്പാടെ കൊണ്ടുവന്നു ഒരാൾ. അല്ല മൊത്തം കഴിഞ്ഞ് ഉപ്പരിങ്ങനെ വയന്ന് ഇരിക്കണപ്പോൾ സാധു കൊടുത്തു കൊടുത്തത്. മരുവിൻ്റെ ശേഷം പോയിട്ട് 9 മണി വരെയുള്ള പരിപാടിയാണ്, നമ്മൾ മനസ്സിലാക്കണം. പിന്നുണ്ടാവും എന്താണ്, കുറേ അടക്കം പറച്ചിലുണ്ടാവും, കുറേ പിരായി പറച്ചിലുണ്ടാവും. ആ പാവം പെൺകുട്ടിൻ്റെ കല്യാണമാണ്. അന്ന് മഹലിലെ പൗതി ആൾക്കാർ അമുക്കൾ കള്ള റാസ്കൽസ് മനുഷ്യരൊക്കെ വിളിച്ചിരുന്നത്. ഇതിലെന്താ കാര്യമുള്ളത്? ഒരു കാര്യമില്ല. ഈ രാത്രി കല്യാണത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദൂഷ്യങ്ങൾ മൊത്തം ഉണ്ടാകുക. അപ്പോഴാണ് പാട്ടുണ്ടാകുക. കേരളത്തിലൊക്കെ വലിയ സെയ്ത് കുടുംബത്തിലൊക്കെ വമ്പുറ്റ പാട്ടോടുകൂടെ കല്യാണം നടന്നു കേട്ടോ. പദതൂറ്റലും ഡാൻസും ബീവിമാരൊക്കെ കൂടെ ചേട്ടത്തി പെണ്ണുങ്ങളെ മാതിരി ഇത്ര വലുപ്പമുള്ള ഒരു തട്ടം, അത് പിടിക്കാൻ 3-4 ആൾക്കാർ അങ്ങനെയൊക്കെ വന്ന് ഓലൊക്കെ കൂടെ ആടിപ്പാടി ആ കേരളത്തിൽ നല്ല സ്വാധീനിക്കുകയും ചെയ്തു. എന്നൊരുത്തൻ കല്യാണത്തിന് വിളിച്ചിട്ട്, പുത്തനത്താണി ഭാഗത്തുള്ള ഒരുത്തൻ കല്യാണത്തിന് വിളിച്ചിട്ട് എന്നോട് എപ്പോഴെങ്കിലും വരികയെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ സൗകര്യത്തിന് വരണ്ട്. ആ പറ്റൂല, ഞങ്ങൾ മരുവിക്കടെത്തണം എന്നാണ്. എന്താ മരുവിക്കെത്തണം? അത് കഴിഞ്ഞാൽ ചെറിയൊരു പാട്ടൊക്കെ ഉണ്ടാവും. ഇല്ല സേഫാക്കാല പാവം. ഞാൻ പറഞ്ഞു വെറുതെ ആയിരിക്കുമല്ലേ. വെറുതെ ആണെങ്കിൽ ഇപ്പം തങ്ങൾക്കും വന്നൂടെ അല്ലേ കുറച്ച്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ കല്യാണത്തിന് പാടേ. അപ്പോൾ എന്നോട് പറഞ്ഞെന്താണെന്നറിയാം, നമ്മൾ കത്തിമാരും ആലുമീങ്ങളും നേതാക്കളും നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാണക്കാട്ടുണ്ടായില്ലേ, അങ്ങനത്തെ പാട്ടൊന്നും വെക്കാൻ നമുക്ക് കഴിയൂല, എന്തോ ഒരു ചിലവാണ്. നമ്മൾ അവിടേക്കുള്ള കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ളൊരു പാട്ടാണെന്നാണ്. ഇനി എന്താ നമ്മൾ ചെയ്യുക? ഈറ്റങ്ങളൊന്നും ദീന് പഠിക്കണ ബുഖാരി ഷരീഫ് എന്നല്ല, നെല്ലിക്കുത്തുസ്താൻ്റെ കിതാബൊന്നും ബുക്കൊന്നും അല്ല. ഇവർ ദീന് പഠിക്കണ നമ്മളെ കണ്ടിട്ടാണ്, നേതാക്കളെ കണ്ടിട്ടാണ്. പതിയെ 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 ഈ ദൂർത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടെ ഉണ്ട്. കുറേ ഫുഡ് വെക്കലൊന്നും ദൂർത്തല്ല. ആവോലി പൊരിക്കൽ, പിന്നെ ആട്ടിൻ്റെ കാല് ഓരോരുത്തർ കൂടി, ഇതൊന്നും ദൂർത്തല്ല കേട്ടോ. മിസ്യൂസ് ചെയ്യരുത്, അത്രമാത്രം. ഒരാവോലി എല്ലാവർക്കും ഓരോ ആവോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൂർത്തായി വരും. കാരണം ഇത്തിരിയൊക്കെ തിന്ന് ബാക്കി വലിച്ചെറി. ആവോലിക്ക് തന്നെ ഒരു പാവം തോന്നും. നേരെ മറിച്ച് ആവോലി കഷ്ണിച്ചോളൂ, ആട് മുറിച്ച് കൊടുത്തോളൂ. കാര്യം ഈ ഒരു മഹലിലെ പകുതി ആളുകൾക്കും ആടൊക്കെ സ്വന്തമായിട്ട് വാങ്ങാറുണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ പശുവിനെ കിട്ടാത്തതുകൊണ്ട്, പോത്തിനെ കിട്ടാത്തതുകൊണ്ട് ആട് വാങ്ങണ്ടോന്ന് എനിക്കറിയില്ല. അത്തരം ആളുകൾക്ക് അത് വാങ്ങിക്കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഈ ഒരു പരിപ്പ് വടയും ഈ കട്ടൻ ചായയും തന്നെ കൊടുക്കണം, ദൂർത്തില്ലാതാകാന്നുള്ളൊരു മസാല ചില ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സത്യത്തിൽ അത് ശരിയല്ല. നമ്മളൊരു അതിഥികളെ വിളിക്കുമ്പോൾ മാന്യമായി ഫുഡ് കൊടുക്കുന്നതിൽ തീരെ ഇസ്രാഫില്ല. ഇസ്രാഫ് പറഞ്ഞാൽ ഹറാമിൽ ചിലവഴിക്കുമ്പോഴാണ്. ഹറാമിൽ 1 ഉറുപ്പ്യ ചിലവഴിച്ചാൽ ഇസ്രാഫ്. ഇപ്പം നമ്മൾ സിനിമക്ക് പോവാണ്, ഒരാൾ അവൻ സിനിമക്ക് പോകാൻ വേണ്ടി 10 ഉറുപ്പ്യക്ക് KSRTC കയറി, ആ 10 ഉറുപ്പ്യ ഇസ്രാഫാണ്. നേരെ വെച്ച ഒരാളൊരു സാധുവിനെ കണ്ടപ്പോൾ 10 ലക്ഷം ഉറുപ്പ്യ കൊടുത്തു, അപ്പോൾ ഇസ്രാഫ അമിതത്വം ചെയ്തു പറയും. ഇല്ല, വീടുണ്ടായിക്കാരന് 10 ലക്ഷം ഉറുപ്പ്യ എടുത്തു, അതൊന്നും ഇസ്രാഫല്ല. നമ്മളെ വീട്ടിലേക്ക് മാന്യമായി ക്ഷണിച്ചു വരുന്ന ആളുകൾക്ക് അവരുടെ നിലവാരമൊക്കെ അനുസരിച്ച് ഫുഡ് കൊടുക്കലല്ല ഇസ്രാഫ്. നേരെ വെച്ച് ഹറാമായിട്ടുള്ള എന്തൊക്കെ പരിപാടി അവിടെ നടത്തണോ അതിന് പണം ചെലവഴിക്കുന്നതാണ് ഇസ്രാഫ്. നല്ലോണം ശ്രദ്ധിക്കണം. പലജോതി സാധനം ഒരുപോലെ ഉണ്ടാക്കിയിട്ട് മൊത്തം നശിപ്പിക്കുന്ന ഇസ്രാഫാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആവോലിയുടെ ഉദാഹരണം, എല്ലാവർക്കും ഓരോ വലിയ ആവോലി എടുത്ത് എന്തായാലും പകുതിയിലേറെ നഷ്ടപ്പെടും. മുറിക്കണം.
മുറിച്ച പീസസ് കൊടുക്കണം. ആവശ്യമുള്ളവർ അതിൽ നിന്ന് പീസ് എടുക്കട്ടെ എന്ന് വെക്കണം. അപ്പോൾ 2 ചോറും 1-2 കൂട്ടാനൊക്കെ വെച്ച് എഴുതിയിട്ട് ഇസ്രാഫൊന്നും ആവില്ല. എന്നുവെച്ചാൽ പെണ്ണിനെ ഒരുക്കാൻ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ടീമിനെ 10,000 മുതൽ 2.5 ലക്ഷമൊക്കെ കൊടുത്ത് വരുത്തുന്നത് ഈ ടീമിൻ്റെ ദർജ അനുസരിച്ചാട്ടോ. അത് കടുത്ത ഇസ്രാഫാണ്. ഫോട്ടോ പിടിക്കാൻ വേണ്ടി മാത്രം ഒരു ടീമിനെ വിളിച്ചു വരുത്തി ഓൽക്ക് ഒരു 50,000 കൊടുക്കുന്നത് കടുത്ത ഇസ്രാഫാണ്. പെണ്ണിൻ്റെ ചുണ്ടിന് പെയിൻ്റ് അടിക്കാൻ വേണ്ടി ചെറിയ 10 റുപ്യേൻ്റെ സാധനം വാങ്ങുന്നത് ഇസ്രാഫാണ്. 10 ലക്ഷം അല്ല, 10 രൂപയുടെ. ഒരു സന്തോഷം വരട്ടെ എഴുതിയിട്ട് ലൈറ്റൊക്കെ വെച്ച് അത്ര ഇസ്രാഫാവും അല്ലേ? സന്തോഷാവസരങ്ങളിൽ ചില ആഘോഷങ്ങളൊക്കെ മതം അനുവദിക്കണില്ലേ? അപ്പം നമ്മൾ വേർതിരിച്ച് തന്നെ ആവണം. ചോറ് വെച്ചതിന് ചീത്ത പറയാൻ നിൽക്കരുത്. പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉന്നതന്മാർക്ക് ഒരു ടൈപ്പ് ചോറ്, സാധാരണ ആളുകൾക്ക് പക്കാ ഒരു ലോക്കൽ ബിരിയാണി, അങ്ങനെ വരാൻ പാടില്ല. അങ്ങനത്തെ സാഹസം ഏറ്റവും അഭിശപ്തം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പാവപ്പെട്ടവർക്കും ഉസ്താദുമാർക്കും എന്ന് കരുതി എ പി ഉസ്താദൊക്കെ വരുന്നുണ്ട്, ഓർക്ക് സാധാരണ ഫുഡ് പറ്റൂല, മൂപ്പർക്ക് ഒരു നാടൻ കോഴിനെ വെച്ചുണ്ടാക്കി, അതൊന്നും കുഴപ്പമൊന്നുമല്ല. നമ്മളാ കേരളത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ കല്യാണത്തിലെ ധൂർത്തിനെതിരെ എന്നും പറഞ്ഞ് ഇനി വെറും ഒരു കട്ടൻ ചായയും പരിപ്പുവടയെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ കല്യാണം. നേതാക്കളൊക്കെ തലേനാൾ പോയി നല്ല അടിച്ചു വരും, അനുയായികൾ ചെല്ലുമ്പോൾ കട്ടൻ ചായയും പരിപ്പുവടയും. ഇത് നടക്കൂല. അപ്പോൾ മഹല്ല് കമ്മിറ്റിയെ കയ്യിലെടുത്ത് ജനങ്ങളുടെ പിന്തുണയോടുകൂടെ മഹല്ലത്തിൽ നിന്ന് ഈ പറഞ്ഞ എല്ലാ ധൂർത്തുകളും ഒഴിവാക്കണം. ഈ 5 ദിവസം മുതലാളി കല്യാണം നടത്തുമ്പോൾ പാവപ്പെട്ടവന് 4 ദിവസമെങ്കിലും നടത്തേണ്ടി വരും. മുതലാളിൻ്റെയൊക്കെ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പാവപ്പെട്ടവൻ പ്രതിരോധത്തിലാവും, അവൻ കടം വാങ്ങും, ലോൺ എടുക്കും. പിന്നെ ജീവിതകാലം മുഴുവൻ തീർത്താലും ആ ലോണിൽ നിന്ന് മുക്തരാകാൻ പറ്റില്ല. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ലെവലിലാണ് കല്യാണം നടത്തേണ്ടത് എന്ന് നമ്മുടെ മഹല്ലിൽ ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. നമ്മൾ വീട് വെക്കുന്നിടത്തൊക്കെ അങ്ങനെ തന്നെ. വീട് വിശാലാവണം, ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ വേണം. പക്ഷെ അനാവശ്യമായ പത്രാസ് കുറേ കാട്ടി ഒരു പൈസ ഇല്ലാത്ത മൂല്യര് അയാൾ അതിന് വേണ്ടിയിട്ട് കുറേ കടം വാങ്ങി, മഹല്ലിൽ ഓരോ ആജിയന്മാരേക്കൊന്നും കടം വാങ്ങി. അതൊന്നും അത്ര നല്ല കാര്യമൊന്നുമല്ല. നമ്മൾ കടം വാങ്ങുന്നിടത്ത് തന്നെ തിരിച്ചു കൊടുക്കാനുള്ള വസ്തു അല്ലെങ്കിൽ മാർഗം ഉണ്ടെങ്കിലല്ലേ ലറൂറത്തല്ലാത്തടത്ത് കടം വാങ്ങാൻ പാടുള്ളൂ. അതല്ല മസല. ലറൂറത്തിന് വേണ്ടി കടം വാങ്ങാം, ഒരു ഓപ്പറേഷൻ നടത്തണം, തിരിച്ചു കൊടുക്കാൻ എങ്ങനെ മാർഗമൊന്നുമില്ല, പക്ഷെ ഓപ്പറേഷൻ അത്യാവശ്യമാണ്, അതിനുവേണ്ടി എന്ത് ചെയ്യാം, കടം വാങ്ങാം. നേരെ മറിച്ച് വീട്ടിന് മുന്നിൽ കുറേ തൂണുണ്ടാക്കണം, ഒരാവശ്യമില്ല. മുളകിടാനൊന്നും പറ്റില്ല, വെറ്റിലായിട്ടാനൊന്നും പറ്റില്ല. അടുത്ത വീട്ടിൽ തൂണുണ്ടായി, അതുകൊണ്ട് നമുക്കും തൂണ് വേണം, അതിന് ലോൺ എടുക്കുക, അത് ഭയങ്കര ബുദ്ധിമുട്ടായി വരും. നമുക്ക് ആവശ്യത്തിന് പറ്റുന്ന ഒരു കാറുണ്ട്, അതൊന്നും കൂടി ദർജ കൂട്ടണം എന്ന് കരുതിയിട്ട്, സൗകര്യമില്ലെങ്കിലല്ല കേട്ടോ പറയണത്, ദർജ കൂട്ടണം എന്ന് കരുതി നമ്മൾ ലോൺ എടുക്കുക, കടം വാങ്ങുക, അതൊക്കെ ബുദ്ധിമുട്ടാണ്. കടം വാങ്ങിച്ചോളൂ, ആ പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാനുള്ള മാർഗം ബോധ്യപ്പെടണം, ഉണ്ടാവുന്ന തവക്കുലാക്കലല്ല. അപ്പോൾ ഈ കല്യാണത്തിന് വേണ്ടി കടം വാങ്ങുന്നതിൻ്റെ വിഷമം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. മര്യാദക്ക് കല്യാണം നടത്താൻ എല്ലാവരെയും പഠിപ്പിക്കണം. അതിലൊക്കെ നമ്മൾ സജീവമാവുകയും വേണം. കല്യാണത്തിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ 5-6 സാധനങ്ങൾ മറന്നിട്ടുണ്ടാവില്ല, അതില്ലാതെയാക്കാൻ വളരെ പെട്ടെന്നുള്ള, പ്രത്യേകിച്ച് മദ്യ സൽക്കാരം. പെൺകുട്ടികളൊക്കെ വെച്ചിട്ട് മദ്യം വിളമ്പിയിട്ട് കൊണ്ടുപോയിട്ട് പെൺകുട്ടികളെ തന്നെ എടുത്തു കൊടുക്കുന്ന രീതിയൊക്കെ ഉണ്ട് ഇപ്പോൾ കേരളത്തിൽ ഈ വമ്പം മുതലാളിമാരുടെ വീട്ടിൽ. ന്യായം എന്താണെന്നറിയാം, വേണ്ടോല് കുടിച്ചാൽ മതിയല്ലോ എന്നാ. അപ്പോൾ ഈ നമുക്ക് കൊടുക്കണതോ, വേണ്ടോല് കുടിച്ചാൽ മതി എന്നുള്ളത് ന്യായമാണ്. നിങ്ങൾ കുടിക്കണ്ടല്ലോ മൂല്യരെ എന്നാണ് വേറൊരു സംഗതി. അത്രയൊക്കെ ശരിയാ. പക്ഷേ വേണ്ടോർക്ക് ഇത് കൊടുക്കണതോ കഠിനമായ തെറ്റല്ലേ? ഇത് വല്ലാത്തൊരു സമൂഹത്തിൽ വല്ലാതെ ബാധിച്ച കുറേ പ്രശ്നങ്ങളാണ്. ഒറ്റയടിക്കൊരു വഴുതുകൊണ്ടൊന്നും ഇത് മാറൂല. അതിനാണ് ഞാൻ വിവാഹ ദൂരത്തിലേക്ക് വരുന്നതിന് മുമ്പ് വേറെ കുറേ സംഗതികൾ പറഞ്ഞത്. ഖത്തീബ് ജനങ്ങളിൽ സ്വാധീനിക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങിയത് അതുകൊണ്ടാണ്. ഖത്തീബ് ഉസ്താദ് നമുക്ക് ആവശ്യമാണ് എന്നുള്ള ബോധത്തിലേക്ക് ഉയർത്തിയിട്ട്, അതല്ല പണ്ടത്തെ ഉസ്താദന്മാരൊക്കെ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ അങ്ങനെ തന്നെ പാസ്സാവുമായിരുന്നല്ലോ. നമ്മൾ മാതൃകാവാതെ നമ്മളെന്തോ ജീവിതം നയിക്കുക, ഭയങ്കര മുടിയന്മാർ, ചില ഖത്തീബന്മാരൊക്കെ ഇപ്പം അങ്ങനെ ഇത്രക്കും മുടി. നമ്മുടെ നാട്ടിലൊക്കെ ഒരു സംസ്കാരമുണ്ട് ഉസ്താദുമാരുടെ മുടിയിൽ, അതേ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് സിറാജുലുദയിലുള്ള പ്രസംഗത്തിൽ പേരോട് ഉസ്താദ് മുത്തല്ലിങ്ങളുടെ തലകെട്ടിനൊക്കെ പറ്റി പറഞ്ഞു. നമ്മൾ ഇതുവരെ കെട്ടിയൊരു തലകെട്ടുണ്ട്, അത് ശരിയല്ല എന്ന് കരുതിയിട്ട് വേറെ എവിടുന്നോ കൊണ്ടുവന്ന തലകെട്ടുമ്പോൾ കൂടി നിസ്കാരം ബാത്തുലാക്കലിനെതിരൊക്കെ ഉസ്താദ് പറഞ്ഞു നേരത്തെ. അന്ന് ഈ മുടി ഇത്രക്ക് വളർത്താൻ പറ്റുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി വളർന്നിരുന്നില്ല എന്നാണ് ചോദ്യം. ഭരതൊക്കെ കേട്ടാൽ തോന്നും ഇമാം ഷാഫി തങ്ങളുടെ ലെവലിലുള്ള ഒരാളാണെന്ന്. ഹദീസൊന്നും ആയത്തൊന്നും ഒക്കെ ജിത്തിയാതെ എടുത്താണ്.
ഹദീസും ആയത്തുനിന്നൊക്കെ ഇജ്തിഹാദ് എടുത്താണ്. സത്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ സൂറത്തുൽ ഫത്ഹിന്റെ 28, 29 എന്താണ്? ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം ഇൻഷാ അല്ലാഹ് ആമിനീൻ മുഹല്ലഖീന റൂസഹും വമുഖസ്സിരീൻ. മക്കം ഫത്ഹിന്റെ മുന്നേ മിക്ക സഹാബിവര്യന്മാരും റസൂലും ഒക്കെ മുണ്ഡനം ചെയ്തു, ബാക്കിയുള്ളവർ വെട്ടി ചെറുതാക്കുകയും ചെയ്തു. എന്നിട്ടാണ് അത് വിതരണം ചെയ്യാൻ വേണ്ടി സഹാബികളെ ഏൽപ്പിച്ചത്. അപ്പം നബി ആദ്യം വളർത്തിയെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ നബി വളർത്തിയെന്ന് അവസാനം വരെയും നമ്മളതാ തെളിവ്. നമുക്ക് എല്ലാ ഹദീസിൽ നിന്നും ഉലമാക്കൾ പഠിപ്പിച്ചെന്നൊരു രീതി ഉണ്ടാവില്ലേ? അപ്പോൾ ഏതെങ്കിലും കിതാബിലുണ്ടോ മുടി നീട്ടാൻ പാടില്ല? കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ നമ്മുടെ ഉസ്താദുമാർ ശീലിച്ചു വന്നൊരു നമ്മുടെ ഒരു മുടി സംസ്കാരമുണ്ട്. എന്നിട്ട് ഉസ്താദാണല്ലോ ഇത്രക്കും മുടി മൂപ്പരിക്ക്. ഒരു മുദരിസിനെ കണ്ടു, അതാണ് മൂപ്പരിക്ക് മൂപ്പരെ കുട്ടികൾക്കൊക്കെ മുടി, ഒരു മുടിയന്മാരുടെ ദർസ്, മൊത്തം മുടിയന്മാര്. ജനങ്ങളടിയിലുള്ള കീമത്ത് പോണ പരിപാടി ഒന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പം സുലൈമാസ്താൻ്റെ അടുത്ത് വന്നിട്ട് മകൻ അബ്ദുറഹ്മാൻ്റെ കിഡ്നി പോയെന്ന്, കിഡ്നി റെഡിയാണ്, പൈസയും റെഡിയാണ്, നമുക്കൊരു ഓപ്പറേഷൻ ചെയ്യല്ലേ എന്ന് ചോദിച്ചു രംഗണ്ട്. ഏത് വാപ്പയാണെങ്കിലും തൽക്കാലം നിങ്ങൾ ചെയ്തോളി എന്ന് പറയേണ്ടതാ. ആദ്യം മുർമളസ്ഥാൻ്റെ അടുത്ത് വന്നു. മുർമളസ്ഥാൻ്റെ മരുവനാണ് അബ്ദുറഹ്മാൻ, മോളെ കെട്ടിയാണ്. ഉസ്താദ് പറഞ്ഞു സുലൈമാൻ ഉസ്താദ് ജീവിച്ചിരിക്കല്ലേ, നമ്മളിതുവരെയൊക്കെ പറഞ്ഞിരുന്നത് അത് പാടില്ല എന്നാണല്ലോ. അപ്പം ഞാനതാന്ന് പറയില്ല, നിങ്ങൾ സുലൈമാൻ ഉസ്താദിനോട് ചോദിച്ചോളി എന്ന് പറഞ്ഞു. പിന്നെ സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്ത് കാളിൽ ചെന്നു. കിഡ്നി റെഡിയാണ്, പൈസ ഫുൾ റെഡിയാണ്, സർജറി നടത്തിയാൽ മാത്രം മതി. ഉസ്താദിൻ്റെ ഏറ്റവും ചെറിയ കുട്ടി, നല്ലൊരു ആലിമായ ഹസനി മർക്കസ് ദഹസിൽ ഞാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തിട്ട്. ഉസ്താദ് പറഞ്ഞെന്താ അറിയോ, നമ്മളിപ്പോൾ ആൾക്കാരോടൊന്നും നമ്മളെ ശരീരത്തിൻ്റെ ഭാഗം മാറ്റാനും വെട്ടാനും പറ്റൂല എന്ന് പറയാം. നമ്മളെ കാര്യം വരുമ്പോൾ നമ്മളത് മറക്കും ചെയ്യുക. പിന്നെ എന്തിനാ ഇപ്പം നമ്മൾ തലകെട്ടെറ്റി നടക്കണമെന്ന് പറഞ്ഞു. മരിച്ചു അബ്ദുറഹ്മാൻ. ചിലപ്പോൾ അന്നാ സർജറി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഇന്നും ഉണ്ടാവും. ഓൻ അല്ല എന്താ വിധിച്ചത് വെച്ചാൽ നടന്നോട്ടേ എന്ന് ഉസ്താദ് പറഞ്ഞു. നമുക്ക് ക്ഷമിച്ചാന്ന് ഉസ്താദിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞ. അങ്ങനത്തെ ആൾ പറഞ്ഞാലേ മനസ്സ് കൊള്ളുള്ളൂ. ഇത് അവനാൻ്റെ കാര്യം എത്തുമ്പോൾ കുന്തം കൊടുത്തിട്ടോ. ചില മുലിമാരെ വീട്ടിലൊക്കെ പോയാലേ മൊത്തം പെണ്ണുങ്ങൾ, പെൺകുട്ടികൾ, പ്രായപൂർത്തിയായ പെൺകുട്ടികളൊക്കെ കാണാം അത്രക്ക് കുപ്പായൊക്കെ പുറത്തിങ്ങനെ വരുന്നത്. അങ്ങനത്തെ ഉസ്താദിന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞങ്ങളെ ഭാഗത്ത് വിവാഹ ദൂരത്തിനെതിരെ ഉസ്താദ് ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 ചെറുപ്പക്കാർ എണീറ്റുന്നു. നിങ്ങളെ നാട്ടിൽ ഇന്ന ഫൈസി എന്നും പറഞ്ഞിട്ട് കല്യാണത്തിന് ഗാനമേള നടന്ന് നിങ്ങളവിടെ ഉണ്ടായിരുന്നില്ലെന്ന് ചോദിച്ചിട്ട്, ഇയാളുടെ ഒരു ബന്ധു കൂടെയാണ് ആ പണക്കാരൻ ഫൈസി. പിന്നെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജുമാൻ്റെ മുമ്പ് വമ്പിച്ച തറപ്രസംഗം നടത്താൻ പേര്. സത്യത്തിൽ അതോടുകൂടെ തറായി. ചെറുപ്പക്കാരെണീറ്റുന്നു, നിങ്ങളെ സ്വന്തം നാട്ടിൽ, നിങ്ങളെ അയലോകത്ത്, നിങ്ങളെ ബന്ധുവാകുന്ന ഇന്ന ഫൈസിൻ്റെ വീട്ടിൽ വിവാഹത്തിൻ്റെ തലേന്നാൾ ഗാനമേള നടന്നപ്പോൾ നിങ്ങൾ എവിടെ ആയിരുന്നു എന്ന് ചോദിച്ചു. പിന്നെ നീ ബബ്ബടിക്കാനേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ഭാഗം ക്ലിയർ ആവണം. നമ്മളെ ബന്ധുക്കളെല്ലാവരും ശുദ്ധാക്കാൻ പറ്റുന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ സഹകരിക്കാതെങ്കിലും മാതൃക കാണിക്കണം. ഇപ്പോൾ ബന്ധുവിൻ്റെ നമ്മുടെ ജ്യേഷ്ഠൻ്റെ മോളെ വിവാഹത്തിൽ വമ്പിച്ച ഈ പറഞ്ഞ തോന്നിയാസങ്ങളൊക്കെ ഉണ്ട്. നമുക്കെല്ലാവരും നന്നാക്കാൻ പറ്റൂല. നമ്മൾ പോകരുത്. മല്ല നിങ്ങനെ ചോദ്യം വരുമ്പോൾ പറയണം അതുകൊണ്ടല്ലടാ ഞാൻ പോകാതിരുന്നതെന്ന്. എല്ലാവരും കൂടി കൺട്രോൾ ചെയ്യാൻ ഞാൻ എന്താ ഇവിടുത്തെ ഖലീഫേറ്റാണോ? ഞാൻ കാര്യങ്ങൾ പറഞ്ഞെടുത്ത് ഓല അംഗീകരിച്ചില്ല, ഞാൻ പോയതുമില്ല. മർക്കസിലെ പഠനാസ്ഥാനം അറിയാം എല്ലാവർക്കും. എൻ്റെ കുറേ ശരീക്കന്മാരോടെ ഉണ്ട്. ഞങ്ങൾക്കൊക്കെ അബുദാബുദ് തുർമുദി കോയിത്തന്നി ഉസ്താദായിരുന്നു. ഒരു പറമ്പിലാണ് ജ്യേഷ്ഠൻ്റെ വീട്, ഒരു പറമ്പിൽ. ആ ജ്യേഷ്ഠൻ വഹാബിയാണ്. ജ്യേഷ്ഠൻ മരിച്ചു. ഉസ്താദ് ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ തിരക്കടില്ല. വീട്ടിൽ ഉസ്താദുണ്ട്. ഉസ്താദ് പുറത്തിറങ്ങിയില്ല, ഒരു വട്ടം പോയില്ല, കണ്ടില്ല, മയ്യത്ത് സ്കരിച്ചില്ല, മയ്യത്തിൻ്റെ ഒപ്പം പോയില്ല. സ്വന്തം ഷക്കീക്കായ അപ്പുറത്ത് മരിച്ചടക്കുക. ആള് വഹാബിയാണ്. ആ ഉസ്താദിന് വഹാബികളോട് സലാം പറയരുതെന്ന് പറയാൻ പറ്റുമോ? ആരും അത് സ്വീകരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് എല്ലാ കൂട്ടുകെട്ടിലും ഒലപ്പുണ്ട്, ചങ്ങായിമാരുമാണ്, നമ്മൾ ഷെയറായിട്ട് ഒലപ്പം കച്ചവടം നടത്തുന്നുണ്ട്. പിന്നെ വഹാബിനോട് വിട്ടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയി പണി വയ്ക്കുകയെന്ന് പറയും ആൾക്കാർ. അപ്പം നമ്മുടെ മുന്നിലുള്ള മാതൃകകൾ തന്നെ നമ്മൾ അവഗണിക്കരുതെന്ന് ഞാൻ എന്നോടും നിങ്ങളോടൊന്ന് സൂചിപ്പിക്കുകയാണ്. വിവാഹത്തിലെ ദൂർത്ത് പ്രോത്സാഹിപ്പിക്കാനായിട്ട് വലിയ സംഘങ്ങളുണ്ട്. അവർക്ക് ഇപ്പോൾ ചിലറിൽ നിന്നൊക്കെ കല്യാണം ഉറപ്പിച്ചു എന്നുള്ള എങ്ങനെ പോലെ അറിയണമെന്ന് അറിയില്ല. എൻ്റെ മോളെ കല്യാണം ഉറപ്പിച്ചപ്പോൾ പിന്നെ 7 or 8 ചില്ലറിക്കാർ വിളിച്ചു. അതുപോലെ മത്സരം കണ്ടപ്പോൾ വെറുതെ വരാനാ തോന്നിയിരിക്കും. ഓരോരുത്തർ വിളിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇന്നോര് വിളിച്ചിരുന്നു, അങ്ങോട്ട് പോകണ്ട, അവിടെ ഇങ്ങനെ
അപ്പോൾ ഇവരടുത്ത് ചെന്നാൽ വെറുതെ വരും, പൗഡർ ഇട്ടെങ്കിലും തരും എന്നുള്ള ആളിപ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ. അതിനൊന്നുമല്ല, നമ്മളെ കുണ്ടിൽ വീഴ്ത്താനായി ഇത്. ഇതേപോലെ ഫാൻസി ഡ്രസ്സുകാർ വിളിക്കും. കേരളത്തിലൊക്കെ ഉള്ള ട്രെൻഡ് പറയാൻ, പെണ്ണിനെ ഒരുങ്ങാനായിട്ടുള്ള ഡ്രസ്സുകളുണ്ട്. മുത്താലിമീങ്ങൾക്ക് പുതിയാപ്പിള പോകാനുള്ള കോട്ട് പോലും പരസ്യത്തിൽ വരുന്നുണ്ട്, വാടക. നമുക്ക് ആ മർക്കസ് നിട്ടിയ കറുത്ത കുടശീലുണ്ടല്ലോ, അത് ഇടുന്നതിന് നോക്കൂല. ഈ വാടകയ്ക്കൊക്കെ ഇങ്ങനെ പലരോട്ടെ ആ സംഗതിയിൽ ഇങ്ങനെ പുതിയാപ്പിളായി പോകണേക്കണാവല്ലോ നല്ലതേ. മർക്കസ് നമുക്ക് കിട്ടിയൊരു കുടശീലുണ്ടല്ലോ, അതിടല്ല. ഞാൻ വേറെ വിഷയം പറഞ്ഞാണ്. പിന്നെ കടക്കാർ വിളിക്കും, ബിരിയാണി കച്ചവടക്കാർ വിളിക്കും, മസാല കച്ചവടക്കാർ വിളിക്കും. അപ്പം നമ്മൾ ഇന്നൊക്കെ ഓഫറാക്കും എന്ന് പറയും. എല്ലാവരും ഈ മത്സരത്തിൻ്റെ ലോകമാണ് ഈ ബിസിനസ് എന്ന് പറഞ്ഞാൽ. അവർ ഓഫറും വെച്ച് ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് തോന്നും നായ്മന്നാട് കൂടി കൊടുത്താൽ തിരക്കടില്ല. ഞാൻ പറഞ്ഞതുപോലെ 4 ദിവസത്തെ കല്യാണം, രാത്രി കല്യാണം, ഇവിടെ ഉണ്ട് മഞ്ഞ കല്യാണം, പച്ച കല്യാണമൊക്കെ. അന്ന് എല്ലാ വസ്തുക്കളും മഞ്ഞായിരിക്കുമല്ലോ. പച്ച കല്യാണത്തിൻ്റെ അന്ന് ഫുള്ള് പച്ചയായിരിക്കും. ഇത് ഇന്തോനേഷ്യയിൽ എവിടെ ഉണ്ടല്ലോ, അതും ഇങ്ങോട്ട് കൊണ്ടുവന്നു. എന്നാൽ അവിടെ ഇല്ലാത്ത വേറെ കുറേ പലയിടത്തുനിന്നും വേറെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം ഇതിനെതിരെ ശക്തമായി നിലകൊള്ളാൻ ഖത്തീബുമാരാവും നമുക്ക് പറ്റണം. എന്തൊക്കെ അനാചാരം, ഞാൻ നേരത്തെ പറഞ്ഞത് വളരെ പ്രധാനമാണ്. അതായത് മതവിരുദ്ധമായ അനാചാരങ്ങൾ കുറേ, ഏത് ഈ മറ്റ് മതക്കാരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക പോലത്തെ, ഇതിലൊക്കെ ഖത്തീബ് മാതൃകയായിട്ട് പ്രവർത്തിക്കണം. പക്ഷേ അവിടേക്കും ഖത്തീബിൻ്റെ മുമ്പിൽ വലിയ പരിമിതി ഉണ്ട്. ഒരു വഴുതുകൊണ്ടൊന്നും ആരും നന്നാവില്ല. വളരെയേറെ ബുദ്ധിപൂർവ്വം നമ്മൾ പ്രവർത്തിക്കണം. ഞാൻ ഒന്നുകൂടെ പറയുന്നത്, നാട്ടുകാർക്ക് ഉപകാരമുള്ള ആളാണ് ഖത്തീബ് എന്നുള്ള ബോധത്തിലേക്ക് നാട്ടുകാരെത്തിക്കാൻ നമുക്ക് കഴിയണം. ഇനി വനിതാ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കട്ടോ, മേഖലകൾ തിരിച്ച്. ഇപ്പോൾ ഞങ്ങളെ ഭാഗത്ത്, മണ്ണാർക്കാട് ഭാഗത്ത് ഈ മാസം അവസാനം ഒരു വലിയ സലഫി, ഹുസൈൻ സലഫിൻ്റെ വയൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പ്രചാരണം ആകെ നടത്തിയവർ, തീരെ വഹാബില്ലാത്ത സ്ഥലം. അപ്പോൾ ഖത്തീബ് കമ്മിറ്റിക്കാരെ വിളിച്ചിട്ടൊരു ഒരു ചർച്ച നടത്തി. ഖത്തീബ് പറഞ്ഞു കമ്മിറ്റിക്കാരോട്, നമുക്ക് ഓൻ്റെ പ്രസംഗം നടക്കണതിൻ്റെ മുമ്പ് മഹലിൽ ഒരു 6-7 ഭാഗങ്ങളാക്കിയിട്ട് വിഭജിച്ചിട്ട് ഓരോ സ്ഥലത്തും 2-3 വീതം ക്ലാസ് വെക്കുക. എന്താണ് സുന്നത്തമയത്ത്, എന്താണ് വഹാബിസം എന്നുള്ളത്. അത് തകൃതിയായിട്ട് നടക്കണം. നമ്മുടെ സംസ്ഥക്കാരല്ലാത്ത പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ അതിൽ പങ്കെടുക്കണം. ഇപ്പം ഏകദേശം 1-2 റൗണ്ട് പൂർത്തിയായി. ഇനി 3-ാം റൗണ്ടൊക്കെ കഴിയുമ്പോഴൊക്കെയാണ് മറ്റേ ആളെ പ്രസംഗം വരിക. ചിലപ്പോൾ മുപ്പരിഞ്ഞ് വരൂല. ജനങ്ങൾക്കൊക്കെ ഇപ്പം അവരെപ്പറ്റി ശരിക്കും അവമതിയായി. വെറുതെ ദീന് പൊളിക്കാൻ വരുന്ന ആൾക്കാരാണ്, വെറുതെ റസൂലിനെ കുറ്റം പറയാനുള്ള ആൾക്കാരാണെന്നുള്ള ബോധത്തിലേക്ക് നാടന്മാർ, പെണ്ണുങ്ങളും ആണുങ്ങളും ഉയർന്നു. ഖത്തീബ് കമ്മിറ്റിക്കാരുടെ പിന്തുണയോടുകൂടെ വളരെ മര്യാദക്ക് മേഖലകൾ തിരിച്ച്, ആദ്യമൊന്നും ഈ കല്യാണം തന്നെ അങ്ങോട്ട് പറഞ്ഞു ഉറപ്പിക്കരുത്. നിസ്കാരത്തിൻ്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞു. സത്യം പറഞ്ഞാൽ ആക്കെ നമ്മളെ കരാറിലില്ലല്ലോ എന്ന് തോന്നും. നമ്മളെ കരാറിൽ ഇപ്പോൾ ഒന്നുമില്ലല്ലോ. ആകെയുള്ള കരാർ ഇപ്പോൾ ഒരു ജമാഅത്തിന് മുന്നിൽ ഖത്തീബ് കുത്തുബ നടത്തുക എന്നുള്ളതല്ലേ. പക്ഷെ അതല്ല നമ്മുടെ ദീനീപരമായ കരാർ. അള്ളാഹിനോട് നടത്തിയൊരു കരാറുണ്ട്, ഈ ദീനിൻ്റെ പ്രചാരണം. അതിൻ്റെ ഭാഗമാണിതെന്ന് വെക്കുമ്പോൾ അൽഹംദുലില്ലാ ഇതിൻ്റെ ഇരട്ടിക്കൊക്കെ പ്രതിഫലം ദുനിയാവിൽ തന്നെ നമുക്കിവിടെ വരും ചെയ്യും. നമ്മൾ ഈ മഹല്ലിലെ ആളുകളുമായിട്ട് നല്ല ആത്മീയമായൊരു ബന്ധം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ ഒന്നുപോലും ഒരു കുറവും പറ്റാത്ത വിധം നിർവഹിക്കാൻ അവരും പ്രതിജ്ഞ എടുക്കും. അപ്പം നമ്മളൊരു 4 റൗണ്ടൊക്കെ കഴിയുമ്പോഴേക്ക് ഇങ്ങനെ ഈ വിവാഹത്തിലെ ദൂർത്തിനെ പറ്റിയൊക്കെ പറഞ്ഞ്, ഇന്ന് ഉസ്താദിൻ്റെ ക്ലാസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും പോകണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്കതിന് വല്ലാതെ ക്ലാസ്സൊന്നും അറിയില്ല. ആരും അങ്ങനത്തെ ഒരാളിവിടെ ഇല്ല. നമ്മൾ അവരുടെ മുമ്പ് കയറിയിട്ട് മിഹ്റാബിന്ന് ഖുത്തുബ നോക്കിയിട്ടാണെങ്കിലും ചെല്ലണുണ്ടല്ലോ. ഈ ഒരു പ്രാവീണ്യം മാത്രം മതി നാട്ടിലെ പറ്റേ കാര്യബോധമില്ലാത്ത സാധു മനുഷ്യന്മാരെ വിളിച്ചിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ദീന് പറഞ്ഞു കൊടുക്കുക. ഇത് വ്യാപകമായി നടക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ഐഡിയകളൊക്കെ, മീൻസ് ഈ കല്യാണത്തിലെ ദൂർത്തൊക്കെ അതിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അല്ലാതെ വെറുതെ ഒരു ദിവസം ഇറങ്ങിയിട്ട് നമ്മൾ കല്യാണത്തിൽ ഇനി മഹലിൽ ഒരു ദൂർത്തുണ്ടാവില്ല, ഖത്തീബ് പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വേറെ വല്ല മാർഗം സ്വീകരിക്കും, വല്ല മൗലവിനെ കൊണ്ടുവരും. ചിലപ്പോൾ കാര്യം നടന്നാൽ മതി. ഇപ്പോൾ അവർക്ക് അതിന് മാത്രം വലിയ ഈമാനുള്ളൊരു ടീമല്ല ഇപ്പോഴത്തെ സമൂഹം. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വമാവണം ഈ ജിഹാദിലേക്ക് നമ്മൾ ഇറങ്ങാൻ എന്ന് കരുതിയിട്ട് മടിച്ചു നിൽക്കുകയൊന്നും ചെയ്യരുത്. നിരന്തരമായി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ വിജ്ഞാനത്തിൽ ഇങ്ങനെ വർധനവ് വരുത്തിക്കൊണ്ടിരിക്കണം. അതിന് വായനകൾ വേണം, പ്രഭാഷണം കേൾക്കണം, മുത്താല ചെയ്തുകൊണ്ടേയിരിക്കണം. വരുന്ന ഓരോ വിഷയത്തിനും ഖത്തീബിന് അതിൻ്റെതായ ഒരു അഭിപ്രായം ഉണ്ടാവും. ഇപ്പോൾ നാട്ടിലെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയം, ഇപ്പോൾ ദേശീയ പോളിയോ വരികയാണ്, ഖത്തീബ് എന്ത് ചെയ്യണം?
അതിനെപ്പറ്റി ഖത്തീബിന് നല്ല അഭിപ്രായം ഉണ്ടാവണം. ലോകത്ത് എല്ലായിടത്തും നടക്കുന്ന പരിപാടിയാണ്. മതപരമായ ഒരു കിതാബിലും അത് പാടില്ല എന്നില്ലതാനും. പിന്നെ അതിനൊന്നും ഏതോ ഒരു പ്രാകൃതനാന്ന് വരുത്തും വിധം എതിർത്ത് പ്രസംഗിക്കാൻ നിൽക്കരുത്. ചില ഖത്തീബന്മാരൊക്കെ ഉണ്ട് അങ്ങനെ പോളിയോ വാക്സിനെതിരെ പ്രസംഗിക്കും. അതിനൊന്നും ഒരു കാര്യമില്ല. ഇപ്പോൾ കേരളത്തിലൊക്കെ ഇപ്പോൾ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് 2-3 കുട്ടികൾക്ക് അംഗവൈകല്യം ഉണ്ടാവുമായിരുന്നു ഓരോ ക്ലാസ്സിൽ. ഇപ്പോൾ 2000-3000 ഉള്ള സ്കൂളിൽ പോലും ഒരു കുട്ടിക്ക് പോലും അംഗവൈകല്യം ഇല്ല. ഈ സാധനത്തിന് ഗുണമുണ്ടെന്ന് മനസ്സിലാവുന്നത്. ഇനി ഗുണമൊന്നുമില്ലെങ്കിലും എല്ലാ പൊതുകാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ഒരു 6-ാം നൂറ്റാണ്ടുകാരനാണ് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഏറ്റവും ചുരുങ്ങിയ മൂപ്പര് അതിനെപ്പറ്റി പറയാതിരിക്കണം. ഞാനൊരു എല്ലാ നന്മകളോട് എതിർത്ത് നിൽക്കുന്ന ഒരു പ്രാകൃതനാണ്, കാടനാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ജനങ്ങളുടെ മനസ്സ് പിടിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ക്രിസ്ത്യാനി ഖത്തീബുമാരൊക്കെ ആദ്യം ചെയ്യുന്ന പരിപാടിയാണത്. മൊത്തത്തിൽ നമ്മുടെ മഹലിനെ ഒന്ന് സർവേ ചെയ്യുക, എന്നിട്ട് രോഗികളുടെ കണക്ക് വേറെടുക്കുക, അതന്നെ ക്ലാസിഫൈ ചെയ്യണം. ക്യാൻസർ രോഗി, കിഡ്നി രോഗി, നിത്യരോഗി, സാധാ രോഗി, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ജോലിയുള്ളവരെയും ഇല്ലാത്തവരെയും, ഡിഗ്രി ഉള്ളവരെയും PG ഉള്ളവരെയും, കല്യാണം കഴിയാത്തവരെ, അറാമിലത്ത്, നമ്മുടെ വിധവകളെ, ഇങ്ങനെ മൊത്തം കണക്കെടുത്ത് വീടില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, ഇവരുടെയൊക്കെ മൊത്തം ഒരു ലിസ്റ്റ് നമ്മുടെ മഹലിലെ കമ്പ്യൂട്ടറിലുണ്ടാവും. എന്നിട്ട് അവരെ ഓരോരുത്തരെ രക്ഷപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ മുറിച്ചുണ്ടായിട്ടൊരു കുട്ടി ജനിച്ചു സങ്കല്പിക്കുക. പല ഗവൺമെൻറ് സംവിധാനങ്ങളിലും A to Z ഉള്ള ചികിത്സ സൗജന്യം. അതിന് തന്നെ പാപം എന്ന് കരുതിയിട്ട് അവിടെ വെറുപ്പിച്ച് ഖത്തീബിനെ കാണാൻ ചെന്ന് ഖത്തീബിന് കുട്ടിനെ കാണിച്ചു കൊടുത്തപ്പോണ്ട് ഇങ്ങനെ ഉള്ളിക്ക് മൂപ്പരനെ അന്താളിച്ചു. നിങ്ങൾക്ക് വല്ലാത്തൊരു ബല കേട്ടോ അതൊക്കെ പറഞ്ഞു മൂപ്പര്. ലോകത്ത് എത്ര കുട്ടികൾ, നിങ്ങളൊരു കുട്ടിയാണല്ലോ ഇപ്പം ഇങ്ങനെ ആയത്. ഞാൻ ദ്വേർന്നോളാം. മൂപ്പര് ഫുൾ ടൈം ദ്വേർന്നവർ ഇങ്ങനെ ആവുന്നില്ല. അത് വേണ്ടട്ടോന്ന് പറയാൻ കൊണ്ടൂരുസം CM ഒന്നുമല്ലല്ലോ. അപ്പോൾ മൂപ്പര് പറയേണ്ടത് വേജാറാണ്ട്, അത് ഇത്ര കുട്ടിക്ക് ഉണ്ടാവുന്നതാണ്. ഇതിന് സമ്പൂർണ്ണ സൗജന്യ ചികിത്സ ഉണ്ട്. ഇന്നടുത്ത് ഒരു വര മാത്രമേ പിന്നെ കാണുള്ളൂ, ഒരു കുഴപ്പമുണ്ടാവില്ല. നിങ്ങളിതിനെ വേജാറാവണ് എന്നുള്ള രീതിയിൽ ഖത്തീബ് ഒപ്പം നിന്നാൽ പിറ്റേന്ന് വരും, ഉസ്താദ് എവിടെ ഇന്നിപ്പോൾ ആ ചികിത്സ, നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഞാൻ വെറുതെ തള്ളിയതായിരുന്നു പറയാൻ പറ്റുമോ? നമുക്കൊരാശ്വാസമായിക്കോട്ടെ തള്ളി, നിങ്ങളിപ്പോൾ കാര്യത്തിലെടുത്ത് പറയാൻ പറ്റുമോ? തൃശ്ശൂരുണ്ട് ഒരു ജൂബിലി മിഷൻ ആശുപത്രി, ഇവിടുന്ന് കുറച്ച് ദൂരം പോകണമെന്നുള്ളൂ. അവിടെ ഒരു വർഷം 500 ആൾക്ക് ഇത് ചെയ്തിരിക്കണം എന്നാണ് നിയമം. അവർക്ക് സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ളൊരു ഫണ്ട് വരുന്നുണ്ട്. അവിടെ മകൾ ഇങ്ങനെ മുറിച്ചുണ്ടോടുകൂടി ജനിച്ചൊരു വലിയ സമ്പന്നൻ, അയാളൊരു ട്രസ്റ്റ് രൂപീകരിച്ച ആ ട്രസ്റ്റിൻ്റെ ഫണ്ടാണ്. അപ്പോൾ ഒരു വർഷം 500 ചെയ്തിരിക്കണം എന്നാണ് അവരുടെ നിയമം. A to Z വേറൊരു വര മാത്രമേ പിന്നെ കാണുള്ളൂ. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ഈ ഖത്തീബിന് ആ കുടുംബം ഒരിക്കലും മറക്കൂല എന്നുള്ളത് ഉറപ്പല്ലേ? വിധവകൾക്കുള്ള സഹായം, കർഷകർക്കുള്ള സഹായം, കൃഷി നശിച്ചവർക്കുള്ള സഹായം, വെള്ളത്തിനുള്ള സൗജന്യ സഹായം, ഇങ്ങനെ എത്ര സംവിധാനം ഉണ്ടെന്ന് അറിയാം. ഇതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ബുക്ക് ഉണ്ടാവും. അത് സംഘടിപ്പിക്കണ ഖത്തീബ്. എന്നിട്ട് ജനങ്ങളെ ഈ ലിസ്റ്റ് അനുസരിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കണം. എത്ര ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട് ജോലി ഇല്ലാത്തത്. ഇപ്പോൾ റെയിൽവേയിൽ ഏറ്റവും പുതിയ 2800ഓളം അപേക്ഷ ഉണ്ട്. അത് കേരളത്തിലാണെന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ മൊത്തമാണോന്ന് അറിയില്ല. നമ്മുടെ നാട്ടിലത്തെ മൊത്തം ആൾക്കാർ കയറട്ടെ എന്ന്. ടിക്കറ്റ് എടുക്കാതെ പോകുമ്പോൾ ഓനാ വരുന്നുണ്ടെങ്കിൽ പിടിക്കുമല്ലോ. എത്രയെങ്കിലും ആലോചിച്ച് നോക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് ലോക്കൽ ടിക്കറ്റ് ആയിട്ട് കയറിയിട്ടൊന്ന് സ്ലീപ്പർക്കോ AC ഒക്കെ മാറാലോ. ഇപ്പൊക്കെ AC ഇല്ലാതെ ദീർഘയാത്ര ഒന്നും പറ്റൂല കേട്ടാ. ഈ പ്രകൃതി സൗഹൃദ ടോയ്ലറ്റ് ആയതോടുകൂടെ ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ എല്ലായിടത്തേക്കും പരക്കാന്നാണ് കേൾക്കണത്. പണ്ടിങ്ങനെ റെയിൽവേയിൽ വീഴലായിരുന്നല്ലോ ലൈനിൽ. ഇപ്പോൾ വീഴൽ കാണാനില്ല. ഇല്ല, അതെല്ലായിടത്തും ഇങ്ങനെ പരക്കുകയാണ്. അപ്പോൾ ഈ സ്ലീപ്പറിലൊക്കെ ഇങ്ങനെ കുറച്ചു നേരം വാതിൽക്കന്ന് ഇങ്ങനെ മാതി വെക്കുമ്പോൾ കിട്ടും. അപ്പം നമ്മളങ്ങനെ സ്ലീപ്പറിലാണ് കുടുങ്ങിയത്. നമ്മൾ കയറ്റിയ റെയിൽവേ ഉദ്യോഗസ്ഥൻ TTR ആയിട്ട് ഇങ്ങനെ വരുന്നതോടുകൂടി നമ്മളെ കാണുമ്പോൾ അല്ലാ അവസ്ഥ എന്താണ്, ഞാൻ അവിടെ സ്ഥലമുണ്ട്, ഞാൻ അങ്ങോട്ടാക്കി തരാമെന്ന് പറയണമെങ്കിൽ ഉപകാരിക്കൂലേ? ഏറ്റവും ചുരുങ്ങിയത് ആ കുടുംബം രക്ഷപ്പെടൂലേ? മതപരമായി മാറ്റമുള്ളത് ആരുകളാണ് നോക്കണം. ബിദഅത്ത് മെല്ലെ വരുന്ന പോലെ ആരാണ് നോക്കണം. ആ കുട്ടിയോട് സൗഹൃദം കാണിച്ച് പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവരെ മാത്രം ട്രീറ്റ് ചെയ്താൽ ആ കുടുംബം രക്ഷപ്പെടും. കല്യാണത്തിൻ്റെ ഡയറി വേണം ഖത്തീബിൻ്റെ കയ്യിൽ. ആരൊക്കെയാണ് ബിദഅത്തേക്ക് കല്യാണം കഴിച്ചോ നോക്കണം. കല്യാണം നിശ്ചയിക്കണ സമയത്ത് ഓരാരാന്ന് അന്വേഷിച്ചിട്ടുണ്ടോ നോക്കണം. കാരണം ഒരു പെണ്ണിനെ അങ്ങോട്ട് കെട്ടിച്ചാലും ഒരു മുജാഹിദ് നമ്മളൊരു കുടുംബത്തിൽ നിന്ന് കെട്ടിക്കൊണ്ടായാലും ഈ കുടുംബം മുജാഹിദാവും. ഒരു സുന്നി അവർ വളരെ അപൂർവമായിരിക്കും. കാരണം രോഗേ പരക്കുള്ളൂ, ആരോഗ്യം പരക്കൂല.
നല്ല ആരോഗ്യമുള്ള ഒരുത്തനോടൊപ്പം നടന്നാൽ രോഗിക്കേട് ആരോഗ്യം കിട്ടുമോ? ഇല്ല, മറ്റവനും കൂടി പനി പിടിക്കും. അപ്പോൾ ഖത്തീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ജീവനക്കാരനല്ലെന്ന് മനസ്സിലാക്കണം. ജനങ്ങളോട് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട്, അത് പഠിക്കണം. മൊലാളിനെ കാണുമ്പോഴത്തേന് ഇങ്ങനെ, മറ്റവനെ കാണുമ്പോഴത്തേന് എന്താന്ന് ചോദിക്കണം, അത് പാടില്ല. കുത്തുബൈത്തൊക്കെ ഇഖ്ലാസിലാണ് നമ്മൾ ചെല്ലേണ്ടത്. യാ ഗൗസു യാ മുഹീദ്ദീൻ എന്ന് പറഞ്ഞ നടത്തിപ്പവൻ്റെ പോക്കറ്റിക്ക് നോക്കിയല്ല വേണ്ട. യാ ഗൗസു യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നിങ്ങളാരെങ്കിലുമൊക്കെ അങ്ങനെയാണെന്നൊന്നും എനിക്കും അതൊന്നുമില്ല. അങ്ങനെ ആരും ഇല്ല എന്നുള്ള ഉറപ്പില്ല. അതാണ് എൻ്റെ ഒരു പ്രശ്നം. നമ്മളെന്താ പിന്നെ ചെയ്യുക? ഇഖ്ലാസിലാണെങ്കിൽ അടുത്ത പരിപാടിക്കും മൂപ്പരെ തന്നെ വിളിക്കും. ഇതൊരു മടക്ക് കുറവായി, അതുകൊണ്ട് പിന്നെ വിളിച്ചപ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിലോ കഴിഞ്ഞു. ഇവിടെ ഇരുട്ടത്താ കുത്തുപോയത് എല്ലാവരും കാണും കുറേയൊക്കെ. അത് വിടി അടുക്കളയിലെ വെയിറ്റ്, പുറത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ലൈറ്റ്, അതൊക്കെ വരും. നമ്മളൊന്നും ഇതിൽ പങ്കെടുക്കാത്ത കാര്യം, ഓരോരു തിയറി മാത്രമുള്ളത്. അത് വിടിട്ടോ ഇൻഷാ അല്ലാ. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുകയാണെന്നുള്ളത് ഇതാണ്. നമ്മളിപ്പോൾ ഈ ഇപ്പോൾ ലോറിസ്കാരം കഴിഞ്ഞു, ആ വാതിൽക്ക് അങ്ങനെ നിന്നിട്ട് നമുക്ക് ആളുകളോടൊപ്പം സംസാരിച്ചൂടെ? എന്തേ ഉമ്മാൻ്റെ രോഗം മാറിയെന്നൊക്കെ ഒന്ന് ചോദിച്ചൂടെ? അല്ലാ, അവസ്ഥാൻ്റെ മനസ്സിൽ എപ്പോഴും ഞാനാണ് എന്നാ അവൻ്റെ വിചാരം ഉണ്ടാവുക. അപ്പോൾ സുന്നത്ത് സ്വീകരിക്കണ്ടേ? ഈ ചങ്ങായി പോന്നിട്ട് അസർ വരെ ചങ്ങായിക്ക് എന്താ പണി? സുന്നത്ത് സ്വീകരിച്ചൂടെ? ഉസ്താദ് എല്ലാവരും പോയിട്ട് സുന്നത്ത് സ്വീകരിക്കുള്ളൂ എന്നുള്ളൊരു ഖാദി നാട്ടിൽ വന്നാൽ ഉസ്താദ് സുന്നത്ത് സ്വീകരിക്കാത്തവനാണെന്നുള്ള വിചാരം ഉണ്ടാവില്ല. എന്തോന്ന് കൈ പിടിച്ചാൽ ഇത് സ്വന്തം സഹപ്രവർത്തനാവുന്ന മുക്രിനോട് പോലും മനുഷ്യന്മാർ അറിയണമാതിരി പറയില്ല എന്നേ. വാതിലടച്ച് അങ്ങനെ അവിടെ ഇരിക്കും. എന്നിട്ട് കാമത്തിന് സമയമാകുമ്പോൾ മുക്രി എന്നിട്ട് എന്നൊക്കെ പറയും. ഇത് മനുഷ്യന്മാരെ ഭാഷ. അപ്പോൾ അവിടുന്ന് മൂപ്പര് ക്ലോസ്. ഓല് തമ്മിലുള്ള ബന്ധമാണ് ഇപ്പതേ. എന്നിട്ട് മൂപ്പര് പോകുന്നു, ഒരൊറ്റ പോരൽ റോം ടു മീറാവ് സർവീസ്, തുരന്തോ എക്സ്പ്രസ് പറഞ്ഞ സാധനമുണ്ട്. എറണാകുളത്ത് നിന്ന് വിട്ടാൽ ഡൽഹിയിലേ നിൽക്കുള്ളൂ. അതിൻ്റെ ഇടയിൽ നിൽക്കണമെങ്കിൽ ടയർ പഞ്ചറാണ്, വെള്ളം കഴിയണം. ഇതപ്പോൾ ഖത്തീബിൻ്റെ റോള് അല്ലാന്ന്. സുന്നത്ത് സ്കരിക്കൽ റൂമിൽ നിന്ന് തന്നെ ഇട്ട സുന്നത്ത്, അതിൽ എനിക്ക് തർക്കമൊന്നുമില്ല. മസല അങ്ങനെ തന്നെ. സുന്നത്ത് സ്കരിച്ച് കുറച്ച് നേരത്തെ വരി, എന്നിട്ട് ദിക്കറൊക്കെ ചൊല്ലി ഖത്തീബൊന്നും ഇങ്ങനെ നടക്കട്ടെ ബാക്ക് കൂടെ. അപ്പോൾ ഒരാചാര്യ സുഖമല്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കുക. ഇതൊന്നും തുന്യവ്യായ വർത്താനല്ല കേട്ടോ, ഇതൊന്നും തുന്യവ്യായ വർത്താനല്ല. പിന്നെ ചെങ്ങായി വരുമ്പോൾ അന്നെന്തേ സ്കൂളില്ലേ എന്നൊക്കെ ഒന്ന് ചോദിക്കുക. അപ്പം നമ്മളെപ്പറ്റി നമ്മുടെ ഖത്തീബ് നല്ല ശ്രദ്ധ ഉണ്ടെന്ന് ബോധം വന്നാൽ അവർ പിന്നെ കയ്യേറാനായിട്ട് വരും. ഈ ഗൾഫിലൊക്കെ ഉണ്ട്, ജുമ കഴിഞ്ഞാൽ ഖത്തീബ് തിരിഞ്ഞിരിക്കും, ചെറിയ മക്കളൊക്കെ പോയിട്ട് കൈയെടുത്ത് മുത്തി വരുന്ന ഒരു കഥ ഉണ്ട്. അത് അങ്ങനെ ഒരു സംസ്കാരമായിട്ട് പോലും വരികയാണ്. ഇനി മുതൽ അത് നമുക്കും തുടങ്ങണമെന്ന് ആരും കരുതൊന്നും വേണ്ട. ഞാൻ പറയണെന്താ വെച്ചാൽ, ബന്ധം ഉണ്ടാവാനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു മാർഗം. ഇപ്പം നാട്ടിലെ നല്ലൊരു കള്ളുടിയാനാണ്, മൊബൈലിൽ ഒരു മോളെ കെട്ടിക്കാനുണ്ട്. എവിടുന്നോ 2000 റുപ്യ സംഘടിപ്പിച്ചു നമ്മൾ. എന്നിട്ട് പിന്നെ നമ്മൾ ഓനെ കണ്ടിട്ട്, ഞാൻ എപ്പോഴും നോക്കും പള്ളിയിൽ കള്ളുടിനെ പറ്റി ഒരു അക്ഷരം മിണ്ടരുത്. ആ മോളെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞു, എന്തേലും ഒന്ന് തരണം എന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷെ നിങ്ങളെ ജുമയ്ക്കൊന്നും കാണൂല, നിങ്ങൾ എവിടെ ഇരിക്കലും ചോദിക്കുക. അല്ലാതെ ജുമയ്ക്കൊന്നും വരലില്ലല്ലടി മാറാൻ ചോദിക്കരുത്. നിങ്ങൾ ജുമയ്ക്ക് എവിടെ ഇരിക്കൽ? അപ്പോൾ വന്നിട്ട് തന്നെ ഉണ്ടാവില്ല. പിന്നെ ഞാൻ പുറത്തെ പള്ളിയിൽ വന്നപ്പോൾ വൈകിട്ട് ഇങ്ങനെയൊക്കെ പറയും. അത് ക്രോസ് ചെയ്യാൻ നിൽക്കരുത്, നിങ്ങളെ മന്തിക്കൊക്കെ പാടെ ഉപയോഗിച്ച്. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടാവില്ലേ? ആരെങ്കിലും ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഓല എനിക്ക് സാക്ഷിയായിട്ട് കൊണ്ടുവരാൻ കഴിയൂലേ? അങ്ങനെ തോൽപ്പിക്കരുത്. അതൊക്കെ നമ്മളാ അക്കിക്കിയാ മുഫസിലൊക്കെ പറയുമ്പോൾ ഓതിപ്പോയാൽ മതി. ഇതൊന്നും വരെ മേൽക്കെടുക്കരുത്. അതന്നെ എന്നാ ഞാൻ കാണാത്തെന്നാ പറയേണ്ടത്. എനിക്കല്ലെങ്കിൽ തന്നെ കുത്തുബൊക്കെ മുന്നിൽ കോക്കാനേ കഴിയുള്ളൂ, സൈഡ് കോക്കണ പറ്റാത്ത രസമുണ്ട് എന്നാ പറയും. എന്നിട്ട് ഓനെ വരുത്തണം. ഓൻ പള്ളിയിൽ വരും. പതിയെ നിങ്ങൾക്ക് ഓനെ സ്നേഹിക്കാൻ പറ്റുമോ? ഓൻ കള്ളുടി നിർത്തും. കഞ്ചാവടി ആണെങ്കിൽ കുറച്ച് പണിയാണ്, ബ്രൗൺ ഷുഗറൊക്കെ ആണെങ്കിൽ വേറെ കുറച്ച് പണിയാണ്. എന്തായാലും ഒരു ശരാശരി പട്ടടിക്കണ ചെങ്ങായിനൊക്കെ നമുക്ക് നന്നാക്കാൻ പറ്റും. ഇതാണ് ഖത്തീബ്. ഉലമാക്കളുടെ ബാധ്യതയെക്കുറിച്ച് ചില കിതാബുകളൊക്കെ ഉണ്ട്. നമ്മളെ ഇസുബിന് ജമാഅയുടെ തദ്കിറത്തുൽ സാമി വൽ മുത്തക്കല്ലിം ഫി അദബിൽ ആലിമി വൽ മുതഅല്ലിം എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അവിടെ ആലിമിൻ്റെ ഭാഗം നമ്മൾ നല്ലൊന്ന് മുത്താല ചെയ്യണം. അതുപോലെ ഇമാം ഹിയാലുദ്ദീൻ ആലിമിൻ്റെ ഭാഗം പറയുന്നത് നമ്മൾ എന്തായാലും ഒന്ന് മുത്താല ചെയ്യേണ്ടതാണ്. മാനവി തങ്ങൾ ഷറഹുൽ മുഅദ്ദബിൻ്റെ ആമുഖത്തിൽ മുത്തഅല്ലിമീങ്ങളെ പറ്റി പറയുന്ന ഭാഗം എന്തായാലും നമ്മളൊന്ന് മുത്താല ചെയ്യണം. പിന്നെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്നുള്ളതാണ് നമ്മിൽ നിന്ന് സമൂഹം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ ദഅവത്ത്. അതില്ലാതായി കഴിഞ്ഞാൽ ഈ ദീനിൻ്റെ ഈ ചൈതന്യം നശിക്കുമെന്ന് മാനവി തങ്ങൾ അവിടുത്തെ
ഷറഹ് മുസ്ലിമിൽ ബാബു അംറിബിൽ മഅറൂഫ് നഹ്യാനി മുൻകറിൽ പറയണത് നമുക്ക് കാണാം. ചൈതന്യം നശിച്ചു. അപ്പോൾ നമുക്കൊന്ന് എതിർക്കാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് സമൂഹം എത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ചൈതന്യം നശിക്കുന്നത്. അത് തിരിച്ചുപിടിക്കണം എന്നാണ് ഞാൻ ഇതുവരെ പറഞ്ഞത്. വിവാഹം തന്നെ പ്രത്യേകം പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓരോന്ന് വിസ്തരിക്കുകയല്ല പ്രധാനമായിട്ട് വേണ്ടതെന്ന് എനിക്ക് തോന്നിയിട്ടാണ്. നമ്മൾ ഖത്തീബ് എന്താവണം എന്നുള്ളിടത്താണ് വിവാഹത്തേക്കാൾ പ്രാധാന്യമുള്ളതാണ് ഈ അന്യമത ആരാധനകളിലൊക്കെ നമ്മുടെ സമൂഹം പങ്കെടുക്കുന്നത്. അതിനെ മുതൽ നിയന്ത്രിക്കാനും നമുക്ക് നാട്ടിലൊരു നല്ല ഗംഭീരമായ സ്വീകാര്യത വരാനും ഈ റൂം ടു മിഹ്റാബ് സർവീസിൽ നിന്നൊന്ന് മാറിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. ഗവൺമെൻറ് വഴിയുള്ള ഈ സഹായങ്ങളെങ്കിലും അവർക്ക് എത്തിക്കാനുള്ളൊരു അടിയന്തരമായ ശ്രദ്ധ ഖത്തീബുമാർക്ക് ഉണ്ടാവണം. പിന്നെ നമ്മൾ അവരുടെ ആളാണെന്നുള്ള ബോധത്തിലേക്ക് ഉയർന്നാലാണ് പിന്നെ അവർ വിവാഹദൂരത്തിലൊക്കെ നമ്മൾ പറഞ്ഞാൽ അവർ സ്വീകരിക്കുക. അതല്ലെങ്കിൽ ഖത്തീബിൻ്റെ സ്ഥിരം പരിപാടി എന്നുള്ള രീതിയിലേക്ക് അവർ മാറും. അതോടൊപ്പം പുതിയ പുതിയ ട്രെൻഡിനെ പറ്റിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പണ്ട് സമാജത്ത് കേട്ടെ, നമ്മൾ മുത്തല്ലിമായ കാലത്ത് സമാജത്ത് കേട്ട ആ ഒരു ഇസ്ലാമും സയൻസ് കൊണ്ടൊന്നും ഇനി പിടിച്ചേക്കാൻ പറ്റില്ല. അന്ന് സെക്രട്ടറി പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും എഴുതി വെച്ച്, പിന്നെ നമ്മൾ സെക്രട്ടറി ആയപ്പോൾ നമ്മൾ അതന്നെ സ്വാഗതം പറഞ്ഞ്, പിന്നെ നമ്മളേക്കൊന്ന് കേട്ടിട്ട് നമ്മളെ ബാക്കിയുള്ളൊരു കുട്ടികളൊക്കെ അത് സ്വാഗതം പറഞ്ഞ്, അതുകൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ നിരന്തരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് വലിയൊരു ദൗത്യത്തിലാണ് നിങ്ങളുള്ളത്. ഈ ഖത്തീബ് നടത്തേണ്ട ചില കാര്യങ്ങളെന്നും പറഞ്ഞിട്ട് ഒരു 5-8 സംഭവങ്ങൾ ഞാനിതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ സംബന്ധമായി ഉണ്ടാകുന്ന എതിർപ്പുകൾ എങ്ങനെയാണെന്നുള്ള നമുക്കറിയാമല്ലോ. നമ്മൾ നേരത്തെ ഞാൻ വരുമ്പോൾ ഒരു ഉസ്താദ് ഓതുന്ന ഹദീസാണ് അലുലമാ വറസത്തുൽ അംബിയാ എന്ന്. അംബിയാക്കളാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ. സ്വാഭാവികമായിട്ടും അവരുടെ വാരിധ്യങ്ങൾക്ക് അതുണ്ടാവും, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഖുർആൻ ഓർക്കണം നമ്മൾ, വസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനൽ റുസുൽ. അപ്പോൾ ഉലുൽ അസ്മികൾ ക്ഷമിച്ചതുപോലെ നമ്മൾ ക്ഷമിക്കേണ്ടി വരും. പ്രകോപിതനായി പെട്ടെന്ന് പോകരുത്. പ്രസംഗത്തിനിടയിൽ ഏതൊരുത്തൻ ചോദിച്ചു, എന്നെ മാനം കെടുത്തി പറഞ്ഞാണ്ട് ഇറങ്ങാൻ പറ്റുമോ? പറ്റൂല. അതോടുകൂടെ അവസരത്തിൽ വേറൊരുത്തൻ കയറും. അപ്പം നമ്മൾ കുറുമ്പാട്ടി നിന്നാൽ മാധവത്തിൽ ബദിരിയെ പോകും, പിന്നെ അവിടെ വേറെ എന്തെങ്കിലും വരും. കുറച്ചും കൂടി നമ്മൾ തന്നെ പരസ്പരം തല്ലോടി കുറുമ്പാട്ടി കൊണ്ടിരുന്നാൽ സിലബസ് മാറ്റണം എന്നുള്ള രീതിയിലേക്ക് ചർച്ച വരും. അപ്പോൾ നമുക്ക് വലിയ നഷ്ടം വരും. ഭിന്നത എവിടെ ഉണ്ടോ അവിടെയൊക്കെ നഷ്ടം ഉണ്ടായിട്ടേ ഉള്ളൂ. എവിടൊക്കെ ഭിന്നത ഉണ്ടായി, നമ്മുടെ കർബല മുതൽ സിഫീൻ യുദ്ധം മുതൽ ജമൽ യുദ്ധം വരെ ഈ സൊസൈറ്റിയിൽ എവിടൊക്കെ ഭിന്നത വന്നിട്ടുണ്ടോ അതിൻ്റെ കാരണങ്ങളൊന്നും ഇപ്പോൾ ഞാൻ അനലൈസ് ചെയ്യുന്നില്ല. അത് സൊസൈറ്റിക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ ഐക്യത്തോടുകൂടെ സംഘടനയും ഉലമാക്കളും കമ്മിറ്റി ഭാരവാഹികളും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഇൻഷാ അള്ളാഹ് കേരളത്തിനും മറ്റെല്ലാ സ്റ്റേറ്റിനും മാതൃകയാകുന്ന ഒരു വിപ്ലവം കർണാടകയിൽ നിന്നുണ്ടാവുമെന്ന് ന്യായമായി നമുക്ക് പ്രതീക്ഷിക്കാം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ല ഇസ്സത്തിൽ പ്രവർത്തിച്ച് നല്ല ഇസ്സത്തോടുകൂടെ സമൂഹത്തെ നയിക്കാനും അതുവഴി ദുനിയാവും ആഖിറവും സമ്പൂർണ്ണമായി വിജയിപ്പിക്കാനും പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ചെറിയൊരു ചുമയുടെ പ്രശ്നം